Let's praise the Lord with love and joy. Welcome to Faith Home. നാം ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവിനോട് വളരെ അടുത്തിരിക്കുന്ന ഒരു കാലമാണ്. മാത്രമല്ല, യുദ്ധങ്ങൾ ഒരു എത്തും പിടിയുമില്ലാത്ത വിധത്തിൽ യുദ്ധം ചെയ്യുന്നവർക്കും യുദ്ധത്തെ നേരിടുന്നവർക്ക് പോലും എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലാത്തൊരു കാലമാണ്. കഴിഞ്ഞ ദിവസം യൂട്യൂബ് ഞാനിങ്ങനെ ഓൺ ചെയ്യുന്ന സമയത്തിൽ ബാംഗ്ലൂരിലുള്ള ഒരു പാസ്റ്റർ ചർച്ച കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പേര് റോയി മാത്യു എന്നാണ്. താൻ ഇറാൻ അമേരിക്ക യുദ്ധത്തെക്കുറിച്ച്, ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് പാസ്റ്റർ സാംഫിഡ് ചാക്കോയുടെ ഒരു ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ സാംഫിഡ് പാസ്റ്റർ ഇറാൻ്റെ അമേരിക്കയുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും കേൾക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ അദ്ദേഹം എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് താൻ പ്രധാനമായിട്ടും സഭ എസ്തേർ ദൈവസഭയ്ക്ക് നിഴലാണെന്ന് വളരെ ആവർത്തിച്ച് വളരെ ആധികാരികമായ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പോയി. നമ്മുടെ പാസ്റ്റർമാർ TPM-ൽ പ്രത്യേകിച്ച് ഞാനും കൂടെ ഈ എസ്തേറിൻ്റെ പുസ്തകം സഭയുമായിട്ട് കമ്പയർ ചെയ്ത് പഠിപ്പിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിനകത്ത് ഒരുപാട് പോയിന്റുകൾ കാണാൻ കഴിയുന്നു. എന്നാൽ അവസാനം 1-2 പോയിന്റ് യുദ്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ യുദ്ധത്തെക്കുറിച്ച് അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിൽ പലരും എന്നോട് പുതിയ ആളുകൾ മെസ്സേജ് കേൾക്കുന്ന പലരും ചോദിച്ചു, പാസ്റ്ററെ ഈ യുദ്ധത്തിൻ്റെ അവസാനം എന്തായിരിക്കും? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ കേൾക്കാതിരിക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ ചെറുതായിരുന്നു ആവർത്തിക്കാം. ഞാൻ പറഞ്ഞില്ല, ഈ യുദ്ധം വാസ്തവത്തിൽ അമേരിക്കയോ ഇറാനോ എന്താണെന്നുള്ളതായ ഒരു പിടിയില്ലാതാണ് അവരിപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇവിടെ അവസാനിക്കും? എന്നാൽ ഇസ്രായേലിനെ കുറിച്ചൊരു കാഴ്ചപ്പാടത്ത് അദ്ദേഹം റോയ് മാത്യു പാസ്റ്റർ പറഞ്ഞ പോലെ ഇസ്രായേലിനെ എസ്തേറിന്റെ പുസ്തകത്തിൽ കാണുന്ന ഹാമാൻ എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ പഴയ രാക്ഷസ കുടുംബങ്ങളോട് ബന്ധപ്പെട്ട് ജനിച്ചതാണെന്നാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ മനസ്സിൽ സാത്താൻ്റെ ശക്തി വ്യാപരിച്ചിരുന്നുകൊണ്ട് ഇസ്രായേലിനെ പിടിക്കണം. 127 സംസ്ഥാനങ്ങളിലും പരന്നു കിടക്കുന്ന ഇസ്രായേൽ ജനം. കാരണം പലരും ആരെയും പണിയാൻ വേണ്ടിയെല്ലാം പോകുന്നെങ്കിലും നല്ലൊരു ശതമാനം അവിടെ തന്നെ കഴിക്കുന്നുണ്ട്. അവിടുത്തെ സിറ്റിസൺഷിപ്പും കിട്ടി, അവിടുത്തെ സുഖസൗകര്യങ്ങളും. എന്നാൽ യഹൂദനൊരു കൾച്ചറുണ്ട്. അവൻ്റെ മതം, വിശ്വാസം അവൻ വിട്ടുകളയുന്നില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു യഹൂദൻ, ഞാൻ ഈ എറണാകുളത്ത് മട്ടാശ്ശേരി ഭാഗത്ത് പോകുന്ന സമയത്ത് ആ സിനഗോഗെല്ലാം പലപ്പോഴും സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് അവരിങ്ങനെ പറയുണ്ടായി, ഇസ്രായേലിൻ്റെ ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്ന അവരുടെ മണ്ണിലായി. കേരളത്തിലാണ് ജനിക്കുന്നത്, പക്ഷെ ജനിച്ചു വീഴുന്ന മണ്ണിലാണ്. എന്താ കാരണം? ഇസ്രായേൽ പലായനം ചെയ്ത സമയത്തിൽ വിവിധ രാജ്യങ്ങളിലേക്ക് അവർ പ്രയാണം ചെയ്യുമ്പോൾ അവർ ഏറ്റവും പ്രധാനമായിട്ട് ഇസ്രായേലിൻ്റെ കൂടെ മണ്ണ് അവരുടെ പാട്ടക്കെട്ടുകളിൽ ശേഖരിച്ചിരുന്നു. ഏത് രാജ്യത്തിൽ ഏത് കുഞ്ഞ് ജനിച്ചാലും ശരി, ഇസ്രായേൽ കുഞ്ഞ് ജനിച്ചാലും അവർ ഈ മണ്ണിലേക്കാണ് ആദ്യം കിടത്തുന്നത്. കാരണം പിന്നീട് ഇസ്രായേലിൻ്റെ മണ്ണിലാണ് ജനിച്ചെന്നുള്ള അവകാശം. അത്രയും തീക്ഷ്ണതയുള്ള ജനമാണ്. എങ്കിലും ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ചതിനാൽ ദൈവം അവരെ ഈ രീതിയിലൊക്കെ നടത്തിയെങ്കിലും ഇപ്പോൾ അവർ രാജ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. 1917-48 കാലത്തോടുകൂടി ഇസ്രായേലിനെ ഒരു രാജ്യമായി കൊണ്ടുവന്നെങ്കിലും കർത്താവ് പറഞ്ഞ പോലെ അത്യത്തകർക്കും എന്നുള്ള വ്യവസ്ഥ പ്രകാരം വന്നെങ്കിലും ഇസ്രായേൽ ഇന്നുവരെയും യഥാർത്ഥമായ ദൈവത്തിലേക്ക് പലരും തിരിഞ്ഞിട്ടില്ല. 20% പേര് മാത്രമേ ഉള്ളൂ ദൈവികമായ വൈരാഗ്യത്തോട് ജീവിക്കുന്ന ജനമാണെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണുന്നത്. ബാക്കി നല്ല ശതമാനങ്ങൾക്കും അവർക്ക് ദൈവവും ഇല്ല, മതവും ഇല്ല. വേറൊരു കൂട്ടര് നിഷ്പക്ഷമായിട്ട് ജീവിക്കുന്നു. അതിൽ നല്ല ശതമാനം ഹോമോസെക്സുവാലിറ്റിയിലും ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളിലും മുഴുകി ജീവിക്കുന്നൊരു കാര്യമാണ്. അതിൽ തന്നെ ചിലര് അന്യ വിഗ്രഹങ്ങളെ കൂടെ സേവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ ന്യായവിധിയോട് വരും. ഇസ്രായേലിനെ ദൈവേൽപ്പിച്ചു കൊടുക്കുന്നൊരു സമയം വരും. അതാണ് ഇത് ക്രിസ്തുവിൻ്റെ കാലത്ത്. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നിട്ട് നിങ്ങളെന്നെ കൈക്കൊണ്ടില്ല. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ വേറൊരുത്തർ തൻ്റെ നാമത്തിൽ, സ്വന്തം നാമത്തിൽ വരും. അതാണല്ലോ അധർമ്മമൂർത്തി എന്ന് പറയുന്നത്. അവൻ വരുമ്പോൾ ഇവർക്ക് വിശ്വസിക്കും, ഇവനാണ് മെസ്സിഹ.
അങ്ങനെ ഇസ്രായേലിന് ഈ പറഞ്ഞ പോലെ ആലയം പണിയുവാനും എല്ലാം വളരെ തന്ത്രപരമായിട്ട്, വളരെ വിദഗ്ധമായിട്ട്, ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വി ടി സതീശന് കൊടുത്തിരിക്കുന്ന അംഗീകരണം പോലെ അതുപോലെ അതിനേക്കാൾ ശ്രേഷ്ഠമായി അംഗീകരിക്കാൻ ഒരു നേതാവ് ലോകത്തിലേക്ക് വരും. അപ്പൊ അതിനൊരു മുഖാന്തരം വേണ്ടേ? ഇപ്പൊ ഒന്നാം ലോകയുദ്ധത്തിന് ശേഷം ഒരു പ്രത്യേക ഉടമ്പടി കൊണ്ടുവന്നു, ലീഗ് ഓഫ് നേഷൻസ്, രാജ്യങ്ങളുടെ ഒരു ഉടമ്പടി കൊണ്ടുവന്ന് ചില നിബന്ധനകൾ കൊണ്ടുവന്നായിരുന്നു. എന്നാൽ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം UN-നെ, ഐക്യരാഷ്ട്ര സംഘടന, മറ്റുള്ള രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന കുറേ നിയമങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഏതായാലും ഒരു കാര്യം ശരി, ഈ കാലങ്ങൾക്ക് ഒരു ഉടമ്പടി ഉണ്ടാകും. എന്നാൽ ഈ ഒരു മൂന്നാം ലോകയുദ്ധം എന്ന് പറയുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ശക്തിപ്പെട്ട യുദ്ധമൊന്നും വരുത്തില്ല, പക്ഷേ പെട്ടെന്ന് യുദ്ധത്തിന്റെ പ്രതീതി കൊണ്ട് ഭയങ്കരമായി മുന്നോട്ട് വരും. ഇതിന്റെ പിന്നീട് റഷ്യ തന്നെയും ഇറാനെ വളരെ സപ്പോർട്ട് ചെയ്ത് അവരെ പ്രശംസിച്ചുകൊണ്ട് ഈ സമയമാണ്. അപ്പോൾ അങ്ങനെ ഒരു ശക്തികൾ വേർതിരിഞ്ഞുകൊണ്ട് ഒരു മൂന്നാം ലോകയുദ്ധത്തിന്റെ പ്രാരംഭമായിട്ട് ഇവർ മുന്നോട്ട് വരും. പക്ഷെ അതിന് മുൻപായിട്ട് ഏറ്റവും പ്രധാനം മനുഷ്യന് പണമാണല്ലോ. ഇന്ന് നമുക്ക് വിശ്വാസത്തെക്കാൾ മനുഷ്യന് പണമാണ് വളരെ പ്രാധാന്യം. ദൈവമക്കൾ എന്ന് പറയുന്ന ബന്ധുക്കോസുകാരെ തന്നെ നമ്മൾ എടുത്ത് നോക്കിയാൽ പലരും ഒന്നാം സ്ഥാനം പണത്തിനും ഒക്കെ കൊടുത്തിരിക്കുന്നു. കാരണം എന്താ? പണമില്ലാതെ ജീവിക്കാൻ ഒക്കത്തില്ല. സ്കൂളിൽ അഡ്മിഷൻ വേണോ, പഠിപ്പിക്കണോ, ഒരു ആശുപത്രി കയറിയാൽ, ഇപ്പോൾ രോഗശാന്തിയൊക്കെ തന്നെയും വളരെ മൈന്യൂട്ട് പെർസെൻറ്റേജ് ആണ് അങ്ങനെയുള്ള വിശ്വാസം നിൽക്കുന്നത്. അത് തന്നെയല്ല, അന്ത്യകാലം വരുമ്പോൾ വിശ്വാസത്തെ തിരിക്കുമ്പോൾ നമ്മൾ കാണുന്നു. അപ്പോൾ ജീവിത രീതികൾക്ക് നാം നോക്കുമ്പോൾ പണം ആവശ്യമാണ്. ഒരു ആശുപത്രി കയറി ഇറങ്ങിയാൽ ചെറിയ കാശൊക്കെയാണ്, ലക്ഷങ്ങളാണ് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക്. പിന്നെ അനുദിന ജീവിതം, ഇപ്പൊ തന്നെ ജീവിതം തകരാറായിക്കൊണ്ടിരിക്കുകയാണ്, സാമ്പത്തിക പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഇറാൻ ഇസ്രായേൽ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ അമേരിക്കയുടെ ഇടപെടലോടുകൂടി നിങ്ങൾ നോക്കിയേ, പ്രധാനമായിട്ട് അമേരിക്ക ഇറാനും തമ്മിലുള്ള യുദ്ധം നടക്കും. ഇതിനിടെ എന്ത് ചെയ്യണം? ഗൾഫ് രാജ്യങ്ങളെ തകർക്കണം, കുവൈറ്റ്, മറ്റു രാജ്യങ്ങളെല്ലാം. കാരണം എണ്ണയുടെ വിലയെ ഇതാക്കി മാറ്റുന്നത്. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുക എന്നുള്ളതാണ് യുദ്ധത്തിന്റെ ഏക ഉദ്ദേശം. അങ്ങനെ സാമ്പത്തികം തകരുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ധവളപത്രം ഇറക്കിയതുപോലെ ഈ പ്രശ്നമെല്ലാം മനുഷ്യരെ ബോധ്യപ്പെടുത്തും, ഒരു വിധത്തിൽ ജീവിക്കുക. കാരണം അവർക്ക് പണമാണല്ലോ ഇന്നത്തെ ദൈവം, മാമോനാണല്ലോ ഇന്നത്തെ ദൈവം. അപ്പൊ ആ മാമോനില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു കാലം വന്നിരിക്കുകയാണ്. ആരും കുറ്റമില്ല. അങ്ങനെ ഒരു സമയത്തിൽ മനുഷ്യൻ ചെയ്യും, ഏതെങ്കിലും ഒരുത്തന്നെ നിങ്ങൾ രക്ഷിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം 10 വർഷത്തെ ഭരണത്തിന് ശേഷം പുതിയൊരു ഭരണം വരാൻ കാരണം കോൺഗ്രസ് ആളുടെ സ്നേഹം കൊണ്ടല്ലോ. പിന്നെന്താ? തങ്ങൾക്ക് ജീവിക്കണം. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം തന്നെയും ഡൽഹിയിലുണ്ടായ പാറ്റ സഹോദരങ്ങളുടെ കോക്രോച്ച് ടീമിന്റെ പ്രതിഷേധങ്ങളില്ലേ. അപ്പൊ ഞങ്ങൾക്ക് ജീവിക്കണം, അന്തസ്സായിട്ട് ജീവിക്കണം. ഞാൻ ഈ യുദ്ധമൊന്നും വിഷയമല്ല, ഞങ്ങൾക്ക് ജാതി വേണ്ട, മതം വേണ്ട, ഇതൊന്നുമല്ല, ഞങ്ങൾക്ക് ജീവിക്കണം. പുതിയ തലമുറയുടെ ആശയം അതാണ്. അതിനുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം. നിങ്ങൾ രാഷ്ട്രീയം കളിച്ച് തമ്മിലടിപ്പിച്ച് മതവും പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് അതല്ല ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണം, അന്തസ്സായിട്ട് ജീവിക്കണം. അത് നല്ലതല്ലേ? അപ്പൊ അതിനാണ് ഒരാൾ മുന്നോട്ട് വരുന്നത്. ആ വ്യക്തി മുന്നോട്ട് വരണമെങ്കിൽ അതിനേറ്റതായ ക്രിട്ടിക്കൽ ഫിനാൻഷ്യൽ ഇക്കണോമിക്കൽ ക്രൈസിസിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ ഏക ലക്ഷ്യം. അല്ലാതെ ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധമല്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ കരുതൽ എന്താണെന്ന് ചോദിച്ചാൽ, ഏത് യുദ്ധം നടന്നാലും അവർക്ക് ജയം അവസാനിക്കും. ഇതുവരെയുള്ള എല്ലാ യുദ്ധത്തിലും ഇസ്രായേലിന് ജയമാണ് കിട്ടുന്നത്. അതാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നൊരു കാര്യം. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നെതന്യാഹു പറഞ്ഞ പോലെ ഞങ്ങൾ ആയുധം താഴ്ത്തി വെച്ചാൽ പിന്നീട് ഇസ്രായേൽ ഇല്ല. അത് സത്യമാണ്. കാരണം ഇതിന് തുടങ്ങിയതല്ലോ. ഇസ്രായേൽ രാജ്യം ആരംഭിച്ച സമയം മുതൽ ഏത് കാലത്തും നമുക്കറിയാം. 2 സാമുവേൽ 5-ാം അധ്യായത്തിൽ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്ത സമയത്തും അതുപോലെ തന്നെ ശൗൽ രാജാവായ സമയത്തും എതിരാളികളായ ഫെലിസ്ത്യർ യുദ്ധത്തിന് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അപ്പൊ ആ ഫെലിസ്ത്യ ശക്തികൾ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഇല്ലാതാക്കണം, ആ ഒരു ചിന്താഗതി. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ദേശത്ത് മാത്രമല്ല, ഇത് ഒരു കാര്യം നിങ്ങൾക്കറിയാമോ, പേർഷ്യ ദേശത്തിൽ എനിക്ക് തോന്നുന്നു 30% പേരും ഇസ്രായേൽ ഗോത്രത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഇറാന്റെ എല്ലാ തന്ത്രങ്ങളും ഇസ്രായേലിന് പിടികിട്ടുന്നത്.
ഒരു കണക്കിൽ ഞാൻ വായിച്ചു, 30% പേർഷ്യക്കാര് ഇസ്രായേലാണ്. എന്താ കാരണം? കാരണം എന്താ? നമുക്ക് എസ്തേറിന്റെ പുസ്തകത്തിൽ അഹശ്വേരോസ് രാജാവിന്റെ കാലത്തിൽ 3 ബാച്ചായിട്ട് യെരൂശലേമിലേക്ക് അവർ തിരികെ പോയെങ്കിലും പിന്നീട് 127 സംസ്ഥാനങ്ങളിൽ ചെതറിക്കിടക്കുന്ന ഈ ജാതി അവർ പോയില്ലല്ലോ. അപ്പൊ അന്ന് 127 സംസ്ഥാനങ്ങളിൽ പേർഷ്യ ഉൾപ്പെടെ ചെതറിക്കിടക്കുന്ന ഒരു ജാതി വംശം, അതിൽ നല്ല ശതമാനവും പേർഷ്യ ദേശത്തുണ്ടായിരുന്നു. അവരെ സന്തതി പരമ്പരകളായിട്ട് ഇങ്ങനെ പെറ്റുപെരുകി ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ വെളിപ്പെടുത്താതെ 30% അണ്ടർസ്റ്റുഡായിട്ട് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ല റിബൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പേർഷ്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റൊന്നാണ് ഹാമാൻ. നോക്കണം, ഹാമാൻ മരിച്ചെങ്കിലും ഹാമാന്റെ ശക്തിയുടെ ഉദ്ദേശം എന്താ? ഇസ്രായേലിനെ തകർക്കണം, ഇല്ലാതാക്കണം. അതിനുള്ള റോഹിമാത്ത് പറഞ്ഞ പോലെ അന്ന് ഹാമാൻ ഒരു തന്ത്രമായിട്ട് വന്നെങ്കിൽ ഇന്ന് അണുബോംബിന്റെ ശക്തി കൊണ്ടാണ്. അണുബോംബ് വിട്ട് ഇസ്രായേലിനെ തകർക്കണം. എന്തൊരു ക്രൂരത നോക്കി. അപ്പൊ ഇസ്രായേൽ അടങ്ങിയിരിക്കും, തങ്ങൾ ജീവൻ മരണമൊക്കെ അവർ നടത്തും. അപ്പൊ ഇങ്ങനെയുള്ളതായ മറ്റ് പ്രതിസന്ധികൾ അധികമായി വന്നിട്ടുകൊണ്ടിരിക്കുന്ന കാലത്തിൽ ബുദ്ധിമാനായ ഒരു മനുഷ്യ ലോകത്തിലേക്ക് വരും. അത് കോക്രോച്ച് പാർട്ടിയുടെ അഭിജിത്തിനേക്കാളും വളരെ സാമ്പത്തികമായ ഒരു വിദഗ്ധൻ, അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഇനി യുദ്ധം വേണ്ട, സമാധാനം മതി എന്നുള്ള കാഴ്ചപ്പാടിൽ തൻ്റെ പോളിസി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ഭാഗമാണ് നമുക്ക് പലപ്പോഴും ചിന്തിച്ച വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം വായിക്കേണ്ട വെള്ളക്കുതിര. സമാധാനം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ മുമ്പോട്ട് വരും. അതിന് സപ്പോർട്ടായിട്ടൊരു മത നേതാവ് വരുമെന്നാണ് നമുക്ക് കാണുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ കാണുന്ന മൃഗം പൊളിറ്റിക് ലീഡറാണ്. സമുദ്രത്തിൽ കയറി വരുന്ന മൃഗം കഴിഞ്ഞ കാലഘട്ടത്തിലെ 4 സാമ്രാജ്യങ്ങളുടെ ശക്തിയോടുകൂടി, കാരണം ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം, പ്രജാധിപത്യം, സൈനികം, ഈ 4 ശക്തിയോടുകൂടി തന്നെ ഏകീകരിച്ചുകൊണ്ട് ഒരു ഭരണലോകത്തിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ലീഡറായിട്ടാണ് ഈ പറഞ്ഞ വെളിപ്പാട് 13-ാം അധ്യായത്തിൽ കാണുന്ന മൃഗം. അതിന് 7 തലയും 10 കൊമ്പും. നോക്കണം, 7 എന്ന് പറയുന്നത് 7-fold വിസ്ഡം, 10 പറയുന്നത് ഫുള്ളി പവർ. അപ്പൊ പവർ ആൻഡ് വിസ്ഡം. ഈ പവർ ആൻഡ് വിസ്ഡം എന്ന് പറഞ്ഞാൽ ആരാ? വായിച്ച കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൽ 24 വായിക്കുമ്പോൾ അവിടെ ക്രിസ്തു ദൈവശക്തിയും ദൈവജ്ഞാനമായ ക്രിസ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ജാതികൾ മോഷത്തിലെങ്കിലും മൈക്ക് ഓണാണോ? അടുപ്പിച്ച് വായിക്കും. ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനമായ ക്രിസ്തു. അപ്പൊ ദൈവത്തെ നമുക്ക് മനസ്സിലാകുന്നത് ഒരു മോണിമെന്റൽ, ഒരു പ്രതിമയിൽ കൂടിയല്ല. ഇന്ന് ലോകത്തിൽ അനേക ദൈവങ്ങളെ പ്രദർശിപ്പിക്കുന്നതും ക്രിസ്തീയ സമൂഹം പോലും യേശു ക്രിസ്തുവിന്റെ പ്രതിമയിൽ കൂടി യേശുവിനെ വരച്ച് കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അത് അപകടമാണ്. അത് വളരെ അപകടമാണ്. കാരണം മനുഷ്യന്റെ ഹൃദയത്തിൽ അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ കയറി കഴിഞ്ഞാൽ ആ ഒരു കാഴ്ചപ്പാടിൽ കൂടിയാണ് ദൈവത്തെ കാണുന്നത്. ദൈവം അതല്ലല്ലോ. ദൈവത്തെ നാം കാണുമ്പോൾ ദൈവം വചനമാണ്. ആദ്യം വചനം ഉണ്ടായിരുന്നു. അപ്പൊ ആ വചനത്തിൽ കാണുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ് പവർ ആൻഡ് വിസ്ഡം എന്ന് പറയുന്നത്. അപ്പൊ ആ പവർ ആൻഡ് വിസ്ഡം അതുതന്നെയാണ് ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അവനും അത് തന്നെയാണ്. 7 തല 10 കൊമ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥം 7-fold വിസ്ഡം. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായ ജ്ഞാനമുള്ളൊരു മനുഷ്യൻ. അതുപോലെ തന്നെ പവറാണ്. ഇത് രണ്ടും കൂടെ ഒരു മനുഷ്യൻ കേന്ദ്രീകരിക്കേണ്ട അവർ മുന്നോട്ട് വരും. അത് ഞാൻ ഉദാഹരണം പറഞ്ഞു. ഏകദേശം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൽ കാണുന്ന സവിശേഷതകൾ ഇന്ന് വരെയുള്ള നേതാക്കന്മാർ കാണാത്തതായ വിസ്ഡം. താനിപ്പോൾ ധവളപത്രം അവതരിപ്പിച്ചു കേട്ടില്ലേ? പലരുടെയും വായടപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നു. അപ്പൊ അതിനേക്കാളും 7-fold വിസ്ഡമോടുകൂടി ഒരു മനുഷ്യൻ വരുന്നെങ്കിൽ സതീശനെ ഈ കേരളം മൊത്തം കൈക്കൊണ്ടതുപോലെ ആഗോളാടിസ്ഥാനത്തിൽ ആ നേതാവിനെ കൈക്കൊള്ളും. കാരണം സംശയിക്കേണ്ട ആവശ്യമില്ല, നന്മയില്ലാതെ തിന്മയില്ലല്ലോ. പക്ഷെ അതിന് മതവും സപ്പോർട്ട് ചെയ്യും. ക്രിസ്തീയ മതം ഉൾപ്പെടെ എല്ലാ മതങ്ങളും സപ്പോർട്ട് ചെയ്ത് വരുന്ന ആ ബീസ്റ്റ് മൃഗത്തെയാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ 13-ാം അധ്യായം കാണുന്ന മൃഗം. എന്നാൽ രാഷ്ട്രീയം മാത്രം പോരല്ലോ, മതവും വേണം.
ഇന്നിപ്പോൾ നമുക്കറിയാം SNDPD അല്ലെങ്കിൽ NSSന്റെ മത നേതാക്കന്മാർ പറഞ്ഞെല്ലാം മണ്ഡലമായി പോവുകയും അവരെല്ലാം പുറന്തള്ളുകയും ചെയ്യുന്നതിന് കാരണം ഇനി അങ്ങനെ ഒരു മതമല്ല വരേണ്ടത്. കത്തോലിക്ക മതമോ യാക്കോബ് മതമോ അല്ലെങ്കിൽ മർത്തോമയുടെ മതമോ SNDPയുടെ മതമോ അല്ലെങ്കിൽ ഇസ്ലാമിക മതമോ അല്ല വരേണ്ടത്. അവർ സൈഡ് മാറ്റിയില്ലേ ദൈവത്തിന്റെ നാമത്തിൽ. അപ്പൊ ഏകീകരണത്തിലേക്ക് വരികയാണ്. മറ്റു അല്ലാഹുവിന്റെ നാമമല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഏകീകരണത്തിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകീകരണത്തിൽ എല്ലാവരും വന്നിട്ട് ഒരൊറ്റ ദൈവം, ആ ദൈവത്തെ നമ്മളെ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ, അപ്പൊ ഈ ലോകത്തിന്റെ ദൈവം വെളിപ്പെടാൻ പോവുകയാണ്. കർത്താവായ യേശുവിനാണ് കൊടുത്തിരിക്കുന്ന പിശാചെന്നല്ല അവന് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞെന്താ? ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു. വരുന്നവൻ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിയാകുമ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ പ്രകാശ രശ്മികൾ കാണാം. ചിലപ്പോൾ 6:30-7 മണിയാകുമ്പോഴായിരിക്കും സൂര്യൻ നമ്മൾ കാണുന്നത്. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപിക്കുന്നു, തടുക്കുന്ന വഴിയിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ അങ്ങനെ ഒരു നിയമത്തിലേക്ക് വരുമ്പോൾ ആ നിയമമായിട്ട് മനുഷ്യന് നന്മയ്ക്കല്ലാതെ യാതൊരു തിന്മയും പറയാതെ നല്ല ഉദ്ദേശത്തോട് തന്നെയാണ് ഈ രംഗപ്രവേശനം ചെയ്യുന്നത്. നമ്മുടെ കേരള ഗവൺമെന്റിന് ഇപ്പോഴത്തെ ഭരണം വരുന്ന പോലെ. പക്ഷെ കുറെ കഴിയുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താന്യ ശക്തിയാണ്. ആ സാത്താന്യ ശക്തിയെ തിരിച്ചറിയാത്തത് കൊണ്ട് മനുഷ്യൻ വഞ്ചിക്കപ്പെടും. അങ്ങനെയാണ് പല സംഘടനകളെയും തകർക്കുന്നത്, ലക്ഷ്യത്തിന്നവരെ പിന്തിരിപ്പിച്ചു കളയും. അപ്പൊ അതിന് സപ്പോർട്ടായിട്ട് മതവും സപ്പോർട്ട് ചെയ്യും. അത് ഇന്ന് ലോകത്തുള്ള ക്രിസ്തീയ മതവും ഇസ്ലാം മതവും ഹിന്ദു മതവും എല്ലാം ചേർന്ന ഇതിനെ അംഗീകരിക്കും. അതാണ് ആ പ്രവാചകൻ എന്ന് പറയുന്ന ആള് വെളിപ്പാട് പുസ്തകം 13:11 അതൊന്ന് വായിച്ചു കഴിയും. അത് കുഞ്ഞാടിന് ഈക്വലായിട്ട് കാണിക്കപ്പെടും, കുഞ്ഞാടിന് സദൃശമായിട്ട് പറയുകയാണ്. വായിക്കാം. വെളിപ്പാട് പുസ്തകം 13:11. ഭൂമിയിൽ നിന്നൊരു മൃഗം കയറി വരുന്നത് ഞാൻ കണ്ടു. ഭൂമിയിൽ നിന്നൊരു മൃഗം കയറി വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എന്താ? ആട്ടുംകുട്ടിക്ക് തുല്യമായിട്ട് കാണപ്പെടുകയാണ്. ആട്ടുംകുട്ടി ആരാണ്? കർത്താവായ യേശു. അപ്പൊ യേശുവിന് സദൃശമായിട്ടാണ് ഈ പ്രവാചകനെ കള്ളപ്രവാചകൻ ഒരു മത നേതാവാണ്. മാത്രമല്ല കർത്താവിനുണ്ടായിരുന്ന 2 കാര്യങ്ങൾ ഇതിനും പറയുകയാണ്. വായിച്ച്. 2 കൊമ്പ് നോക്കണം. എതിർ ക്രിസ്തുവിന് 7 തലയും 10 കൊമ്പും. അത് ലോകത്തിന്റെ സർവാധികാരം തനിക്ക് കിട്ടുമ്പോൾ ഈ മത നേതാവിന് 2 കൊമ്പാണ്. 2 കൊമ്പതേക്ക് അടിക്കുന്നു. കർത്താവായ യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അവിടെ സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ 2 അധികാരം യേശു ക്രിസ്തുവിനുണ്ടായിരുന്നു. അപ്പൊ ഈ മത നേതാവിന് 2 അധികാരമുണ്ട്. അതാണ് 2 കൊമ്പ്. മറ്റത് 7 തലയും 10 കൊമ്പും. അത് ലോകത്തിലെ സർവ്വജ്ഞാനവും ശക്തിയും സാത്താൻ ഒരു മനുഷ്യനിലേക്ക് സപ്ലൈ ചെയ്യും. ഈ ലോകത്തിന് ജ്ഞാനമാകട്ടോ. 2ാമത്തെ മൃഗത്തെ നമ്മൾ കാണുമ്പോൾ അതിന് 2 കൊമ്പ്. അത് കുഞ്ഞാടിൻ്റെ കൊമ്പ് പോലെ. എന്താ? അതാണ് മതമുണ്ട്, രാജ്യമുണ്ട്. ഒന്ന്, താനൊരു മതത്തിന്റെ നേതാവായിരിക്കും. അപ്പോൾ തന്നെ രാജ്യത്തിന്മേൽ തനിക്ക് അർത്ഥത്വമുണ്ട്. മതത്തിന്മേലും രാജ്യത്തിന്മേൽ അർത്ഥത്വമുള്ള പലരും ഉണ്ടല്ലോ. ഇന്ന് അയത്തുള്ള ഖുമേനി ഇറാനിൽ ഉണ്ടായിരുന്നു. ക്രിസ്തീയ മതത്തിൽ വത്തിക്കാനിലെ പോപ്പ് മതമുണ്ട്, തനിക്ക് ആ വത്തിക്കാൻ രാജ്യത്തിന്റെ അധിപതി കൂടിയാണ്. അപ്പൊ രാജ്യത്തിന്മേലും മതത്തിന്മേലും അധികാരമുള്ള 2 വ്യക്തികൾ, അല്ല ഒരു വ്യക്തി. അപ്പൊ ഇവർ ചേർന്നാണ് ഈ ഭരണത്തെ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഇസ്രായേൽ വഞ്ചിക്കപ്പെടും. ഇസ്രായേൽ എന്ത് ചെയ്യും? ഇത് യേശു ക്രിസ്തുവാണ് തിരിച്ചറിയാതെ യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ, യെശയ്യാ 28:15 വായിക്കുന്ന പോലെ അവിടെ വായിക്കുമ്പോൾ അവർ മരണത്തോടും പാതാളത്തോടും സഖ്യത ചെയ്യുകയാണ്. മരണത്തോടും പാതാളത്തോടും അവർ സഖ്യത ചെയ്തു. വായിച്ചേ. ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ എതിർ ക്രിസ്തു വരുമ്പോൾ ഈ 2 കാര്യത്തിലാണ് അവർ വിടും. കാരണം കർത്താവ് ഞാൻ ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനും ലോകത്തിൽ വന്നെന്ന് പറഞ്ഞ് യേശു ക്രിസ്തു വന്നപ്പോൾ യേശുവിനെ അവർ സ്വീകരിച്ചില്ല. അവർ പിന്നെയും കാത്തിരിക്കുന്ന ആരെയാണ്? ഈ അധർമ്മമൂർത്തി എന്നുള്ളത്. അപ്പൊ അവന്റെ
ആ പറഞ്ഞുള്ളതായ ക്യാരക്ടർ എന്താ? മരണവും പാതാളവും. നോക്കണം. അപ്പോൾ മരണത്തോട് ഇവർ ഉടമ്പടി ചെയ്യും, പാതാളത്തിനോട് സഖ്യത ചെയ്യും ഇസ്രായേലും. അപ്പോൾ എല്ലാ ലോകവുമായില്ലേ. അങ്ങനെയാണ് ഇസ്രായേൽ ആലയം പണിയാൻ അനുവാദം കൊടുക്കുകയും ഇസ്രായേലിനും വലിയ സന്തോഷം, ലോകത്തിലെല്ലാവർക്കും വലിയ സന്തോഷമാണ്. ആദ്യത്തെ 3 വർഷത്തെ നമ്മുടെ കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞ പോലെ രണ്ടാമത്തെ ഭരണമായപ്പോൾ മനുഷ്യന് അസ്വസ്ഥരായിപ്പോയി. അപ്പോൾ ആദ്യത്തെ നാളുകളിൽ 3 വർഷക്കാലം ഇവൻ്റെ വളരെ വലിയ ഫ്ലറീഷിങ് റീലിംഗ് ആയിരിക്കും, രാജ്യമായിരിക്കും. അതുകൊണ്ട് മനുഷ്യൻ വലിയ സന്തോഷിക്കും. പക്ഷേ ദൈവമക്കൾക്ക് അന്ന് പരീക്ഷയെ. കാരണം എന്താ? ആ കാലഘട്ടത്തിൽ യെശയ്യാ പറയുന്ന പോലെ കാവൽക്കാരെ രാത്രി എന്തായി, പകലും രാത്രി ഒരുപോലെ. എതിർ ക്രിസ്തു വെളിപ്പെടുന്ന സമയം തന്നെ കർത്താവായ യേശു ക്രിസ്തു മുമ്പിൽ തന്റെ സമയം ചേർന്നു. അപ്പൊ ഈ 2 നടന്നതിന് ശേഷമാണ് ലോകം എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ കൊടുക്കുന്നത്. അപ്പൊ 3 വർഷക്കാലം വളരെ ഭയങ്കര ശക്തിയോട് ഇസ്രായേലിന്റെ ആദ്യമൊക്കെ പണിത് വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കും. പക്ഷേ ഇസ്രായേൽ ദൈവത്തെ തള്ളി മരണത്തോട് പാതാളത്തോട് സഖ്യത ചെയ്യും. ഇതെന്ത് തുടങ്ങിയാന്നറിയാവോ? ഈ സഖ്യത തുടങ്ങിയത് ഏതൻ തോട്ടത്തിലാണ്. നോക്കണം, നമുക്ക് ഏതൻ തോട്ടത്തിലേക്ക് പോകാം. അവിടെ ദൈവം മനുഷ്യരോട് പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലത്തിൽ നാളെ നിങ്ങൾ മരിക്കും. ഓക്കെ, കർത്താവ് പറഞ്ഞു, അവർക്ക് ഇഷ്ടമായി. വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഈ വൃക്ഷത്തിന്റെ ഫലം പണ്ടൊരു യുക്തിവാദി ഒരു ആള് ഒരു ഇതിൽ പറഞ്ഞാണ്, ഒരു അഭിമുഖത്തിൽ, ഈ ദൈവം എത്രയോ ക്രൂരനാണ്. ഒരു ആപ്പിൾ പോലത്തെ ഒരു പഴം പറിച്ചു തന്നതിനാണ് ഈ മനുഷ്യനെ തോട്ടത്തിൽ പുറത്താക്കിയത്. അപ്പൊ ഇവരുടെ വീട് അത്രയേ ഉള്ളൂ. ഇത് പഴമല്ല വിഷയം. മനുഷ്യനെ അറിവിന്റെ വൃക്ഷമാണ്, അവനെ അറിവിലേക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പ്രമാണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വൃക്ഷത്തിന് 2 പേര് പറഞ്ഞത്, നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം. അപ്പൊ നന്മയും തിന്മയും, ഗുഡ് ആൻഡ് ഈവിൾ, പിന്നെ മരണവും ജീവൻ, ലൈഫ് ആൻഡ് ഡെത്ത്. അപ്പൊ ഇത് വൃക്ഷത്തിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നമ്മളിതൊന്നും അറിയാതെ ഒരു പുതിയ ആണെങ്കിൽ അവിടെ ചെല്ലുന്ന ഒരു മൃഗമോ ഒരു ജിറാഫോ ഒരു പഴം പറിച്ചിരുന്നൊന്നും അതിനും ചാകത്തില്ല. ഇനി ഈ കൽപ്പനയ്ക്ക് ഉൾപ്പെടാത്ത ഒരു ദൂതൻ പോയി പറിച്ചിരുന്നാലും അവന് വിഷയം ഉണ്ടാകത്തില്ല. പക്ഷെ ഇതൊരു കമാൻഡ്മെന്റാണ്. എന്തിനാണ് ആ കമാൻഡ്മെന്റ് പറഞ്ഞത്? മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചതിന് ശേഷം അവനെ ജീവനുള്ള ദേഹിയായി തോട്ടത്തിലാക്കി. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇത് തിന്നരുത്, തിന്നുന്ന ആൾ മരിക്കും. വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ഒബ്ജക്റ്റീവ് വേർഡാണ്. തിന്നരുത്, യെസ്, മനുഷ്യൻ അതിന് സമ്മതം കൂടി. പക്ഷെ അതുകൊണ്ടാകുന്നില്ലല്ലോ. ആ വൃക്ഷത്തിന് പിന്നൊരു നേച്ചറുണ്ട്. ബയോളജി പോലെ തന്നെയാണ്. ബയോളജി 2 പകുതിയില്ലേ, ബോട്ടണിയും സുവോളജി. അപ്പൊ ഇതുപോലെ അടുത്ത ഒരു ടീച്ചറിനെ അവിടെ നിയമിച്ചിരിക്കുകയാണ്. ദൈവം അനുവദിച്ചതാണ്. എന്തിനാണ്? അവൻ വന്ന് ഇതിനെ എഗൈൻസ്റ്റായിട്ട് സംസാരിക്കും. അപ്പൊ മനുഷ്യ കൺഫ്യൂഷൻ ഉണ്ടാകും. ഇപ്പൊ ഇതിനു മുമ്പ് എത്ര ക്ലാസ് ആണെന്ന് അറിയത്തില്ല, പക്ഷെ മനുഷ്യ ഫെയിലറായ ക്ലാസ്സാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ തോട്ടത്തിൽ ഒരുപാട് കാലം ക്ലാസ് നടന്നിരിക്കും. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഈ രാവിലെയാണ് സാത്താൻ പാമ്പിന്റെ കൗശലക്കാരന്റെ ക്ലാസ് നടക്കുന്നത്. അപ്പൊ അവൻ വന്ന് ക്ലാസ് എടുത്തപ്പോൾ തലേ ദിവസം കർത്താവ് പറഞ്ഞിട്ട് പോയി, ദൈവം പറഞ്ഞ് തിന്നുന്ന ആളും മരിക്കും. അപ്പോൾ ഓക്കെ ആയി. പക്ഷെ പിറ്റേ ദിവസം അവരെന്ത് ചെയ്തു? രാവിലെ ഈ സാത്താൻ അല്ലെങ്കിൽ പുതിയ എക്സ്പെക്ടോട് ചെന്നിട്ട് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ തിന്നരുതെന്ന് നോക്കണം. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആദാമില്ല. നമുക്കറിയാം, അവ്വ ഒരു സ്ത്രീയാണെന്ന് ഏതായാലും സ്ത്രീകളെ കുഴപ്പിക്കാൻ പെട്ടെന്ന് സാധിക്കും. ഏതോ ഒരു 100 ഒരു സ്ത്രീയൊക്കെ നല്ല കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് വരുന്നെങ്കിലും ആവറേജ് സ്ത്രീകളെ സംബന്ധിച്ച് അവർ പെട്ടെന്ന് അത്രയേ ഉള്ളൂ അവരുടെ കപ്പാസിറ്റി. ഞാനവരെ കുറച്ച് കാണുകയല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അതിൻ്റെ ക്രിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിന് ചിലർ നല്ല ഡെവലപ്പായി വരുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കൺഫ്യൂഷനായി കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആൻസർ അറിയത്തില്ലല്ലോ, എങ്കിലും വീണ്ടെടുത്തൊരു ഉരുളാൻ നോക്കി. അപ്പോൾ അതാവനെ പിടിക്കട്ടെ, അത് പിടിച്ചില്ല. ഇവിടെയാണ് പലരുടെയും പരാജയം. അപ്പോൾ അവൾ ഒന്ന് കൺഫ്യൂഷനായി. അവിടെ എന്താ പറഞ്ഞത്? ഈ തിന്നരുത്, തുടരുത്. നോക്കണം, ആ വെപ്രാള സ്ത്രീകൾ പറഞ്ഞു തിന്നരുത്. അപ്പോൾ ഈ തുടരുന്നുള്ളത് ആരുടെയാണ്? തുടരും ദൈവം പറഞ്ഞില്ലല്ലോ, തിന്നരുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടരുന്നുള്ള എക്സ്ട്രാ വാക്ക് വന്ന് ഇവിടുന്നാണ്, ഇവൻ്റെയാണ്.
ഇവനുമായുള്ള ആ കോൺവെർസേഷനിലെ ഔവ പതുക്കെ അങ്ങോട്ട് ചാറ്റിപ്പോയി. ആ സംസാരത്തിൻ്റെ ശൈലിയിൽ, കൗശലവാക്കിൽ, തന്ത്രങ്ങളിൽ മനസ്സിൻ്റെ ഏകാഗ്രത. അപ്പോഴാണ് പെട്ടെന്ന് തുടരുന്നത്. ഈ ആവശ്യമില്ലാത്ത സംഭാഷണം ദൈവം പറയുന്നതാ, നിങ്ങളുടെ വാക്ക് ഉവ്വ് അല്ലെങ്കിൽ ഇല്ല, അതിലധികം വരുന്ന ആരുന്നാണ് ദുഷ്ടൻ. അപ്പോൾ ദുഷ്ടൻ്റെ ആത്മാവ് ഇവരിന് സ്വാധീനിക്കാൻ തുടങ്ങി. അപ്പോൾ സാത്താൻ മനസ്സിലായി ഏതാ ശരി. അവർ ആ ക്ലാസ്സിൽ ഇപ്പം സാത്താൻ എന്ത് ചെയ്തു, ഈ ഇൻസ്ട്രക്ടർ കുറച്ച് കാര്യം പറയും, ഇല്ല പിന്നെ നാളെ ഇങ്ങനെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാണ്. ദൈവം തന്നെ പറഞ്ഞ് നിങ്ങൾക്കൊരു ദിവസം കണ്ണുകൾ തുറക്കും, നിങ്ങൾ ഭേദാഭേദങ്ങൾ തിരിച്ചറിയും. അതാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്ന വാക്യം ഈ മനുഷ്യന് വേണ്ടി നേരത്തെ ദൈവം പ്ലാൻ ചെയ്തായിരുന്നു. വായിച്ച് എഫേസ്യർ 1:17. നോക്കണം, ദൈവത്തെ കുറിച്ച് നമ്മൾ അറിയണം. ആരാണ് ദൈവം? അടുത്തത് ആ ദൈവത്തെ അറിയുവാനും ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് അറിയാനുള്ള ജ്ഞാനം, തെളിവ്, ബുദ്ധി, വെളിപ്പെടുത്തൽ, ഇതെല്ലാം നമുക്ക് കിട്ടണം. അടുത്തത് രണ്ടാമത്, എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്തിനാണ് നിങ്ങൾ തോട്ടത്തിൽ വെച്ചത്? ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് അറിയത്തില്ലല്ലോ. ഒരു ക്ലാസ്സിൽ നമ്മൾക്കറിയാം, പണ്ട് കാലത്ത് പറയും ഒന്നിൽ ABC, അവിടെ പിന്നീട് എത്ര വർഷം കഴിഞ്ഞാണ് ഒരു IAS കളക്ടറായിട്ട് മാറുന്നത്. അപ്പൊ ഈ കാലങ്ങൾ കൊണ്ടാണ് മനുഷ്യ അറിവിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ്സിൽ രണ്ടാമത്തവൻ വന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇവർക്ക് സ്വാഭാവികമായിട്ടൊരു കിടപ്പാടില്ലേ. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യണം. വൈകുന്നേരം ആര് വരും? വീണ്ടും ദൈവം വരും. അപ്പോൾ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ഇങ്ങനെ ആ ടീച്ചർ ഇങ്ങനെയാണോ പഠിപ്പിച്ചത്? അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ദൈവം മറുപടി പറയും. അപ്പോൾ അവർക്ക് ഓക്കെ, ഇത് കറക്റ്റാണ്, ദൈവത്തിൻ്റെ ആൻസർ കറക്റ്റാണ്. പിറ്റേ ദിവസവും വരും രാവിലെ, അവൻ അതിന് ഇതിലായിട്ട് ഓപ്പോസിറ്റ് ക്ലാസ് കൊടുക്കും. അപ്പോൾ മനുഷ്യനൊരു കൺഫ്യൂഷനായി. ഇങ്ങനെ കാലങ്ങൾ കൊണ്ട് ഈ രണ്ട്, അതായത് ഗുണവും ദോഷവും, ഇപ്പം അതുപോലെ കേരളത്തിലെ ജനങ്ങൾ ഇത്രയും പ്രാപ്തരായ കാരണം രണ്ട് ഗവൺമെൻറ് മാറി മാറി വരുന്നുകൊണ്ടാണ്. ഒന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും. കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടിലുള്ള രണ്ട് പാർട്ടികൾ ഭരിക്കുന്നതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടെ ബോധവാന്മാരായി തീരുന്നുണ്ട്, അവർ അറിവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് ഇങ്ങനെ തുടർന്ന് പോയി വരുമ്പോഴേ ഒരു നിശ്ചിത സമയം, നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയം വരെയും ഈ നന്മയും തിന്മയും രണ്ടും കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ തിരിച്ചറിഞ്ഞ് അവരൊരു മച്യൂരിറ്റിയിൽ എത്തുകയാണ്. ആ മച്യൂരിറ്റിയിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ ഭൗമിക ജീവിതം, സെക്സ്വൽ ലൈഫ്, ഇതിനെക്കുറിച്ചുള്ള ഒരു നിശ്ചയ ബോധ്യമുണ്ടാകും. ആ അറിവോടുകൂടി, ജ്ഞാനത്തോടുകൂടി അവർ സന്തതികളെ പിറപ്പിക്കാൻ ദൈവം അനുവാദം കൊടുത്തിരുന്നു. അങ്ങനെ ഒരു വിശുദ്ധ സന്തതിയാണ് ഏദൻ തോട്ടത്തിൽ അതിന് സമയം വരുമ്പോൾ അവർ പെറ്റ് പെരുകിയിരുന്നെങ്കിൽ ഈ ദുഷ്ടലോകം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാകത്തില്ല. സാത്താൻ അവിടെ നിന്ന് തോറ്റുപോകും. പക്ഷെ അവരെന്ത് ചെയ്തു നോക്കണം. ദൈവം വളരെ കാലങ്ങൾ കൊണ്ട് മനുഷ്യനെ ആ രീതിയിലാക്കിയെടുക്കാൻ ഒരു നിശ്ചിത സമയം വരെ വെച്ചിരുന്നു. ഒരു കോഴ്സിന് സമയം എടുക്കട്ടെ. ഒരു ഡിഗ്രി കോഴ്സ് പഠിക്കുന്ന 3 വർഷമാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് ഒഴിവാകുന്നു. അപ്പോൾ ആ കാലങ്ങൾ തട്ടിക്കൊണ്ട് സാത്താൻ പെട്ടെന്ന് എളുപ്പവഴി, ഇതിരുന്ന ആളുകൾ തിന്നാൽ മതി, നിങ്ങൾ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാണ്. അപ്പം മനുഷ്യന് നീതിയും ന്യായവും സത്യമായിട്ടുള്ളതായ ദൈവത്തോടുള്ള പാർട്ട്ണർഷിപ്പ്, അതാണ് നഷ്ടപ്പെട്ടത്. ദൈവവും മനുഷ്യനുമായുള്ള പാർട്ട്ണർഷിപ്പിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ? അവനെ തൻ്റെ സിംഹാസനത്തിൽ ഇരുത്തണം. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ മനുഷ്യനെ കൊണ്ട് ചെയ്തെടുക്കണം എന്നാലും ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിൽ 21 വായിക്കുമ്പോൾ, ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ പറഞ്ഞു നൽകും. വായിച്ച വാക്യം, അവർ ജയിക്കണം. തോറ്റവരെയൊക്കെ അറിയാമല്ലോ. ഈ കോളേജിൽ പോകുന്ന സമയത്ത് പഠിക്കാതെ, സ്കൂളിൽ പോയി പഠിക്കാതെ, ഗ്രാമർ ഇംഗ്ലീഷൊക്കെ പഠിക്കാത്ത ചില നേതാക്കന്മാരും മന്ത്രിമാരും യൂട്യൂബിൽ കിടന്നിട്ട് അലക്കുന്നുണ്ട്. എന്താ കാരണം? ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് ചുളിവിൽ കൂടെ സമ്പാദിച്ചെടുക്കും. പക്ഷേ സമക്ഷത്തിറങ്ങി കാര്യം ചെയ്യാൻ അറിയത്തില്ല. അതാണ് പറ്റിപ്പോകുന്നത്. അത് എളുപ്പവഴിയിൽ കൂടെയുള്ള പോകുന്നവർക്കെല്ലാം പറ്റുന്നത് അവർ സ്ഥാനത്ത് വരുമ്പോൾ അവരെ കൊണ്ട് അത് മാനേജ് ചെയ്യാൻ സാധിക്കാതെ. നമ്മളെ സഭകളൊക്കെ എങ്ങനെ ഉണ്ട്?
അതിന് പ്രാപ്തരല്ലാത്ത മദറോ പാസ്റ്ററോ ഒക്കെ ഓരോ സ്ഥാനത്ത് ഇരുന്നാൽ കാണിക്കുന്ന കോപ്രാഞ്ചൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇതതിൻ്റെ കാരണം. അവരെന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആളില്ലാതെയൊക്കെ ആക്കി വെക്കുമ്പോഴേ പല അപകടം ഉണ്ടാകുന്നു. ദൈവം ഒരിക്കലും മച്ചൂറായി അതിൻ്റെ തികവലാക്കിയതിന് ശേഷമാണ്, അതാണ് തികഞ്ഞവനെ പുരോഹിതനാകുന്നത്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും. അപ്പോൾ അനുസരണം പഠിച്ച് തികയണം. അപ്പോൾ ഈ അനുസരണം പഠിക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചതായ കോഴ്സിൽ അവർ ആദ്യം പരാജയപ്പെട്ടു. കാരണം എളുപ്പത്തിൽ കൂടെ അവൻ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകണം. അവൻ ആദ്യം തന്നെ പാതാളത്തോടും മരണത്തോടും ഉടമ്പടി ചെയ്ത് ഏതും തോട്ടത്തിലാണ്. സത്യദൈവത്തെ ഒരു തള്ളി. പകരം സാത്താനോട് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തോട് അവൻ ഉടമ്പടി ചെയ്യുന്നു. അപ്പോൾ മരണത്തോടും പാതാളത്തോടും സഖ്യം ചെയ്തത് ഏതും തോട്ടത്തിലാണ്. പക്ഷെ ആ മനുഷ്യനെ ദൈവം കൈവിട്ടില്ല. അവനെ വീണ്ടും ഉദ്ധരിക്കുവാൻ വേണ്ടി ദൈവം തന്നെ നോക്കണം. ഈ മനുഷ്യനെ തോട്ടത്തിൽ ദൈവം വന്നതുപോലെ തോട്ടത്തിന് പുറത്താക്കപ്പെട്ട മനുഷ്യനെ നേടാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് ദൈവം തന്നെ എന്ത് ചെയ്തു? മാനിഫെസ്റ്റ് വെളിപ്പെട്ടു, ഫ്ലഷ് മനുഷ്യനായിട്ട് അവതരിച്ചു. അതൊരു ഇൻകാർണേഷൻ അല്ല, ജഡത്തിൽ വെളിപ്പെട്ട് എന്നുള്ളതല്ല, അവതരിച്ചു. മനുഷ്യനായി ദൈവം അവതരിച്ചു. നോക്കണം, ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ ദൈവം എന്ത് ചെയ്തു? മനുഷ്യന്റെ കൂടെ നടന്ന് ദൈവത്തെക്കുറിച്ച് വീണ്ടും ഏതെൻ തോട്ടത്തിൽ പഠിപ്പിച്ചതുപോലെ കാര്യങ്ങൾ പഠിപ്പിച്ച് മനുഷ്യനെ ബോധവാന്മാരാക്കി. അപ്പോൾ അവർ മനസ്സിലാക്കി വഞ്ചിക്കപ്പെട്ടു, ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോയി. അത് മനസ്സിലാക്കി മനം തിരിഞ്ഞ് വന്നവര് വീണ്ടും ലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് മാനസാന്തരം പറയും. അതാണ് ദൈവരാജ്യം. അപ്പോൾ ആ ദൈവരാജ്യം പറഞ്ഞ് ഏതെൻ തോട്ടം പോലെ വീണ്ടും നമ്മളെ ദൈവരാജ്യത്തിലേക്ക് ആക്കാൻ നമ്മുടെ പാർട്ട്ണർഷിപ്പുകൾ മാറ്റി. പണ്ട് ഞാൻ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചെറിയ ക്ലിപ്പ് കണ്ടു. അതൊരു യന്ത്ര മനുഷ്യൻ്റെ കാര്യം കുറിച്ചായിരുന്നു. അപ്പോൾ യന്ത്ര മനുഷ്യനെ കണ്ടുപിടിച്ചതായ ആ പ്രൊഫസർ അല്ലെങ്കിൽ ആ പറഞ്ഞ ആ സയൻറ്റിസ്റ്റ് നല്ല ഒരു പച്ച ചിപ്പ്, അതിൻ്റെ കളർ പച്ചയാണ്, ആ പച്ച ചിപ്പ് ഈ റോബോട്ടിൻ്റെ ഇതിട്ട് കൊടുത്തു, നമ്മുടെ മൊബൈൽ ഫോണിലെ ചിപ്പ് പോലെ. അപ്പോൾ ഈ പ്രൊഫസർ അല്ലെങ്കിൽ ഈ പറഞ്ഞ സയൻറ്റിസ്റ്റ് പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവൻ ചെയ്തുകൊണ്ടിരുന്നു, കൃത്യതയോടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് വേറൊരു രാജ്യത്ത് ഒരു സ്പൈസസ് വന്ന ഒരു ചാരൻ വന്ന് ഈ റോബോട്ടിനെ തട്ടിയെടുത്തുകൊണ്ട് പോയി. എന്നിട്ട് അയാൾ ആദ്യം ചെയ്തത് തൻ്റെ കമ്പ്യൂട്ടറിൽ ആ ഉണ്ടായിരുന്ന ചിപ്പൊക്കെ മാറ്റിക്കളഞ്ഞു. പിന്നെ റെഡ് ചിപ്പ് ഇട്ട് കൊടുത്തു. ഈ ഗ്രീൻ ചിപ്പിന് പകരം റെഡ് ചിപ്പ് ഇട്ട് കൊടുത്തു. അന്ന് മുതൽ ഇത് വയലൻ്റായി മനുഷ്യൻ ആക്രമിക്കാൻ തുടങ്ങും. അവസാനം ഒറിജിനൽ സയൻറ്റിസ്റ്റിനെ വരുമ്പോൾ അയാളെ കൊല്ലാനാണ് തുടങ്ങുന്നത്. കാരണം റോബോട്ടിൻ്റെ കുഴപ്പമല്ലല്ലോ, അകത്തത്തെ ചിപ്പ് മാറിപ്പോയി. സോഫ്റ്റ്വെയർ, നമ്മൾ പറയുന്ന സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഞാൻ അറിയാതെ കോപിച്ചു പോകാമെന്ന് പറയുന്നതാണ്. അപ്പോൾ കോപത്തിൻ്റെ സോഫ്റ്റ്വെയർ അകത്ത് കിടപ്പുണ്ട്. എനിക്ക് ജഡത്തിൻ്റെ ജയമില്ല. അപ്പോൾ നമ്മളറിയാതെ ഒരു ചിപ്പ് ജഡത്തിന് കിടക്കുന്നുണ്ടാണ്. ഇതിനാണ് നമ്മൾ മാറ്റിയെടുക്കണം. വീണ്ടും നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കണം. അതാണ് മാനസാന്തരം പറയുന്നത്. ആ മനസ്സ് മാറാതെ നമ്മളിപ്പോൾ വെള്ളം ഇട്ടുകൊണ്ടോ ഷേവ് ചെയ്തുകൊണ്ടോ പെന്തക്കോസ്ത് ചേർന്നുകൊണ്ടോ ഒന്നും കാര്യമാണ്. അതാണ് ദൈവരാജ്യത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, മാനസാന്തരം. അപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, തിരിഞ്ഞുകൊണ്ടുവിൻ, കമ്പാക്ക്, വീണ്ടും ആരിലേക്ക് വരണം? ആ തോട്ടത്തിലേക്ക്. അതാണ് ഒന്നാമത് പറയുന്നത്, പർദീസയിലെ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം തരും. അപ്പോൾ അതിനുശേഷം നമ്മൾ പെന്തക്കോസ്ത് വന്നിട്ട് ഒരു മതമായിട്ട് പോവുകയല്ല, അവിടെയും വളരണം, ആ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഈ ചിപ്പ് നമ്മുടെ ഹൃദയത്തിലാക്കിയതിന് ശേഷം വായിച്ച് എഫേസ്യ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും. അപ്പോൾ നമ്മൾ ചിപ്പ് മാറ്റി. നേരത്തെ ഈ ലോകത്തിലെ ജ്ഞാനവും ഈ ലോകത്തിലെ ഗാർഹ്യതകളെ അനുസരിച്ച് ജീവിച്ചതാവും മാനസാന്തരത്തോടു കൂടി നമ്മുടെ അകത്ത് യേശു ക്രിസ്തു എന്ന ചിപ്പിന് ഇടം കൊടുത്തു. അപ്പൊ ഇനിമേൽ നമ്മൾ വേറെ റൂട്ടിലേക്കാണ് നടക്കുന്നത്. വായിക്കാം. നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവും ഇതിപ്പോ ഒരു അനുഭവത്തിലല്ല. അതിനാണ് നമ്മളെ ഈ രക്ഷയുടെ അനുഭവം പ്രാപിച്ചതിന് ശേഷം നല്ലൊരു കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുവരും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടികൾ ഏറ്റവും നല്ല സ്കൂൾ കോളേജ് അന്വേഷിച്ച് പോകുന്നത്? മാർക്ക് കുറവാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഏറ്റവും നല്ല സ്കൂളിൽ, സെന്റ് തോമസിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല സ്കൂളിൽ കിട്ടാൻ ആഗ്രഹിക്കുന്നൊരു കാരണം എന്താ?
അതിൻ്റെ ആ ഡിസിപ്ലിൻ, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ കഠിനമാണെങ്കിൽ പോലും ഞങ്ങളുടെ കുട്ടികൾ നന്നായി വളരണം. ഇത് തന്നെയാണ് ദൈവം ചെയ്തത്. വീണ്ടും ആ കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഫെലോഷിപ്പ്. ആ ഫെലോഷിപ്പിന് വേണ്ടി വലിയ IAS റാങ്കിലുള്ളവരല്ല തിരഞ്ഞെടുത്തത്. സാധാരണ ഫിഷർമാൻ അല്ലേ, ഒരു യോഗ്യത അവർക്കുണ്ടായിരുന്നില്ലല്ലോ. ചുമ്മാ തിരികെ കിടക്കുന്ന നമ്മളെപ്പോലെയുള്ള ഞങ്ങളെപ്പോലുള്ള വിളിച്ച പോലെ അവരെ വിളിച്ചു ചെയ്യും. പക്ഷേ ദൈവത്തിനറിയാം, ഇവരെ എൻ്റെ കൂടെ നടത്തിക്കൊണ്ട് വന്നാൽ കുറേ നാൾ എനിക്ക് അവരെ മാറ്റിയെടുക്കാൻ കഴിയും. ഇതന്നെയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. ഒരു പാസ്റ്റർമാരായാലും സെൻട്രൽ പാസ്റ്ററായാലും മദർമാരായാലും ഒരു വഴക്കാളിയെ കിട്ടിയാൽ അത് വഴക്കാളിയാണെന്ന് പറഞ്ഞ് കുറച്ചുകൂടെ അവരെ ശാസിച്ച് അകറ്റി ദൂരെ കളയുന്നതല്ല. അത് നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. പാസ്റ്റർമാരെ മദർമാരെ നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയില്ല. നിങ്ങൾ ഏതോ പ്രൊമോഷൻ കൂടെ അല്ലെങ്കിൽ ആരോ താല്പര്യത്തിന് അല്ലെങ്കിൽ ആളില്ലാതെ ആ സ്ഥാനത്ത് വന്നെന്നല്ലാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ റാങ്കിലെത്താൻ കഴിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ ചുമക്കാൻ കഴിയാത്തത്. അപ്പോൾ ഒരാൾ വിളിച്ച് പറയുന്നു അവൻ ആ ഉപദേശം വഴക്കാളിയാണ് അല്ലെങ്കിൽ ആ സൗകര്യം വഴക്കാളിയാണ്. ഉടനെ ഇവിടെ ഒന്ന് ആകെ അസ്വസ്ഥയായി. നോക്കണം, നമ്മളാരാ, പാസ്റ്ററാ അല്ലെ മദറാ, പക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ആ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അവരുടെ കുറ്റമല്ല, നമുക്കതിനുള്ള റേഞ്ച് ഇല്ല, നമ്മൾ വളർന്നിട്ടില്ല. പിന്നെ പോസ്റ്റ് മാത്രമാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ശല്യം. മന്ത്രിമാരാണെങ്കിലും ശരി, പാസ്റ്റർമാരായാലും മദർമാരായാലും സെൻട്രൽ പാസ്റ്റർമാരായാലും ശരി, ഈ നോളേജിലേക്ക് വളരാതെ ഒരു സ്ഥാനത്ത് പിടിച്ചിരുത്തിയാൽ അവർ ഈ മാർഗത്തിന് തന്നെ നാശമായി തീരും, തടസ്സമായി തീരും. കഴിഞ്ഞ ചില ഭരണത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ദൈവം തികഞ്ഞവനെ പുരോഹിതരാക്കി തീർക്കുന്നത്. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? തനിക്ക് ബോധിച്ചവനെ ആക്കി തീർക്കുന്നു. അതിന് ദൈവം ചില പദ്ധതികളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. നോക്കണം, അത് നാം എല്ലാവരും വിശ്വാസത്തിൽ ദൈവത്തിന് എഫെസ്യ ലേഖനം 4-11 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അത് വായിച്ചിരി. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ 50 ഉദ്യോഗസ്ഥന്മാരോട് നിയമിച്ചിരിക്കും. എന്തിനാ? ഈ വരുന്ന രക്ഷിക്കപ്പെട്ട് വരുന്ന വിശ്വാസികൾ ഓരോ പെന്തിക്കോസ്ത് സഭയുടെ ബോർഡും വെച്ച് IPC ചർച്ച കൂടി TPM എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പാസ്റ്റർമാരെ വാഴിക്കാനും കുറെ ചീപ്പ് അല്ലെങ്കിൽ നേതാക്കന്മാരെ ഒഴിവാക്കാനും കുറെ പ്രസ്ഥാനം വളർത്തുക എന്നുള്ളതല്ല ദൈവത്തിന്റെ പദ്ധതി. അത് ഈ നേതാക്കന്മാർ പലരും ചെയ്യുന്ന പണിയാണ്. അത് ദൈവം പ്രസാദിക്കുന്നത്. പകരം 12 വാക്യം വായിക്കുമ്പോൾ അത് നാം എല്ലാവരും വായിച്ചു. അതിനാണ് വളരേണ്ടത്. ഓരോ വിശ്വാസിയും വേലക്കാരനും ഈ മാർഗത്തിൽ വന്നതിന് ശേഷം വിശ്വാസത്തിൽ വളരണം. ക്രിസ്തുവിന്റെ വിശ്വാസം, 2 ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. ഈ അനുഭവത്തിൽ വളരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കൂട്ടായ്മയുടെ ബന്ധത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ എത്ര പേര് അത് പ്രാപിച്ചിട്ടുണ്ട്? എത്ര വേലക്കാർക്ക് സാധിച്ചിട്ടുണ്ട്? അത് പിന്നിലെ വിശ്വാസികളുടെ കാര്യം. അത് സാധിക്കാത്തതുകൊണ്ടാണ് മറ്റുള്ളവരുടെ വാക്കുപോലും നിങ്ങൾക്ക് സഹിക്കാൻ ഒക്കുന്നില്ല. ഇനി ആരെങ്കിലും വന്നൊരു കള്ളം പറഞ്ഞാലും കൂടെ അത് വിശ്വസിക്കുന്ന ലീഡേഴ്സിന്റെ എന്താ കാരണം? അവരെ വളർന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാനത്തിരുന്നാൽ അവർ നിമിത്തം ഈ 4 നിമിത്തം ഭൂമിക്ക് സഹിക്കാൻ വേണ്ടി പറഞ്ഞ പോലെയാണ്. അങ്ങനെ പരിജ്ഞാനമില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും പാസ്റ്റർമാരും മദർമാരും ഓരോ സഭയുടെ സ്ഥാനത്തിരുന്നാൽ അവർ നിമിത്തം സഹിക്കാൻ വയ്യാതായിത്തീരും. അത് സത്യമാണ്. അതിനാരുടെ കഴുത്തിന് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിനുള്ള വഴി എന്താ? വീണ്ടും നമ്മൾ താഴ്മയോടെ പഠിക്കുക. ആരോട്? എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ അല്ലേ? 14 വായിക്കുമ്പോൾ ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ. വായിക്കാം. ഈ സൗമ്യത എന്ന് പറഞ്ഞാൽ ഒരുത്തം ചീത്ത വിളിച്ചാൽ മിണ്ടാ പോകുന്നുള്ളല്ല എൻ്റെ അർത്ഥം. ചില കർത്താവ് എന്തിനും മിണ്ടരുത്, പ്രതികരിക്കരുത്. അയ്യോ, അത് കർത്താവിൻ്റെ സ്വഭാവമല്ല. ചാർട്ടി എടുക്കേണ്ട സ്ഥലത്ത് ചാർട്ടി എടുത്തു. ഇത് തിരിച്ചറിയണം. അല്ലാതെ യേശുക്രിസ്തു സൗമ്യനാന്ന് പറഞ്ഞ് ഞാനും ഉണ്ടായിരുന്ന പണ്ട് ഞാൻ പാമ്പിൻ്റെ അത് പറഞ്ഞു കൊണ്ടിരിക്കും. നാട്ടുകാലം കൂടെ അവർ തല്ലി പാസ്സാക്കും. അത് നമ്മൾ വടിയല്ല എടുക്കുന്നത്. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡിയങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസനെ ശക്തിയുള്ളതാക്കണം. അതിന് ഞങ്ങളെപ്പോലെയുള്ള നേതാക്കന്മാർ എന്ത് ചെയ്യും? ജനങ്ങളെ ചിലരെ അയ്യോ വിടിപ്പോരും, ദൈവത്തിന് ശാപം വരും, കോപം വരും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന പാർട്ടികളും. അത് അവർക്ക് ഇങ്ങനെ ജ്ഞാനത്തോടെ നടത്താൻ കഴിവില്ലാത്തതുകൊണ്ടാണ്. ഒരു കുട്ടി ഒരു സ്കൂളിൽ വെച്ച് ഒരു അധ്യാപകനോട് ചോദ്യം ചോദിച്ചാൽ അഹങ്കാരി ഇരവിടെ എന്ന് പറഞ്ഞാൽ ആ വാദ്യാർ കപ്പാസിറ്റി ഇരുന്നതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരാൾ ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ പോലെ അതിന് പ്രാപ്തിയില്ല, അത് സമ്മതിക്കത്തുമില്ലല്ലോ. പിന്നെ ആ പറയുന്നതിന് കഴുത്തെടുക്കുക, തല തല്ലിപ്പൊട്ടിക്കുക. ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ അറിവില്ലാത്ത മനുഷ്യരുടെ വിവരക്കേട്, പരിജ്ഞാനമില്ലായ്മ. അതാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. സാമ്പത്തിക പ്രശ്നം മാത്രമല്ല,
ഏറ്റവും വലിയ പ്രശ്നം വിവരമില്ലായ്മയാണ്, അറിവില്ലായ്മ ഈ ജനം. അതാണ് ക്രിസ്തു നമുക്ക് ഈ അറിവും ജ്ഞാനവും. അപ്പൊ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പോൾ ഞാൻ സൗമ്യത ഉണ്ടായിരിക്കുന്നുള്ളതല്ല. ചിലർക്ക് പ്രതികരിക്കുന്നിടത്ത് പ്രതികരിക്കണം. അത് കൈകാലം എടുത്തിട്ടല്ല, വാക്കുകൾ കൊണ്ട് പ്രതികരിക്കണം. യേശു ക്രിസ്തു വാക്കുകൾ കൊണ്ട് പ്രതികരിച്ചില്ലേ? യേശുവിനോട് ചോദ്യം ചോദിച്ചപ്പോൾ യേശു തിരിച്ചു ചോദിച്ചില്ലേ? ഞാനും ചോദിക്കാം, യോഹന്നാന്റെ സ്നാനം സ്വർഗ്ഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ? മിണ്ടിയില്ലല്ലോ. അല്ലാതെ മിണ്ടാതെ പാവങ്ങളെ പോലെ പോകുന്നതിന് ഒരുത്തിനും ആയുസ് ചെയ്യത്തില്ല. അവർ പ്രതിരോധമുള്ള ശക്തിയോട് നഷ്ടപ്പെട്ടു പോകും. അയ്യോ, കർത്താവ് പറഞ്ഞിട്ടുണ്ട് മിണ്ടരുത്. കർത്താവൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളെപ്പോലെ ചില പാസ്റ്റർമാരും ചില മന്ത്രിമാരും പോലീസുകാരും വേണം പീഡിപ്പിക്കും. പക്ഷേ കർത്താവെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കർത്താവിനെ കുറിച്ച് നന്നായിട്ട് അറിയണം. നമ്മൾ ഞങ്ങളെപ്പോലെ ചില പുള്ളികൾ എഴുന്നേറ്റ് ആഴ്ച പ്രസംഗിച്ച് മനുഷ്യനെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പരിപാടികളല്ല. നിങ്ങൾ വേദപുസ്തകം പഠിക്കണം, യേശുക്രിസ്തുവിനെ പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രതിരോധ ശക്തി നിൽക്കുന്നത്. ഞാൻ ഈ പോരാടിയതൊക്കെ സാധാരണക്കാരോടല്ല, ഈ മിഷനിലുള്ള വലിയ ഗ്രേഡുകൂടി പുള്ളികളുമായിട്ടാണ് സംവാദം നടന്നിട്ടുള്ളത്. അടിയമ്പോഴൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് തെറ്റല്ല. നാളെ എന്നിലും ചില പോരായ്മകൾ കണ്ടാൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറയാം, ആദ്യ സൗമ്യതയോട് പറയാം. അനുസരിച്ചില്ലെങ്കിൽ പിന്നെ സഭയായിട്ട് ചോദിക്കാം, തെറ്റൊന്നുമില്ല. അപ്പോൾ തിരുത്തപ്പെടും. ഇതങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രാവശ്യം നോക്കിയ പാർട്ടികളെല്ലാം കൂടി നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിക്കും. ഇതുവരെ ചോദിക്കാൻ അനുവാദമില്ലാത്ത ഇപ്പോൾ തോറ്റ് തുന്നം പാടിയപ്പോൾ നിങ്ങൾക്ക് എന്തും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവർ നിറം പിന്നെയും മാറി. അപ്പം അങ്ങനെ ആകരുത്. ദൈവമക്കളായ നാം അറിവിൽ വളരണം. അത് നാം എല്ലാവരും വിശ്വാസത്തിൽ വായിച്ചേ. എഫേസ്യർ 4:12 മുതൽ. എഫേസ്യർ 4:12. ഐക്യത, അതാണ് പെന്തിക്കോസ്റ്റിന്റെ ഐക്യം എന്ന് പറഞ്ഞത്. ഒരു സ്റ്റേജ് കെട്ടി IPC-കാരും ചർച്ചോക്കോടുകാരും DPM-കാരെല്ലാം കൂടി ഒന്നിച്ചൊരു സഭയിലെ പാസ്റ്റർമാർ എന്നിട്ട് ഞങ്ങൾ ഐക്യത കാണിക്കുന്ന ആ വിഡ്ഢിത്തരം അല്ല ഇത്. നിങ്ങൾ ഒരേ ഉപദേശത്തിന് സത്യത്തിൽ, അപ്പോൾ ഉപദേശകാരൻ തിരിച്ചറിയണം. ശരി, ഒരാളുടെ ഉപദേശം തെറ്റാണെന്ന് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ മറ്റു പെന്തിക്കോസ്റ്റുകാർ പറയാറുണ്ട്, അധ്യക്ഷൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം, മക്കളെ നന്നായി. അതൊക്കെ കുറേ സിലബസ് ഉണ്ടല്ലോ അതിനകത്ത്, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം തുല്യമായി പാലിക്കുന്നവരായിരിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് തന്നെ എത്ര പേര് പാലിക്കുന്നുണ്ട്? മക്കളുള്ളവരായിരിക്കണം. മക്കളെന്ന് പറഞ്ഞാൽ ഒന്നല്ല, ഒന്നിൽ കൂടുതലുണ്ടായിരിക്കണം. അപ്പോൾ ഒന്നിൽ കൂടുതൽ മക്കളില്ലാത്തവർക്ക് ഒരു പാസ്റ്റർ ആകാൻ യോഗ്യതയില്ലെന്നല്ല എൻ്റെ അർത്ഥം. ബാക്കി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതാണ് ശരിയെന്ന് മറ്റ് പെന്തിക്കോസ്റ്റുകാർ വ്യാഖ്യാനിച്ചാൽ അതാണോ ശരി? അല്ലല്ലോ. എങ്ങനെ അറിയാം? ഇത് ഏത് കാലത്തിലാണ് ഈ തീമോത്തിയോസിനും അധ്യക്ഷൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്നുള്ള ഉപദേശം വെളിപ്പെട്ടത്? നിങ്ങൾ ആ ഭാഗം വായിച്ച്, ഇപ്പോഴല്ല, വീട്ടിൽ പോയി വായിച്ചു നോക്കി. ഒന്ന് തീമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിലാണ്. തീമോത്തിയോസ് എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ കാലത്തിന്റെ അവസാനത്തിലാണ് തീമോത്തിയോസ് അധ്യക്ഷനായിട്ട് വരുന്നത്. എഫെസസ് സഭയുടെ സെൻട്രൽ പാസ്റ്ററായിട്ട് ഇവിടെ പറയാം. അങ്ങനെ വരുന്ന സമയത്തിൽ ആ സെൻട്രലിന്റെ ചുമതലയിൽ ഇരിക്കുമ്പോൾ സഭയിൽ വേലക്കാരില്ല, വേലക്കാർ കുറവാണ്, പക്ഷേ സഭകൾ പെരുകുന്നുണ്ട്. അപ്പോൾ പൗലോസിനെ പോലെയും തീമോത്തിയോസിനെ പോലെയും പ്രതിഷ്ഠിക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട വേലക്കാർ കുറവായിരിക്കുന്നു. അപ്പോൾ ഒരു നിർദ്ദേശം പൗലോസ് കൊടുക്കുന്നത് കർത്താവ് പറഞ്ഞല്ല, പൗലോസാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന രീതിയിൽ നിങ്ങൾ അധ്യക്ഷന്മാരെ വെക്കണം. അത് ആ പ്രാദേശിക സഭയുടെ ചുമതലയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പണ്ട് പള്ളികളിലൊക്കെ അച്ഛന്മാരും ഉപദേശിമാരും ഉണ്ടായിരുന്നു. ഉപദേശിമാർ ആ പ്രാദേശിക സഭയുടെ അച്ഛൻ പല സഭകളിൽ പോകും. അപ്പോൾ അതാണ് നിയമം. തീത്തോസിന് പറയുന്നത് എന്താ? കിരേത്താധിപൻ നിന്നെ വിട്ടേച്ച് പോകുന്നതിന്റെ കാരണം ശേഷിച്ച കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഇത് പൗലോസിന്റെ നിർദ്ദേശപ്രകാരം പിന്നീട് സഭ പെരുകിയപ്പോൾ അധ്യക്ഷന്മാരെ വിശ്വാസികൾ കൊള്ളാവുന്നതിനെ പിടിച്ച് സഭാധ്യക്ഷൻ വെക്കും. പക്ഷെ അപ്പോസ്തലന്റെ യോഗ്യത അല്ലെ ശുശ്രൂഷയുടെ യോഗ്യത കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് പലരും വ്യാഖ്യാനിക്കുന്നില്ലല്ലോ. എന്നിട്ട് DPM-കാരുടെ ഉപദേശം തെറ്റാണ്, കൾട്ടാന്ന് പറഞ്ഞ ചുമ്മാ കടന്ന് കത്തുന്നു. ഇപ്പം എല്ലാവരും ഒന്നും പറയാറില്ല, വിവരമുള്ള പെന്തിക്കോസ്റ്റുകാരും പറയാറില്ല. അപ്പോൾ അവരെന്ത് പറയും? ഈ ഇവരുടെ ഉപദേശം കൾട്ടാണ്, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടൊക്കെ, ഇപ്പം പറയും കുറച്ച് പേരേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ നോക്കി, യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? ലൂക്കോസിന് ശേഷം 14-ാം അധ്യായത്തിൽ എന്നെ പിൻപറ്റണമെങ്കിൽ നിങ്ങൾക്കുള്ള യോഗ്യത എന്തായിരിക്കണം? വായിച്ച് 14:23. വായിക്കാം. 26 ലൂക്കോസിന് ശേഷം 14:26. സ്വന്തം ജീവനെയും കൂടി പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന്
കഴിയുകയില്ല. ഇതാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ കല്യാണം കഴിച്ച് കുടുംബജീവിതത്തോടുകൂടി വേണം എൻ്റെ വേലയ്ക്ക് വരാൻ. യേശു പറഞ്ഞിട്ടില്ല. യേശു സ്ഥാപിച്ച അപ്പോസ്തലന്മാരുടെ റേഞ്ച് ഇതാണ്. രണ്ടാമത് അങ്ങനെ തന്നെ തനിക്കുള്ളതൊക്കെ 33 വായിച്ചേ. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെ വിട്ടു പിരിയുന്നില്ല എങ്കിൽ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ലെന്നാണ് യേശു തീർത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരെല്ലാം വിട്ടുവന്നത്. അപ്പൊ ചിലർ ആദ്യത്തെ 12 അപ്പോസ്തലന്മാരുണ്ടെന്ന് പറയും. അല്ലല്ലോ. അപ്പോസ്തലന്മാരുടെ 14-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ ആ 12-ന് ശേഷം പിന്നെ 2 അപ്പോസ്തലന്മാരുടെ പേരവിടെ കാണുന്നുണ്ട്. അതാരാ? വായിച്ചേ. അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 14:14. നോക്കണം. അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും. അപ്പൊ 14ആയി. ഇതുപോലെ എത്ര അപ്പോസ്തലന്മാരും അതേ ഗ്രേഡിലല്ലേ ഞാൻ ഈ വെളിപ്പാട് പ്രാപിച്ചു വന്നിരിക്കുന്നത്. ഞാൻ ഈ വിശ്വാസികൾ ഒരുപാട് ബന്ധുക്കോസുകാരോട് എനിക്ക് കണക്ഷൻസ് ഉണ്ട്. ഇന്ത്യ ഒരു കോഴ്സിന് മാവേലിക്കലെ കല്ലുമലയിലെ കുഞ്ഞോൻ പാസ്റ്റർ ഞാനുമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിശ്വാസിയായിരുന്നു. അദ്ദേഹം എന്നോട് ആകെ നിർബന്ധിച്ചു. താൻ എന്നോട് പറഞ്ഞു, ചെറിയാൻകുട്ടി നമുക്ക് ഒന്നിച്ച് വേല ചെയ്യണം. എനിക്ക് 42 സഭയുണ്ട്. ഞാൻ GPM ഉപദേശം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാനും നല്ല അഭിഷേക കൃപാവരങ്ങളൊക്കെ ജ്വലിച്ചിരിക്കുന്ന സമയമാണ്. വിശ്വാസിയാണെങ്കിൽ ഞാൻ ഈ സഭയുടെ 2ാം സ്ഥാനത്തേക്ക് ചെറിയാകുഞ്ഞിനെ കൊണ്ടുവരും. വിശ്വാസിയായിരിക്കും തന്നെ പറഞ്ഞതാണ്. മാവേലിക്കരയിൽ ഒരു റബ്ബർ തോട്ടത്തിൽ ഒരു ബംഗ്ലാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ കാലത്ത് നിങ്ങൾ പ്രവർത്തിക്കാൻ ഒന്നിച്ച് പോകും. TPM-ല് സൺഡേ സ്കൂൾ ചുമതലയുണ്ട്. അപ്പോൾ തന്നെ ഈ പ്രവർത്തനത്തിന് ഞാൻ എല്ലായിടത്തും പോകും. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് ഈ അപ്പോസ്തല വേല ഇങ്ങനെയുള്ളൊരു വേലയാണല്ലോ, എല്ലാം വിട്ട് ഈ ഒരു പ്രതിഷ്ഠയുടെ വേലയാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. എൻ്റെ വെളിപ്പെടുത്തുക ഇവിടെ കറക്റ്റാണ്. അങ്ങനെ വിളി കിട്ടിയെങ്കിൽ ചെറിയാമെന്ന് അതിനൊരു പൊക്കവും താൻ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത് തന്നെയല്ല. അതിന് തലേ ആഴ്ചയിൽ ഞങ്ങളൊരു ചർച്ച ബോർഡിൻ്റെ ഒരു പ്രാർത്ഥന ഇരിക്കുമ്പോൾ ഒരു നല്ല പ്രവാചകൻ അതേ ഓരോരുത്തരുടെ തലയിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ നിന്ന് അലക്സിൻ്റെ തലയിൽ കൈവച്ചു. അവൻ പിന്നെ അഭിഷേകം പ്രാപിക്കാതെ ബ്രദർ മിഷനിലേക്ക് ബൈബിൾ കോളേജിലേക്ക് പോയി. അപ്പം ഇദ്ദേഹം പ്രവചിച്ചിങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. എൻ്റെ നേരെ വന്ന് പ്രവചിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു, കർത്താവേ അങ്ങനെ തോന്നി, ഇതേ ഒരു അപ്പോസ്തലൻ അല്ലെങ്കിൽ എൻ്റെ തല കൈവയ്ക്കരുത് കേട്ടോ എന്നെനിക്ക് തോന്നി. ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. അത് നമ്മുടെ എനിക്ക് തോന്നുന്നു മെഴുവേലി ഭാഗത്തുണ്ടായിരുന്ന വേറൊരു കുഞ്ഞോൻ പാസ്റ്ററാണ്. അത് വേറൊരു പേരുണ്ട് അദ്ദേഹത്തിന്. ഈ കല്ലുമല കുഞ്ഞോൻ പാസ്റ്ററുടെ തൊട്ടടുത്ത് നിന്ന് നന്നായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവാചകൻ അത് കുഞ്ഞുമാനാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ അപ്പോസ്തലൻ അല്ലെങ്കിൽ എൻ്റെ തല കൈവയ്ക്കരുത്. ഇങ്ങനെ തോന്നി അങ്ങനെ പ്രാർത്ഥിച്ചു. താൻ കൈകൊണ്ട് വന്ന സ്ഥാനം പെട്ടെന്ന് കൈ കൊണ്ട് പിൻവലിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നോട് പ്രവചിച്ചു, മകനെ നിന്നെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് നീ സകലതും വിട്ട് എൻ്റെ അപ്പോസ്തലന്മാരോട് ചേർന്ന് വേല ചെയ്യണം. താൻ തന്നെ പ്രവചിച്ചതാണ്. അപ്പോൾ പ്രവചനം കഴിഞ്ഞ് ഞാൻ കുഞ്ഞുവച്ചാൽ ഇത് ഏത് വേലയാണെന്ന് ചോദിച്ചു. അപ്പോൾ അത് GPM-ൽ ഉള്ള വേലയേ ഉള്ളൂ ഇപ്പം എന്ന് നോക്കണം. അതിനുശേഷം ഞാൻ 1981 ഈ വേലയ്ക്കിറങ്ങിയത്. വേലയ്ക്കിറങ്ങി 5 വർഷം മദ്രാസിൽ ഇതിനെപ്പറ്റി പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് പിന്നീടാണ് പല സ്ഥലങ്ങളിലേക്ക് മാറി വന്നത്. ഇപ്പോൾ വർഷം ഇത്രയായി. നമുക്ക് ഈ ഉപദേശം തെറ്റായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ മാനുഷികമായിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ സ്വയവും തന്നിഷ്ടവും ജടിയും ഒക്കെ ചില കാര്യങ്ങൾ തൽക്കാലം ചിലത് കയറി വന്നെങ്കിലും ദൈവകൃപ തന്നു ഇത്രത്തോളം നമ്മൾ നടത്തിയില്ലേ. ഈ ഉപദേശത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഞാൻ കണ്ട ഈ ഉപദേശത്തിന് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഒന്നാണ് രക്ഷാസ്നാന വിഷയം. ഇതെല്ലാം എല്ലാവർക്കും കോമൺ ആയിട്ട് പറയുന്നെങ്കിലും മെയിനായിട്ട് വിശ്വാസ ജീവിതം. എൻ്റെ നീതിമാൻ ആ വിശ്വാസ ജീവിതം അരികിട്ടും പൈസ കിട്ടുന്നുള്ളതല്ല, വ്യത്യസ്തമായ ചിന്താഗതിയുള്ളതായ സഹോദരി സഹോദരന്മാർ പല ജാതി മതസ്ഥരിൽപ്പെട്ടവരെ ഒരു വിശ്വാസം വേണ്ടി കൊണ്ടുവന്ന് ഒന്നിച്ച് താമസിപ്പിക്കുകയാണ്. അതാണ് വിശ്വാസ ജീവിതം. അപ്പം നിങ്ങൾക്കറിയാം, കാഴ്ചബംഗ്ലാവിൽ ചെന്നാൽ കരടിയെ ഒരു കൂട്ടില്, സിംഹത്തെ ഒരു കൂട്ടില്, പുലിയെ ഒരു കൂട്ടില്, അങ്ങനെ ഓരോന്നിനും ഓരോ കൂട്ടിലാണ്. ഇത് ഞങ്ങളെപ്പോലുള്ള വന്യമൃഗങ്ങളെല്ലാം പിടിച്ചു തമ്പരാൻ ഒരൊറ്റ കൂട്ടിലിട്ടിട്ട് വളർത്തിയെടുക്കുകയാണ്. എന്തിനാ? ഇവിടെയാണ് ജയം പ്രാപിക്കേണ്ടത്. പാപം ചെയ്യാനുള്ള എല്ലാ സന്ദർഭങ്ങളും ഉണ്ടെങ്കിലും അതിന് ജയിക്കണം. അല്ല കൂട്ടിലിട്ട് വളർത്തി അവരെങ്ങനെ പാപം ചെയ്യുന്നത്? ഒരുത്തരെ കടിക്കണമെന്ന് തോന്നിയാൽ അവൻ കൂട്ടിലിട്ട് കടിക്കാനോ? ഇല്ലല്ലോ. ഇതാണ് ജയജീവിതത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒളിച്ചു ജീവിക്കുകയല്ല, സന്യാസിയായിട്ട് ജീവിച്ചാലും ഒക്കത്തില്ല. ഇതിന് ജയിക്കണം. അതാണ് അവർ സ്ത്രീകളോടുകൂടി മാലിന്യപ്പെടാത്തെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ മാത്രമല്ല, അനേക സ്ത്രീകൾ ഓരോ സ്പിരിറ്റാണ്. ഇസബേൽ ഒരു സ്ത്രീ,
ശലോമോന്റെ അമ്മ ഒരു സ്ത്രീയായിട്ട് ഒന്നുമല്ലേ ശലോമോന്റെ രാജ്യം തകർക്കാൻ. കന്യാമറിയം മറിയം വെള്ളം വീഞ്ഞാക്കാൻ യേശുവിനോട് നിർദ്ദേശം കൊടുത്ത് യേശു ശാസിച്ചില്ലേ? അപ്പൊ സ്ത്രീ എന്ന് പറയുന്നത് സ്പിരിറ്റുകളാണ്. അങ്ങനെ അനേക സ്പിരിറ്റുകളെ ജയിക്കുന്നവൻ. അതിനിപ്പോൾ ഞാനായാലും ശരി, ജയിച്ചാൽ അവിടെ ചെല്ലും. അല്ല TPM വേലക്കാരനായോണ്ട് ചെല്ലത്തില്ല. ഇപ്പോഴും ഇനിയും ജയിക്കേണ്ട ഭാഗമുണ്ട്. അതുകൊണ്ട് ജയിച്ചു നിന്നാൽ അവർ ഈ പറഞ്ഞ പോലെ 144,000 പേര് കറക്റ്റായിരിക്കും. ആ 144,000 സത്യമാണ്. ഇവർ പറയുന്നത് വെളിപ്പാട് ദിവസം 14-ാം അധ്യായത്തിൽ 144,000, 7-ാം അധ്യായത്തിൽ 144,000 രണ്ടും രണ്ടാണ്. 7-ാം അധ്യായത്തിൽ 144,000 അത് യഹൂദനെ സംബന്ധിച്ചു, മറ്റൊരു പുതിയ നിയമസഭയിലെ വിശുദ്ധന്മാരാണ്. പിന്നെ ഒരു പാളിച്ച വന്നെന്നാന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്ത് നല്ല തീക്ഷ്ണത കൂടി ഇന്ന സമയത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും വലിയ കൃപാവരങ്ങളെല്ലാം ജ്വലിച്ചിരുന്ന സമയത്ത് നമ്മുടെ ചില ഭാഷന്മാർ തീക്ഷ്ണത കൂടിയിട്ട് ഞങ്ങളാണ് 154,000 1-2 പേരെ ഈ പാഴ്വാക്ക് പറഞ്ഞതാണ് ഇപ്പം ഇവർ പിടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനല്ല. കാരണം TPM ഉണ്ടായത് 1923-ലല്ലേ ഈ പ്രസ്ഥാനം, നവീകരണ പ്രസ്ഥാനം വീണ്ടും ആരംഭിച്ചിവിടെയാണ്. അപ്പോൾ ഈ 1923 വർഷം വരെ ക്രിസ്ത്യാനികളില്ലേ 1-ാം നൂറ്റാണ്ട് മുതൽ. അപ്പോൾ ഇങ്ങനെയുള്ള ചില പൊട്ടത്തരം നമ്മുടെ CPM-ലെ ചില വിശ്വാസികൾ വേലക്കാർ തീക്ഷണത കൂടിയിട്ട് മറ്റുള്ള ശരിയല്ല, അധ്യക്ഷൻ്റെ ശരിയല്ല, കല്യാണം കഴിച്ച് ശരിയല്ല, ഇങ്ങനെ കുറേ ആവശ്യമില്ലാത്ത വാക്കുകളാണ് രണ്ട് സഭകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം. അപ്പോൾ ഒന്നാമത് കർത്താവായ യേശു വേർതിരിച്ച അപ്പോസ്തലന്മാർ ലോകത്തിലൊന്നുമില്ലാത്തവരായിരിക്കണം. കാരണം അവർ ലോകത്തിൽ എവിടെ ചെന്നാലും ഏത് ജാതി മതസ്ഥരെയും ഒരുപോലെ കണ്ട് സ്നേഹിച്ച് വേറെ ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ ഭാര്യ കുഞ്ഞുങ്ങളുള്ള കാര്യം നടന്നു ഇല്ലല്ലോ. ഇപ്പം അബ്ദുൽ കലാം അദ്ദേഹം വേഗനായിരുന്നു. താൻ ഡൽഹി ഫെയ്ത്തോളം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഈ പ്രതിഷ്ഠ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. വേലക്കാരായ നമ്മോട് പറഞ്ഞു നിങ്ങളുടെ ഈ പ്രതിഷ്ഠ എനിക്ക് ഇഷ്ടമാണ്. എനിക്കും അങ്ങനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് സാധാരണ മനുഷ്യർ ചെയ്യുന്നതിനേക്കാൾ അധിക കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമോ? ഓക്കെ, ഈ ഹോള് പണി നടന്നുകൊണ്ട സമയത്ത് കോൺട്രാക്ട് മാനേജർ പറഞ്ഞ അച്ചായനെ പോലെ സമർപ്പിക്കുന്നതായ ഒരു വേലക്കാരൻ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തെത്ര കാര്യങ്ങളോട് നടന്നേനെ. കാരണം ഞങ്ങൾക്ക് വേറെ ജോലിയുടെ ആവശ്യമില്ല, ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് ബുദ്ധിയോടുകൂടി ഈ വേലക്കാർ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞൊരു കാരണം. ഇവരിടയ്ക്ക് കുടുംബം നടത്താൻ പോകുന്ന തെറ്റില്ല, പക്ഷേ ഈ പറഞ്ഞ തീക്ഷണ വേല ചെയ്യാൻ പക്ഷേ പലരും പരാജയപ്പെടുമായിരിക്കും. പെട്ടോട്ടെ, പരാജയപ്പെടുന്നവർക്ക് സ്ഥാനമുള്ളതല്ല യേശു പറഞ്ഞു, ജയിക്കുന്നവര്. അപ്പൊ സ്ത്രീകളോടുകൂടി ഒന്നിച്ച് ജീവിച്ച് ആ സ്ത്രീകൾ നമ്മളൊരു കുടുംബം പോലെ ജീവിക്കുമ്പോൾ തന്നെ അതിൽ ജയം പ്രാപിക്കണം. അത് വ്യഭിചാരം മാത്രമല്ല, അവർ പല സ്പിരിറ്റായിട്ട് വരും. ഒരാളൊരു സ്പിരിറ്റായിട്ട് വരും, വേറൊരാൾ വേറെ ആയിട്ട് വരും, ഇങ്ങനെ പലരും വരും, ഞങ്ങളും വരും. ഇതെല്ലാം കൂടി കാഴ്ചമക്കളായി പല കൂട്ടിലല്ല, ഒറ്റ കൂട്ടിലിട്ടുകൊണ്ട് ജാതി മതം ഭേദമന്യേ ഇതിനെ ജയിക്കണം. ഇപ്പം തന്നെ നമ്മളുടെ ജാതിയില്ലേ പറയത്തില്ലേ, അടി ഉണ്ടാക്കുന്നില്ലേ, കൈകൊണ്ടല്ലേലും. കാരണം അവരെത്തിയിട്ടില്ല. അവരിതിനകത്തൊന്ന് ആത്മീയവശം പഠിക്കാതെ വെറും ഭൗമികവശം പിന്നെ വർഷപ്പഴക്കമെല്ലാം പറഞ്ഞ് അവരിങ്ങനെ സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേറെ കാര്യങ്ങളൊന്നുണ്ടല്ലോ. അവർ ക്രിസ്തുവിൽ വളരുന്നില്ല. വിശ്വാസികൾ അത് തന്നെ. നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ട ജാതിയുടെ അനുഭവം ഇന്നും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കോസം കൊണ്ട് ഗുണമൊന്നുമില്ല. നിങ്ങളുടെ ഭാഷാ സ്പിരിറ്റ്, മക്കളെ കല്യാണം കഴിക്കുമ്പോൾ വീണ്ടും പോയി വിഗ്രഹത്തിന് മുമ്പിൽ പോയി അവരെ താലി കെട്ടാൻ പറയുന്നെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വില എന്തായിരിക്കുന്നു? നിങ്ങൾ ഈ മാർഗത്തിൽ വന്നുകൊണ്ട് എന്ത് നേടി അത് നിങ്ങൾ ചിന്തിക്കണം, അല്ലാതെ മറ്റു ബന്ധുക്കോസുകാരെ ചീത്ത വിളിക്കുകയല്ല. അപ്പൊ ഇങ്ങനെയുള്ളൊരു പ്രതിഷ്ഠയുടെ വേലയാണ് കർത്താവായ യേശു സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ വേല പെരുകിയപ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ അനുവാദത്തോടെ തന്നെയാണ് കുടുംബസ്ഥല വേലയെ ആരംഭിച്ചത്. അപ്പൊ അത് തെറ്റല്ല. അപ്പൊ ഇത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കണം. പണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ, ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ തിയറിയുടെ ഒരു ഭാഗം പറയുന്നത്, ഒരു റെയിൽവേ സ്റ്റേഷനിൽ 20 കമ്പാർട്ട്മെന്റുള്ള ട്രെയിന്. അപ്പൊ 20 കമ്പാർട്ട്മെന്റുള്ള ട്രെയിനിന്റെ നടുക്കൊരു ബെല്ല് വെച്ചിട്ടുണ്ട്. ആ ബെല്ലടിക്കും. ഇപ്പൊ തൊട്ടടുത്ത കമ്പാർട്ട്മെന്റ് അവസാനത്തെ കമ്പാർട്ട്മെന്റ് ആയിരിക്കും പുറകിലത്തെ. അപ്പൊ ആ കമ്പാർട്ട്മെന്റുകാരന് ഈ ബെല്ലിന്റെ സൗണ്ട് കേൾക്കുന്ന സമയമായിരിക്കത്തില്ല, മൈന്യൂട്ട് സെക്കൻഡ് വ്യത്യാസം കാണോ അങ്ങനെ ഫ്രണ്ടിൽ കിടക്കുന്നത്. അപ്പൊ ഇവർ തമ്മിൽ അടിയുണ്ടാക്കിയ കാര്യമുണ്ടോ? അപ്പൊ ഇതിനാണ് തിരുമുതൽ ശരിയായിട്ട് നന്നായിട്ട് പഠിക്കണം. നമ്മൾ ബാല്യം മുതൽ എന്തെങ്കിലും ഇപ്പം സമുദായക്കാർ വിഗ്രഹത്തെ ഉണ്ടാക്കരുത് നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനുണ്ട്, അത് തെറ്റല്ലെന്ന് അവർ പറയുന്നത്. ഇതാണ് പാരമ്പര്യവും കീഴ്വഴക്കങ്ങളും. സതീശൻ ഈ അടുത്ത സമയത്ത് മുഖ്യമന്ത്രിയോട് പറഞ്ഞ പോലെ ഈ കീഴ്വഴക്കങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമ്മുടെ പാരമ്പര്യങ്ങളും കീഴ്വഴക്കങ്ങളും എല്ലാം ശരിയാവുന്നില്ല.
അത് ബൈബിൾ അടിസ്ഥാനം, വചനാടിസ്ഥാനം അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ല ഞങ്ങൾ പറയുന്ന ശരിയെന്ന് TPM-കാർ ചിലർ, മറ്റു ചിലർ ഇത് കറക്റ്റാണെന്ന് പറയുന്നതും രണ്ടും തെറ്റാണ്. പഠിക്കണം. അപ്പം അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ പ്രതിഷ്ഠയുടെ കാര്യങ്ങളുടെ വേറൊരു മുഖം ഞാൻ പറയാം. എബ്രായർ 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നീ മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ 7-ാം വാക്യം വന്നതല്ലേ, എന്നേക്കും മഹാപുരോഹിതരുടെ നാമം കിട്ടി. വായിക്കാം 6-ാം വാക്യം, എബ്രായർ ലേഖനം 5:6. നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമാണ് യേശുക്രിസ്തു മഹാപുരോഹിതനായി തീർന്നിരിക്കുന്നത്. ആരാണ് മൽക്കീസദേക്ക്? അപ്പൊ മൽക്കീസദേക്ക് ആരാണ്? മൽക്കീസദിന്റെ ക്രമം എന്താണ്? മൽക്കീസദിന്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷകർ ഏതാണ്? അതല്ലേ അറിയേണ്ടത്. അത് മൽക്കീസദേക്ക് എന്ന് പറയുന്ന ഒരു രാജാവാണ്, പിതാവെന്ന് പറഞ്ഞു നോക്കുമോ? ഇവിടെ തെളിയിക്കേ. പ്രിയ ബന്ധുക്കോസുകാരെ, നിങ്ങളിത് പഠിക്കേ. ഞാൻ ഈ മൽക്കീസദിനെ കുറിച്ചൊരു പുസ്തകം ഇറക്കിയപ്പോൾ അന്ന് ബൈബിൾ കോളേജിൽ TS അബ്രഹാം IPC-യിലെ ഇന്ത്യ ബൈബിൾ കോളേജ്, ഞാൻ പള്ളിപ്പാട്ടിരിക്കുക, 2 ഭാഷന്മാർ വന്ന് ഇത് വായിച്ച്, ഒരാൾ നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്തു, ബാക്കി 2 പേരെന്നെ വിളിച്ചുകൊണ്ട് അവിടെ പോയി ഇതെല്ലാം കുറേ പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ KC ജോൺ 1999 അവസാനത്തിൽ ഈ പറഞ്ഞ പോലെ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ മരണത്തോടുകൂടി അദ്ദേഹം ശക്തമായൊരു പ്രസംഗം, ഞാൻ ആ പ്രസംഗം കേട്ടതാണ് കേട്ടോ, ശക്തമായൊരു പ്രസംഗം തൻ്റെ അകത്തുനിന്ന് താൻ പ്രസംഗിക്കാനിടയായി. പക്ഷെ പ്രസംഗം കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പുഷ്പഗിരി ആശുപത്രി കിടക്കുക. അപ്പം ഞാനന്ന് തിരുവല്ല ഫെയ്ത്തോട് നിൽക്കുമ്പോൾ പാസ്റ്റർ KC ജോണിൻ്റെ ഒരു സുഹൃത്ത്, ഒരു സഹോദരൻ നമ്മുടെ ഫെയ്ത്തോലേക്ക് വന്നപ്പോൾ എന്നെ കേട്ടു, പാസ്റ്റർ ഞങ്ങളുടെ പാസ്റ്റർ വീട് നിന്ന് പ്രാർത്ഥിക്കണം, പാസ്റ്റർ KC ജോൺ ഇങ്ങനെ അറ്റാക്ക് കിടക്കുകയാണ്. ഞാൻ ചെന്നു, ആരെയും അവിടെ ഒബ്സർവേഷൻ ഇട്ടിരിക്കുകയാണ്, ആരെയും അനുവദിക്കത്തില്ല. പക്ഷേ എന്നെ കയറ്റി വിട്ടു. എനിക്ക് പാസ്റ്റർ KC ജോൺ വലിയ ഇഷ്ടമാണ്. കാരണം താനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് രക്ഷിക്കപ്പെട്ട് തീക്ഷ്ണതയുള്ളതായ നല്ലൊരു വിലക്കാരൻ, ചുമ്മാ ചപ്പും ചപ്പറൊന്നും പറയാതെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം എനിക്കിദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. കാരണം സാധാരണ ചിലപ്പം പ്രസംഗം പോകുന്നല്ല, കൃത്യതയോടെ ആധികാരികതയോടെ പ്രസംഗിക്കുന്ന ഒരു പാസ്റ്ററാണ് പാസ്റ്റർ KC ജോൺ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങൾ മരിക്കാറായിട്ടില്ല, നിങ്ങൾ ഇനി ജീവിച്ചിരുന്ന് അനേക വേലകൾ ചെയ്യണം. അപ്പോൾ അദ്ദേഹം എൻ്റെ തിട്ടത്തോട് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. IPC-യിലെ പൗരോഷനൊക്കെ അതല്ലേ ഉണ്ടാക്കിയത്. ഞാൻ അദ്ദേഹത്തിന് കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ മരിക്കത്തില്ല, ദൈവം നിങ്ങൾക്ക് അല്പസൗഖ്യം തന്നിരിക്കാം. അടുത്ത ദിവസം തന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഇച്ചിരൂടെ ഞാനൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വരണമെന്ന് പറഞ്ഞു. ഞാനും ആ സമയത്ത് IPC-ന്ന് വന്ന തോമസ് കുട്ടിച്ചാനോട് ചേർന്ന് തൻ്റെ വീട്ടിൽ ചെന്നു. തൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ 3 മണിക്കൂർ സംസാരിച്ചു. 2 വിഷയമാണ്. ഒന്ന് മൽക്കീസദേക്ക്, എന്താണ് TPM-ലെ മിനിസ്ട്രി, ഏത് ഓർഡറിലാണ്, എങ്ങനെയാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഈ TPM ഇഷ്ടപ്പെട്ട് വേല ചെയ്യുന്നത്, ആ മൽക്കീസദേക്കിനെ കുറിച്ചും, രണ്ടാമത് ദൈവം എനിക്ക് തന്നെ തന്ന റിസർച്ച് ചെയ്തെടുത്തിരുന്നതായ 3 സ്റ്റേജസ് ഓഫ് ടെമ്പിൾ, ഈ 2 കാര്യം 3 മണിക്കൂർ ഞാൻ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഇറ്റ്സ് എ വണ്ടർഫുൾ ഡോക്ട്രിൻ. ഞാൻ അമേരിക്കയിലെ സിയാറ്റിൽ പിന്നെ ബൈബിൾ കോളേജിൽ പഠിച്ച ആളാണ്. അനേക ഫോറിൻ മിഷണർമാരോടുകൂടി പഠിച്ച മനുഷ്യരാണ്. പാമ്പാടിയോ വളരെയുള്ള അപ്പോസ്തോലിക സെമിനാരിൽ പഠിച്ചതാണ്. ഇങ്ങനെ പല പുസ്തകങ്ങൾ റെഫർ ചെയ്താണ് അനേക ബെന്തിക്കോസുകാർ ഡോക്ടേഴ്സ്. പക്ഷേ ഈ ഒരു സത്യം ഞങ്ങൾക്ക് മറക്കപ്പെട്ടിരിക്കുകയാണ്. ഏതാ? മൽക്കീസദേക്ക് എന്ന് പറയുന്ന ഇതിപ്പോൾ പാസ്റ്റർ വൈകുന്നാണ് ഇത് പഠിച്ചത്. ഇത് 11 നമ്മൾ തെളിയിച്ചേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും TPM-നെതിരായി പ്രസംഗിക്കത്തില്ല, ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടും. അതിനുശേഷം പിന്നീടുള്ള 1 വർഷം താൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ ഈ മൽക്കീസദേക്ക് പരിശുദ്ധാത്മാവാണെന്ന്, മൽക്കീസദേക്കിന്റെ മിനിസ്ട്രി എന്താണെന്ന് താൻ വ്യക്തമായിട്ട് അവിടെ പഠിപ്പിക്കാനിടയായി. അതിപ്പോഴും യൂട്യൂബിൽ കിടന്നുണ്ട്. ഐ ആം ദി വേ ലൈഫ് ആൻഡ് ട്രൂത്ത് എന്ന് പറഞ്ഞ പാസ്റ്റർ KC ജോണിന്റെ പ്രസംഗത്തിൽ, ഐ ആം ദി വേ ലൈഫ് ആൻഡ് ട്രൂത്ത് എന്ന് പറഞ്ഞ പാസ്റ്റർ KC ജോണിന്റെ പ്രസംഗത്തിൽ ഈ മൽക്കീസദേക്കിന്റെ വിഷയത്തെക്കുറിച്ച് താൻ ഞങ്ങൾ ഡിസ്കഷൻ ചെയ്തതിനു ശേഷം 1 വർഷത്തോളം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലം പറഞ്ഞ് ഞാനും ഇത് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് മൽക്കീസദേക്ക്? അപ്പോൾ നമ്മളിത് വന്ന കൂട്ടത്തിൽ അതുകൊണ്ട് ചേർത്തെടുക്കാം. നമ്മൾ ആദ്യമായിട്ട് മൽക്കീസദേക്കിനെ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ. അബ്രഹാം യുദ്ധത്തിൽ ജയിച്ചു വരുമ്പോൾ മൽക്കീസദേക്ക് അപ്പവും മീഞ്ഞും കൊടുത്ത് അബ്രഹാം ദശാംശം കൊടുത്തു. ഒരു തുടക്കമാണ്. പണ്ട് രാജീവ് ഗാന്ധിയുടെ കാലത്തിൽ സിംല കരാറിൽ ഒപ്പുവയ്ക്കുമ്പോൾ അദ്ദേഹം ബേനസീർ ഭൂട്ടയോട് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഓർമ്മയുണ്ട്.
അത് എനിക്ക് 87-88 തോന്നുന്നു. അതായത് നിന്റെ അപ്പനും എൻ്റെ അമ്മയും ചേർന്ന് ഇതേ സിപ്ലയിൽ വെച്ച് നടത്തിയ കരാറിന് നമ്മൾ റിന്യൂ ചെയ്യാൻ നിൽക്കുക. ആരാ? ഭൂട്ടോയുടെ മകൾ ബേനസീറും ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവും ചേർന്ന് പുതിയ ഉടമ്പടി ചെയ്തു. ഇതാണ് മൽക്കീസദേക്കിൻ്റെ ഒരു രക്തച്ചുരുക്കം. കാരണം അന്ന് അബ്രഹാം മൽക്കീസദേക്കിൽ ദശാംശം കൊടുത്തു, മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊടുത്തു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ പിന്നെ ന്യായപ്രമാണ കാലമാണ്. ന്യായപ്രമാണ കാലത്തിൽ മൽക്കീസദേക്കോ അബ്രഹാമിന് വിശ്വാസമല്ല അവിടെ വിഷയം, പ്രമാണപ്രകാരമാണ്. നമുക്കറിയാം അബ്രഹാമിന്റെ വീട്ടിലേക്ക് ദൈവം ചെല്ലുമ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻസും ഇല്ല, ഒരു നിബന്ധനകളും ഇല്ല. നേരെ വീട്ടിൽ ചെന്ന് അവിടെ ഇരുന്നു, മുറ്റത്തിരുന്നു, വർത്താനം പറഞ്ഞു, അവിടെ കാളക്കിടാവിനൊക്കെ അടിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. വഴിയിൽ നിന്ന സമയത്താണ് ദൈവത്തിൻ്റെ ആലോചന അബ്രഹാമിനോട് അറിയിക്കുന്നത്. ദൈവസന്നിധി എന്ന് പറഞ്ഞ വഴിയാണ്. അപ്പോൾ ആ വഴിയിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്തതാണ് ഈ പറഞ്ഞ നിയമം ചെയ്തത്. ഉൽപ്പത്തി കാണുന്നുണ്ട്. അങ്ങനെ ഇപ്പം ന്യായപ്രമാണ കാലത്തിൽ ഇതൊരു ഉപദേശമായിരുന്നില്ല. ന്യായപ്രമാണം ലേവ്യരോട് പറഞ്ഞു ദശാംശം വാങ്ങിച്ച് അറിവ് കഴിഞ്ഞോളാനാണ് പറഞ്ഞത്. അതാണ് നിങ്ങളുടെ ചെലവിന് വേണ്ടി ഒരു ദശാംശം വാങ്ങിച്ചു. പക്ഷെ അവിടെ മൽക്കീസദേക്കിന്റെ ആവശ്യമില്ല. പക്ഷെ ഗലാത്യലേഖനത്തിൽ വായിക്കുമ്പോൾ കാലസന്തതിയെ സ്ത്രീയിൽ സന്തതിയായി ജനിച്ചു വളർന്നുള്ള വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, വിശ്വസിക്കുന്ന നാമല്ലോ. യേശുക്രിസ്തുവിനോട് യഹൂദന്മാർ പറഞ്ഞു ഞങ്ങൾ അബ്രഹാമിന്റെ മക്കൾ. യേശു പറഞ്ഞിട്ട് നിങ്ങൾ പിശാചെന്ന പിശാചിന്റെ മക്കൾ. അപ്പോൾ തന്നെ അവരുപേക്ഷിച്ചതായ സഖായിയോടും പിന്നെ 18 വർഷമായ സൗഖ്യമായ സ്ത്രീയോട് ഇപ്പോൾ അബ്രഹാമിന്റെ മകൾ, ഇവൻ അബ്രഹാമിന്റെ മകൻ എന്നാ പറഞ്ഞത്. എന്താ കാരണം? അവർ വിശ്വാസത്താൽ പ്രാപിച്ചെടുത്തുകൊണ്ടാണ്. മറ്റൊരു കാഴ്ച ന്യായപ്രമാണം. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തെ നിവർത്തിക്കാൻ വന്നെങ്കിലും ന്യായപ്രമാണ വക്താക്കളെ തള്ളി യേശു തന്റെ കൃപയുടെ ഉപദേശം സ്ഥാപിക്കുകയും ചെയ്തു. അതിനെന്താ? ആ കൃപയുടെ ഉപദേശത്തിലാണ് ഞാൻ ഈ പറഞ്ഞ മൽക്കീസദേക്ക്. അപ്പം വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാമല്ലോ അബ്രഹാമിന്റെ മക്കൾ, വിശ്വസിക്കുന്ന നാമല്ലോ. ആ വാക്യം ഗലാത്യർ 4 അതോ 3 വിശ്വസിക്കുന്നവരായ നാമല്ലോ അബ്രഹാമിന്റെ മക്കൾ. നോക്കണം. അപ്പൊ അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ സന്തതികളായി വിശ്വസിക്കുന്നവരായ നമ്മളാണ്. അബ്രഹാമിന് 3 അനുഗ്രഹമുണ്ട്. ഒന്ന്, ഭൂമിയിലെ പൊടി പോലെ, അത് അറബികൾക്കാണെന്നാണ് പറയുന്നത്. കടൽക്കരയിലെ നക്ഷത്രങ്ങൾ, അത് യഹൂദര്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ, അത് സഭയ്ക്ക്. അപ്പൊ ഈ 3 അനുഗ്രഹങ്ങൾ നമുക്കാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയ പുതിയ നിയമസഭയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ മൽക്കീസദേക്ക് വീണ്ടും വരുന്നത് പുതിയ നിയമസഭയിലേക്കാണ്. അന്ന് അബ്രഹാം ദശാംശം കൊടുത്തു, മൽക്കീസദേക്ക് പുരോഹിതൻ അപ്പവും മീനും. എന്തായി അപ്പവും മീനും? നമുക്ക് വീണ്ടും ചിന്തിക്കാം. അപ്പൊ അതിനുശേഷം നമ്മൾ കാണുന്ന 110 സംഘത്തിലാണ്. 110 സംഘത്തിൽ പുതിയ നിയമസഭയെ പറ്റി പറയുന്ന കാര്യമാണ്. നോക്കണം. പിന്നെ മൽക്കീസദേക്കിനെ പറയുന്നത് 110 സംഘത്തിലാണ്. വായിച്ച് കർത്താവിനോട് കർത്താവ് വായിക്കാം. വരും നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. പിന്നെ നോക്കണം, നിന്റെ സേനാ ദിവസം, ആർമി ഡേ, അത് വേറെ ടോപ്പിക്കാണ് കേട്ടോ. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ക്ഷേനം നിനക്ക് സ്വമേധമായിരിക്കും. ആ സേനാ ദിവസം എന്ന് പറഞ്ഞ് വെളിപ്പാട് 19-ാം അധ്യായത്തിലുണ്ട്, സ്വർഗത്തിലെ സൈന്യം. അത് പിന്നീട് നമുക്ക് സമയം ചിന്തിക്കാം. അപ്പൊ സേനാ ദിവസത്തിൽ നിന്റെ ജനം, നീ നേടിയെടുത്ത ജനം, നിന്റെ രക്തത്താൽ വീണ്ടെടുത്ത ജനം, നിന്റെ ജീവൻ കൊടുത്ത് സമ്പാദിച്ചായ പുതിയ സഭ നിനക്ക് സ്വന്തമായിരിക്കും. അതാണ് മറുവാട്ടി എന്ന് പറയുന്നത്. താട്ട് വായിക്കാം. അപ്പൊ ഇതിന്റെ വിശുദ്ധ വസ്ത്രാലങ്കാരം തന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. ശുദ്രമായ വിശേഷവസ്ത്രം ധരിപ്പാൻ അവൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അതാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ സ്വർഗത്തിലെ സൈന്യം ശുദ്ധവും നിർമ്മലമായ വസ്ത്രം ധരിച്ച് കുഞ്ഞാടിനെ എതിരേൽക്കുന്നു. ആ സൈന്യം അതൊരു സൈന്യമായി മാറുകയാണ്. എല്ലാ കുട്ടികളും അതിന്റെ തള്ളേനെ എടുത്തോട്ട് പുറത്തോട്ട് പോകും. തൽക്കാലം അവിടെ കളിപ്പിക്കരുത്. പിള്ളേരുടെ അവസരം നഷ്ടപ്പെട്ടെന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ പിള്ളേരായിട്ട് കളിപ്പിക്കാൻ പോരുത്, എടുത്തോട്ട് വെളിയിൽ പോകും. ഓക്കെ, വായിക്കാം. നിന്റെ സേനാ ദിവസത്തിൽ നിനക്ക് സ്വമേധാദാനമായിരിക്കും. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടു കൂടി ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന്
നോക്കണം, ഇത് പുതിയ നിയമസഭയുടെ വെളിപ്പാടാണ്. നീ മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ വായിക്കണം. അപ്പൊ ഇവിടെ യേശുക്രിസ്തുവിനോടാണ് പറയുന്നത്, നീ മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ എന്നേക്കും പുരോഹിതൻ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കാര്യം, ഒന്ന്, ആരാണ് മൽക്കീസദേക്ക്? യേശുക്രിസ്തു എങ്ങനെ മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ പുരോഹിതനായി? ഇന്ന് മൽക്കീസദേക്ക് ക്രമത്തിലെ പിന്തുടർച്ചക്കാരുണ്ടോ? ഇത് മൂന്നുമാണ് അതിന് പഠിക്കേണ്ടിയിരിക്കുന്നത്. അതിന് ചുരുക്കമായി നമുക്ക് ചിന്തിക്കാം. വായിച്ച് എബ്രായർ 7-ാം അധ്യായത്തിൽ വീണ്ടും പൗലോസ് പുതിയ നിയമസഭയ്ക്ക് പറയുകയാണ്. പുതിയ നിയമസഭയോട് അപ്പോസ്തലൻ പറയുന്നു, ഈ മൽക്കീസദേക്കിനെ കുറിച്ച്, ഇവരെത്ര മഹാൻ, ഇവനെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി 7:14 ഒന്ന് വായിച്ച്. ആദ്യം 7:14, 7-ാം അധ്യായം 14-ാം വാക്യം. 7:14 നോക്കി വായിക്കുക. 14, 11-ാം വാക്യം, 11 സോറി നോക്കണം. അപ്പൊ ലേവ്യ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ പറയുന്നത് ന്യായപ്രമാണ കാലത്താണ്. ആ പൗരോഹിത്യം പൂർണ്ണത വന്നിരുന്നെങ്കിൽ അഹറോന്റെ ക്രമപ്രകാരമായിരുന്നു ന്യായപ്രമാണ കാലത്തിൽ. പക്ഷെ ആ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരു ആവശ്യം? ഇതൊരു ചോദ്യമാണ്. ഓരോ പെന്തിക്കോസുകാരും ക്രിസ്ത്യാനികളും അതിനെ ആൻസർ ചെയ്യണം. നിങ്ങളോട് കഴിയുമോ? കഴിയും. വചനം പഠിക്കണം. ഏതോ അവിടുന്ന് പഠിച്ചതിന് ശേഷം ഇത് കൾട്ട എന്ന് പറയുന്ന പെന്തിക്കോസിന്റെ സഹോദരനെ ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിക്കണം ആദ്യം. ഇല്ല, ഞാൻ ബുക്ക് തരാം. പഠിച്ചതിന് ശേഷം പറയണം, പ്രതികരിക്കണം. കഴിഞ്ഞ ദിവസം പി ടി സതീശൻ പഴയ മുഖ്യമന്ത്രിയോട് പറഞ്ഞ പോലെ, നിങ്ങളുടെ മേശപ്പുറത്ത് ഒന്ന് എത്തിയതേ ഉള്ളൂ, നിങ്ങൾ കണ്ടില്ല, വായിച്ചില്ല. വായിക്കുന്നതിന് മുമ്പ് നിങ്ങളിത് വിമർശിക്കാൻ തുടങ്ങിയാൽ ഏത് അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു നോക്കണം. അപ്പോൾ ഒരു കാര്യം പഠിക്കണം, പഠിക്കാതെ കയറി ആൻസർ പറയരുത്. പെന്തിക്കോസുകാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ സത്യം പഠിക്കണം. പാസ്റ്റർ KC ജോണോട് ഞാൻ പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ TPM-കാരുടെ കട്ടുപദേശങ്ങളല്ലിത്. ഈ പ്രതിഷ്ഠയുടെ വേറെ എന്ന് പറഞ്ഞാൽ മൽക്കീസദേക്കിന്റെ ക്രമത്തിലാണ്. ആ മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ വേറൊരു പുരോഹിതൻ വരാൻ എന്തൊരു ആവശ്യം എന്ന് ചോദിച്ചിരിക്കുക. ആ ചോദ്യം നിങ്ങൾ ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് തെറ്റൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഈ മൽക്കീസദേക്ക് ആര്? ആദ്യം 7:1 മുതൽ വായിച്ച് 7-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അബ്രഹാമിന് എതിരേറ്റ് അനുഗ്രഹിച്ചു. പിന്നെ അപ്പൊ ഈ പുതിയ നിയമ ഉപദേശത്തിൽ ദശാംശം ഒഴിവാക്കാവുന്നതല്ല. എന്നാൽ കർത്താവ് പറയുമ്പോൾ അതിനൊക്കെ കൂടുതലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരെ, അവളുടെ പ്രിയ വിശ്വാസികളെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ ദശാംശം കൊടുക്കുന്നതല്ല, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന എപ്പോഴും നല്ലതാണ്. ദൈവം കടക്കാരനായി മാറും. ആ പിശുക്കത്തരം കാണിച്ചാൽ എന്നും അതിൻ്റെതായ പിശുക്ക് നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ, എല്ലായിടത്തും ഉണ്ടോ? സത്യം അത് ലാഭമാണെന്ന് വിചാരിക്കരുത്. ദൈവത്തിന് കൊടുത്ത് പഠിക്കണം. പക്ഷേ പുതിയ എന്തെങ്കിലും വരുമ്പോൾ കർത്താവ് പറയുന്നത് അതിനേക്കാൾ നിങ്ങളുടെ നീതി ശാസ്ത്രന്മാരെ പരീക്ഷന്മാരെ കവിയണമെന്ന് പറഞ്ഞിട്ട് കാരണം, ദൈവത്തിനും കൊടുക്കണം, നിന്നെപ്പോലുള്ള സഹോദരങ്ങൾക്കും. അതാണ് പ്രമാണം. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും, അപ്പോൾ തന്നെ നിന്നേക്കാൾ കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക്, അയൽക്കാർക്ക് നീ കൈയടിച്ച് സഹായിക്കണം. അതിൻ്റെ അർത്ഥം 100 രൂപ നീ സമ്പാദിച്ചാൽ 10 രൂപയോ 15 രൂപ ദൈവത്തിന് ചെലവഴിക്കുന്നെങ്കിൽ, അതുപോലൊരു 10 രൂപ നിന്റെ വിശ്വാസികൾക്കോ അയൽക്കാർക്കോ നീ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ നീ പുതിയ വിശ്വാസിയാകത്തുള്ളൂ. വിലക്കാരും അങ്ങനെ തന്നെയാണ്. ഇത് ചെയ്യാതെ പോകുന്തോറും ഇങ്ങനെ അരിഷ്ടാവസ്ഥ മാറത്തില്ല. ഇത് പറഞ്ഞ് കിടക്കടി കിടക്കുന്നതിന് കാരണം എന്താണ്? പക്ഷേ പ്രാർത്ഥിക്കണം, കടം മാറാൻ പ്രാർത്ഥിക്കണം. എന്താ കാരണം? ഈ കാര്യം നിങ്ങൾ വിശ്വസ്തരല്ലാത്തതിൻ്റെ ഒരു കാര്യമാണ്. സത്യമാണ്. ദ്രവ്യാ കൊണ്ട് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് ദ്രവ്യാഗ്രഹമുള്ള നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് ആ കാര്യം പറയാം. അവൾ വിശ്വാസികൾ ദൈവത്തിന് കൊടുത്ത് പഠിച്ചിരിക്കണം. ദൈവത്തിന് മാത്രം പോരാ, ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയണമെന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പൊ അവർക്കും കൊടുക്കണം. 100 രൂപ സമ്പാദിച്ചാൽ 10 ദൈവത്തിനാണെങ്കിൽ 10 ആർക്ക് കൊടുക്കണം? പാവപ്പെട്ടവർക്ക്. ആരാ പാവപ്പെട്ടവർ? നിനക്ക് 100 രൂപ ഉണ്ടെങ്കിൽ അതില്ലാത്തവർ 10 രൂപ കൊടുക്കണം. അങ്ങനെ പരിചയിച്ചു നോക്കിയേ. നിന്റെ കലത്തിലെ മാവും തൊട്ടിയിൽ ഇതൊന്നും ഇന്ന് വിശ്വാസികൾ പലരും ഈ ദാരിദ്ര്യവും കടത്തിൽ ഇന്നും കിടക്കുന്നതിൻ്റെ കാരണം, മേൽഗതി ഇല്ലാത്തതിൻ്റെ കാരണം അതിലൊരു കാര്യം ഇതാണ്. അപ്പം നിങ്ങൾ മൽക്കീസദേക്കിൽ എന്ത് ചെയ്യുന്നു? മൽക്കീസദേക്കിൽ അബ്രഹാം ദശാംശം കൊടുത്തെങ്കിൽ മൽക്കീസദേക്ക് കൊടുത്തെന്താ? അപ്പോൾ ദൂതന്മാരവിടെ പാലപ്പം ഉണ്ടാക്കി കൊടുത്തതാണ് അതിൻ്റെ അർത്ഥം. ഒറിജിനലാണ് പാലപ്പം ഉണ്ടായത്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇത് ഐഹികമാണ്.
ആത്മീയമാണ്. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ കൊടുക്കേണ്ട അപ്പവും വീഞ്ഞും ഏതാ? 104 സങ്കീർത്തനം വായിക്കും, 15 വാക്യം വായിച്ചേ. 104:15. നോക്കണം, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും എണ്ണയും അപ്പം. അപ്പൊ ഹൃദയത്തിന് കൊടുക്കുന്ന അപ്പമാണിത്. മൽക്കീസേദെക്ക് കൊടുത്ത അപ്പവും വീഞ്ഞിനും നിഴലാണ് പുതിയ നിയമസഭയിൽ സഭക്കാർക്ക് കൊടുക്കുന്നത്. ഹൃദയത്തിലേക്ക് കൊടുക്കുന്ന അപ്പവും വീഞ്ഞുമാണ്. അതാണ് ആരോഗ്യകരമായ ഉപദേശം, വചനത്തിന്റെ വെളിപ്പെടുത്തലുകൾ. അത് ഹൃദയത്തെ ബലപ്പെടുത്തും, മറ്റു വയറിനെ കൊണ്ടു. അപ്പൊ മൽക്കീസേദെക്ക് അബ്രഹാമിന് കൊടുത്ത അപ്പവും വീഞ്ഞും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മൽക്കീസേദെക്കിനോടുള്ള ശുശ്രൂഷകർ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷകര് വിശ്വാസികളെ ഹൃദയം ബലപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുന്നതാണ്. ആ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പം, അതാണ് ഉപദേശം, വെളിപ്പെടുത്തലുകൾ. വീഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. അപ്പൊ സഭയിൽ അനിവാര്യമായ 2 കാര്യം. ഒന്ന്, നമ്മൾ കാത്തിരിപ്പയൊക്കെ വെച്ച് മനുഷ്യനെ ആത്മാവിൽ നിറയ്ക്കണം, തന്നെ നിറയണം, വചനം വായിച്ച് വെളിപ്പെടുത്തി എടുക്കണം. അതുപോലെ സഭയിൽ നല്ല ഉപദേശമുണ്ട്, അതാണ് അപ്പവും വീഞ്ഞും. ഇപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് കാണിക്കു കൊടുക്കുന്നു. ഞങ്ങളെന്താ തരുന്നത്? ഞങ്ങൾ നിങ്ങൾക്ക് ബലമുള്ള ആഹാരം തരുന്നു. ആ ആഹാരം തരുന്നുണ്ടല്ലേ നിങ്ങൾ പിന്നെ കേൾക്കുന്നേ. അത് നിങ്ങളെ ബലപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ടാണല്ലോ യൂട്യൂബിൽ കേൾക്കുന്നൊരു പാസ്റ്റർ നിർത്തരുത്, ഞങ്ങൾക്ക് വളരെ പ്രയോജനമാണ്. കാരണം ഇതുപോലുള്ള ഉപദേശങ്ങൾ ഇത്രയും കൃത്യമായിട്ട് വളരെ കുറവാണ് കേൾക്കുന്നത്. അപ്പോൾ നിർത്തിക്കളയരുന്ന് പലരും പറയാറുണ്ട്. അപ്പൊ ഇതാണ് ഉപദേശം. എന്തിനാ കൺവെൻഷൻ നിങ്ങൾ ഇവിടുന്ന് മെനക്കെട്ട് ഓരോ രാജ്യത്ത് പോകുന്നേ? ഓരോ സ്ഥലത്ത് പോയി കൺവെൻഷൻ വചനം കേൾക്കണം. അവിടെ ചെന്നിട്ട് വരുന്നവരോട് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു അന്തരീക്ഷം? ഉണ്ടായിരുന്നു ആത്മീയനല്ലാത്തവരോട് ഒരു അന്തരീക്ഷം എങ്ങനെ? ഭയങ്കര മഴയായിരുന്നു പാസ്റ്ററെ, ഒരു രസമില്ലായിരുന്നു. അതേസമയം ആരാധന കൊണ്ട് തന്നെ ആത്മഹൃദയ ഒരു ആഴ്ച വിശ്വാസം ചോദിച്ചാൽ പറയും, ഭയങ്കര അന്തരീക്ഷമായിരുന്നു തുടക്കം മുതലേ. ഇയാൾ പറയുന്നത് തുടക്കം പോലെ മഴയും കാറ്റുമായിരുന്നു, ഇവർ പറയുന്നു തുടക്കം മുതൽ നല്ല അന്തരീക്ഷം. ഇതാണ് ആത്മീയനും ഭൗമ്യനും തമ്മിൽ വ്യത്യാസം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആത്മീയർക്കേ മനസ്സിലാകത്തുള്ളൂ. ആത്മീയർ ആത്മീയമായി വിവേചിക്കുന്നു. പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ ഷുഡ് നോട്ട് ബി അണ്ടർസ്റ്റാൻഡ് ദി പ്ലാൻ ആൻഡ് പർപ്പസ് ഓഫ് ഗോഡ്. അപ്പൊ ഇതാണ് വ്യത്യാസം. അപ്പൊ ഈ മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ള പുരോഹിതന്മാർ ഇന്നും ഉണ്ട്. ആരാ? അതിന്റെ യോഗ്യത എന്താണെന്ന് വെച്ചാൽ അവിടെ പറയുന്നു. 7-ാം അധ്യായത്തിൽ വായിച്ചു 7:1 മുതൽ. ശാലേം രാജാവ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ദൈവം. വായിക്കാം, അതോട്ട് വായിക്കാം. പത്തിലൊന്ന് കൊടുത്തു. അപ്പൊ ദശാംശവും കാണിക്കയും വഴിപാടെന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ പിന്നെ യേശു പറയും, നിങ്ങൾ 2 ഒന്നില്ലാത്തതിന് കൊടുക്കാൻ പറയും. അപ്പൊ അത്രത്തോളം നമുക്ക് എത്താം. മിനിമത്തിൽ ആരംഭിച്ചാൽ ഒരു മനുഷ്യൻ വളർന്നു വരുമ്പോൾ അവന് പകുതിയോടെ മനുഷ്യരോട് കൊടുക്കാൻ സാധിക്കും. അതാണ് ഈ വിശ്വാസത്തിന്റെ പ്രാധാന്യം. അതിന് വായിച്ചേ. അപ്പൊ നീതിയുടെ രാജാവെന്നാണ് ആദ്യത്തിന്റെ അർത്ഥം. പിന്നെ ശാലേം സമാധാനത്തിന്റെ. നോക്കുക, ഈ മൽക്കീസേദെക്കിന്റെ പേരിന്റെ പര്യായങ്ങളാണ് ശാലേമെന്നും പിന്നെ നീതിയുടെ രാജാവെന്നും സമാധാനത്തിന്റെ രാജാവെന്നുള്ള പേര്. നോക്കണം, അവന്റെ പേര് നീതിയുടെ രാജാവ്, 2 സമാധാനം. ഇത് രാഷ്ട്രീയമായ രാജാവ് അല്ലല്ലോ. എങ്ങനെ അറിയാം? ഇത് ആ കാലത്തിൽ അങ്ങാണ്ട് ജീവിച്ചിരുന്ന ഒരു രാജാവാണെന്നാണ് മറ്റുള്ള പെന്തക്കോസ്തിലെ നേതാക്കന്മാർ പോലും പറയുന്നത്. അങ്ങനെയാണോ? അപ്പം ശാലേം സമാധാനം, നീതിയുടെ. ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും. അപ്പം ദൈവരാജ്യത്തിലുള്ള പരിശുദ്ധാത്മാവിനെയാണ് ഈ മൽക്കീസേദെക്ക് എന്നുള്ളത് എങ്ങനെ തെളിയിക്കാം? താഴോട്ട് വായിച്ചേ. പിതാവില്ല. ഇന്ന് അങ്ങനെയുള്ള ഒരുപാടെണ്ണം ഉണ്ടല്ലയോ? വിദേശങ്ങളിൽ ചെന്നാൽ പിതാവ് ഏതാണെന്ന് പോലും അറിയാത്തവരുണ്ട്. ഫാദർലെസ് എന്നൊക്കെ വിളിക്കത്തില്ലയോ? അങ്ങനല്ല ഇത്. ഇവര് പിതാവില്ല, മാതാവില്ല, വംശാവലില്ല. അപ്പൊ ആരല്ല? അപ്പൊ ദൈവത്തിൽ 3 ആളത്വമുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പൊ അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരം എന്ന് പറയുന്നത്. അപ്പൊ അത്യുന്നതനായ ദൈവം അല്ലല്ലോ. ഇനി യേശുക്രിസ്തുവാണോ? അല്ല. എങ്ങനെ അറിയാം? യേശുക്രിസ്തുവിന്റെ ജീവാരംഭവും അവസാനം 31-ാമത്തെ വയസ്സിൽ മരിച്ചു. തന്നെയല്ല, വംശാവലിയുണ്ട്. യേശുക്രിസ്തു ദാവീദിന്റെ വംശാവലിയിലാണ് ജനിച്ചത്.
അപ്പൊ വംശാവലി യേശുവിനുണ്ട്, ജീവാരംഭം ജീവാവസാനമുണ്ട്. അത്യുന്നതനായ ദൈവമല്ല. പിന്നെ ആരാ വായിച്ചേ? ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന്റെ തുല്യനായി നോക്കണം, അവൻ ദൈവപുത്രന്റെ തുല്യനാണ്. അപ്പൊ ഇത് മനുഷ്യനല്ലല്ലോ. ഇവൻ ദൈവപുത്രന്റെ തുല്യനായെന്ന് പറഞ്ഞാൽ അത് മനുഷ്യവർഗത്തിൽപ്പെട്ടവനെ അല്ല. കാരണം അവന് മാതാവില്ല, പിതാവില്ല. നോക്കണം, അവന് മാതാവില്ല, പിതാവില്ല. പിന്നെ ആരാ വായിച്ചേ? അവൻ ദൈവപുത്രന് തുല്യനായി. വായിക്കാം. മനസ്സിലാവുന്നുണ്ടോ? സാമാന്യ ബോധമുള്ളവർ മനസ്സിലാകും. ക്രിട്ടിസൈസ് മെന്റാലിറ്റിയോടുകൂടിയാണ് ഇത് പഠിക്കുന്നെങ്കിൽ നിന്റെ ആയുസ് നിനക്ക് മനസ്സിലാകും. മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല. ഇനി വേണമെങ്കിൽ ഒരു രസത്തിന് പറഞ്ഞാൽ മാതാവും പിതാവും ഇല്ലാത്തൊരുത്തനുണ്ടല്ലോ, ആദാവിന് മാതാവും പിതാവില്ല, ദൈവസന്നിധി. പക്ഷെ അവന് വംശാവലിയുണ്ട്, ജീവാരംഭവും അവസാനമുണ്ട്. അപ്പൊ ആദാമല്ല. അപ്പൊ മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ അല്ല ഈ മൽക്കീസേദെക്ക്. പിന്നെ ആരാ? ദൈവപുത്രനാണോ? യേശു ക്രിസ്തുവാണല്ല. അത്യുന്നതനായ ദൈവമല്ല. അപ്പൊ അത്യുന്നതനായ ദൈവമല്ല, യേശു ക്രിസ്തുവല്ല. പിന്നെ ആരാ ഉള്ള തൃത്വത്തിൽ? സംശയമുണ്ടോ? നിങ്ങളിത് ശ്രദ്ധിച്ചത് കേട്ട് നോക്കി, യൂട്യൂബിൽ കേൾക്കുന്നതിൽ നോക്കിയിട്ട് പഠിച്ചു നോക്കി. അപ്പോൾ മൽക്കീസേദെക്ക് പരിശുദ്ധാത്മാവാണ്. അത് മനുഷ്യവർഗത്തിൽപ്പെട്ടവരെ അല്ല. താഴെ വായിരേ മതി. അപ്പൊ ഈ മൽക്കീസേദെക്കിന്റെ ക്രമത്തിലാണ് പൗരോഹിത്യം ക്രിസ്തു സ്ഥാപിച്ചിരിക്കുന്നത്. വായിച്ച് 7:11 വായിച്ച്. 7-ാം അധ്യായം 11-ാം വാക്യം. എന്ന് പറയാതെ പരിശുദ്ധാത്മാവെന്ന മഹാപുരോഹിതനാണ് മൽക്കീസേദെക്ക്. അതിന് ദൃഷ്ടാന്തമായിട്ട് നോക്കിയാൽ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്ത സമയത്തിൽ ഒരു ബലി നടന്നു. അത് കുഞ്ഞാട് ഒരു ആട്ടിൻകുട്ടിയാണെന്ന് പറഞ്ഞില്ല. കാരണം പിൽക്കാലത്ത് യേശു ക്രിസ്തുവിന്റെ പേരിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലോകത്തിന്റെ പാപം ചുമക്കുന്നത് ദൈവം. അപ്പൊ ഒരു ആട്ടിൻകുട്ടിയെ അവിടെ അറുത്തു, ബലിയായി അറുത്തു. ആ അറുത്താരാ? മഹാപുരോഹിതനായ പരിശുദ്ധാത്മാവ് അത്യുന്നതനായ ദൈവത്തിന് യേശു ക്രിസ്തുവിന് സിമ്പലായി ഒരു ആട്ടിൻകുട്ടി. അതാണ് ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാട്. മറ്റൊന്ന് ലോകസ്ഥാപനത്തിന് മുൻപ്. അതെന്തിനാ? നമ്മുടെ പൂർണ്ണതയ്ക്കായിട്ട്. ഇത് പാപത്തിന് വേണ്ടി. അതാണ് ഇന്നലെ ആ ഹോയി മാഫി മാസം ഇതിൽ പറഞ്ഞപ്പോഴേ താല്പര്യം 2 ആടുകൾ, ഒന്ന് അസലേലിന് വിട്ടുകൊടുക്കണം മരുഭൂമിയിലേക്ക്, ഒന്ന് ഇതിനെ ബലിയർപ്പിക്കണം, ഒന്ന് മരുഭൂമിയിലേക്ക്. ആ പുരോഹിതൻ പാപപരിഹാരത്തിനായിട്ട് 2 പ്രാവശ്യം മഹാപരിസരത്തിൽ പ്രവേശിക്കുന്നതായി പറഞ്ഞു. അതെന്തിനാ? അതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 10-ഉം 14-ഉം വായിച്ചേ. എബ്രായർ 11-ന്റെ 10-ഉം 14-ഉം. ഇല്ലല്ലോ, ആ ഇഷ്ടത്തിൽ 11-ലാണോ? എബ്രായ ലേഖനം 10-ന്റെ ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 10-ന്റെ 10. അടുത്തത് 14-ാം വാക്യം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ 2 പ്രാവശ്യം ലോകസ്ഥാപനം മുതൽ അത് മനുഷ്യവർഗത്തിന്റെ പാപത്തിൽ നിൽക്കണം. ബിഫോർ ദി ഫൗണ്ടേഷൻ ഓഫ് ദി വേൾഡ്, ലോകസ്ഥാപനത്തിന് മുമ്പ് യേശു ക്രിസ്തുവിനെ മുൻനിർത്തി വെച്ചിരുന്നതിനാണ് മനുഷ്യന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി, പെർഫെക്ഷൻ. അതാ ഞാൻ പറഞ്ഞ ആ വചനം. അതാണ് തോട്ടത്തിൽ വചനം വെളിപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷെ അത് പൂർണ്ണപ്പെടുത്തുന്ന മനുഷ്യൻ തെറ്റിപ്പോയി. അപ്പൊ ആ പൂർണ്ണതയിലേക്കാണ് ദൈവം നമ്മെ വീണ്ടും യേശു ക്രിസ്തു മൂലം നമ്മളെ ഈ തെരുവിലേക്ക് കൊണ്ടിരുന്നത്. അതിന് യേശു ക്രിസ്തു എടുത്ത പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യമല്ല, മൽക്കീസേദെക്കിന്റെ ക്രമത്തിലാണ്. ആ യേശു ക്രിസ്തുവിനെ പിൻഗാമികളായിട്ട് വരുന്ന ശുശ്രൂഷകരും മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ളവരായിരിക്കണമെന്ന് കർത്താവ് മനസ്സിലാക്കിയത് കൊണ്ടാണ് തന്നെ പിൻപറ്റുന്ന ശിഷ്യന്മാര് മാതാവും പിതാവിനെ ഉപേക്ഷിക്കണം. ഒരു കാര്യമാണോ? അതാണ് ദൈവരാജ്യത്തിന്റെ തങ്ങൾക്കുള്ളതിനെല്ലാം ഉപേക്ഷിക്കണം, തങ്ങൾക്കുള്ളവരെ ഉപേക്ഷിക്കണം. മാത്രമല്ല സ്വന്തം ജീവനെയും വഹിക്കാതിരിക്കുന്നവൻ. 14 വായിച്ച്. തന്റെ സ്വന്തം അപ്പൊ എന്തിനാ സ്വന്തം ജീവനെ പഹിക്കുന്നത്? ശ്രദ്ധിച്ചോളെ, സ്വന്തം ജീവനെ പഹിച്ചാൽ അവന് ബർത്ത്ഡേ ഇല്ല. കാരണം ജീവൻ പോയി, അവനിനി മരണമില്ല. അപ്പം ജീവാരംഭവും
അവസാനമില്ലാത്തൊരു ജീവിതത്തിന് ശുശ്രൂഷിക്കാൻ നമ്മളെ പ്രതീക്ഷിക്കുന്നതിൻ്റെയാണ് നിന്റെ ജീവനെ പ്രതിഷ്ഠിക്കുന്ന ഒരു ഭാഗം. ആ ജീവനെ സ്നേഹിക്കുന്നതിന് കളയും. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ആർക്കും ബർത്ത്ഡേ ആഘോഷിക്കാൻ വകുപ്പില്ല. കാരണം അത് പഴയ മനുഷ്യനാണ്. വീണ്ടും നിങ്ങളുടെ കുടുംബത്തിൽ പിള്ളേർ ബർത്ത്ഡേ ആഘോഷിച്ചാൽ പിശാചിനെ വലിച്ചു വെക്കുകയാണ്, സ്വയം നാശം ഉണ്ടാക്കുകയാണ്. ആരെങ്കിലും ടി വി കാണുമ്പോൾ മെഴുകുതിരി ഊതിയതും ആ കാണുന്ന വെല്ലുവിടും ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്നിനും പിശാചിനെ വലിച്ചു വെക്കുക. പണ്ടൊക്കെ പെന്തിക്കോസുകാർ വീട്ടിൽ ചെന്നാൽ നല്ല ഷോക്കേസുള്ള വചനങ്ങൾ കാണും. എത്ര വീട്ടിലുണ്ട് ഇവിടെ? എത്ര വീടുകളിൽ വചനം വെച്ചിട്ടുണ്ട്. ആ ബൊമ്മ ഈ ബൊമ്മ കണ്ട കടച്ചാണെല്ലാം വലിച്ചു വാരി വെക്കും. എന്നിട്ട് പിശാചിനെല്ലാം കയറ്റി അവിടെ വായിച്ച് വെച്ചാൽ ഭാഷ പ്രാർത്ഥിക്കാൻ വന്നവരും വെളുപ്പാക്കാലത്തും ഭാഷയ്ക്കൊക്കെ ഭാഷ പ്രാർത്ഥിക്കാൻ വന്നവരും. ഇതിനിടയ്ക്ക് ഞാൻ കേട്ട ആരോ വേളാങ്കണ്ണി ചെന്നിട്ട് മാതാവിനെ തൊഴുതെന്നാണ് പറയുന്നതാണ്. വേളാങ്കണ്ണി ടൂറിന് പോയപ്പോൾ ഒരു വിശ്വാസി മാതാവിനെ തൊഴുതായിട്ട് വേറെ വിശ്വാസി എന്ന് പറയും അവിടുത്തെ വിഗ്രഹത്തിൽ. ഇനി വേറൊരു വിശ്വാസിയുടെ സന്തതി ഇവിടെ ഈ കുരിശും തൊട്ടി പോയി അവിടുത്തെ വിഗ്രഹത്തിന് മുമ്പിൽ പോയി മെഴുകുതിരി കത്തിച്ച് എന്തിനാണ്? നന്മ പറഞ്ഞവളെ നമ്മളെ അത് അവരുടെ വിശ്വാസം. അപ്പോൾ എത്രമാത്രം പിള്ളേരുടെ ജാഗ്രതയോടെ നോക്കി അവരും വഴിതിരിഞ്ഞ് പോവുകയാണ്. ഞാൻ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കി വന്നാലും ശരി ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കെയർ ചെയ്യുന്നില്ല. പിള്ളേരുടെ ഭൗമിക അഡ്മിഷൻ വേണം, അവരെ ജോലിക്കാരാക്കണം, നേഴ്സാക്കണം, ഭൗമികത്തിൽ വളർത്തിയെടുക്കണം എന്നല്ലാതെ ആത്മീയത്തിൽ വളർത്തുക എന്നുള്ളത് ഇന്ന് പെന്തിക്കോസുകളിൽ നല്ല ശതമാനവും പോയി. അതതിൻ്റെ കാരണം. പിന്നെ പിള്ളേർ വളർന്നു കഴിയുമ്പോൾ ഒരു കല്യാണം കഴിയുമ്പോൾ അവർ മറന്നു പോകും. പിന്നെ തന്തേ തള്ളി നോക്കത്തില്ല. ആരാ കുറ്റക്കാര്? തന്നെയല്ല നിങ്ങളോട് ആരും പറഞ്ഞത് നിർത്താൻ? കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞു നിങ്ങൾ സന്തതികളെ പെരുകാനാണ് പറഞ്ഞു. ഇതില്ലയോ വാഗ്ദത്വം എന്താ? ഏദൻ തോട്ടത്തിൽ വെച്ച് ആകെ കൊടുത്തിരിക്കുന്ന ഒരു കൽപ്പന എന്താ? നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഇന്ന് പിള്ളേരെ വേണമെന്നാണ് പറയുന്നത്. ചിലത് ഒന്നു മതി എന്നാണ് പറയുന്നത്. ആര് പറഞ്ഞതൊക്കെ? പണ്ട് അമ്മച്ചിമാർ 11 ആയി കഴിഞ്ഞ് ഒന്നുകൂടെ കർത്താവേ യാക്കോബിൻ്റെ കുടുംബത്തിൽ 12 ഉണ്ടായിരുന്നു, ഒന്നുകൂടെ തരണമെന്ന് പറയുന്നതാണ്. അങ്ങനത്തെ കാലമായിരുന്നു. ഇപ്പം നിങ്ങൾ നിർത്തുന്നതിനൊക്കെ അവിടുത്തെ ചോദ്യം ചോദിക്കും. ഇപ്പം എൻ്റെ അമ്മയും അപ്പനൊക്കെ 2 മതിയെന്നും പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ ഞാനും എൻ്റെ പെങ്ങളൊന്നും കാണത്തില്ലായിരുന്നു. ഞാൻ പുള്ളിക്കാരൻ 4-മത്തെ, ഞാൻ 5-മത്തെയാണ്. രണ്ടുപേരും പിന്നീട് പെന്തിക്കോസിൽ നല്ല ശുശ്രൂഷകരായി തീർന്നില്ലേ. അവൻ ചോദിക്കും നിന്റെ 4-മത്തെ എന്തെന്ന് ചോദിക്കും. അവിടെ സ്ക്രീൻ കാണിക്കും. അപ്പം മുട്ടടിക്കരുത് കേട്ടോ. അതുകൊണ്ട് ദൈവം തമ്പുരാൻ തരുന്ന സംഭവത്തോട് സ്വീകരിച്ചു. നിങ്ങൾ ആര് പറഞ്ഞു നിങ്ങൾക്ക് നിർത്താൻ? ദൈവം പറഞ്ഞു നിങ്ങൾ സന്താനപുഷ്ടികളായി പെരുകാനാണ്. പിന്നെ ചെലവ് കൊടുക്കുക നിങ്ങളല്ലല്ലോ. ഇവിടെ ഈ ജോലിയും പ്രാപ്തിയും പത്രാസും ഇല്ലാത്ത കാലത്തിൽ മാതാപിതാക്കന്മാർക്ക് 10-12 ഉണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്തു? ദൈവം വളർത്തിയെടുത്തു. അവരാരും അതിനെക്കുറിച്ച് വറി ചെയ്തില്ല. നിങ്ങൾക്കിപ്പോൾ ഒന്ന് കിട്ടുന്ന തന്നെ ഭാരമാണ്. അതിനെ വളർത്താൻ ഭാരം. കാരണം നിങ്ങൾക്ക് ദൈവമായിട്ട് ബന്ധമില്ല. അന്ന് അമ്മാവോട് ചോദിച്ചു അത് ദൈവം നോക്കിക്കോളൂ. പിള്ളേരുടെ പഠിത്തം ഇവിടെയാണ് തോറ്റുപോയിരിക്കുന്നത്. അവസാനം ഇതിനെ കണക്ക് കൊടുക്കണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ പരിശുദ്ധാത്മ യേശുക്രിസ്തു എങ്ങനെ മൽക്കീസദേക്കിന്റെ ക്രമത്തിലായി? യേശുക്രിസ്തു ജനിച്ചപ്പോൾ തന്നെ നോക്കണം, ഓരോ സ്റ്റെപ്പിലും 12-ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ ആലയത്തിൽ ഈ സമയത്തിൽ അപ്പനും അമ്മയും വന്ന് പ്രയാസം പറഞ്ഞു. നീ ഞങ്ങളെ ഭാരപ്പെടുത്തി എന്തിനാ? എന്നെ തിരഞ്ഞ എന്തിനെ? ഞാൻ പിതാവിനടുത്ത് ഉള്ളതിലിരിക്കേണ്ടതല്ലയോ? അപ്പോൾ അമ്മയപ്പനെ താൻ പ്രതീക്ഷിച്ചു. അവർ പ്രതീക്ഷിച്ചില്ലെങ്കിൽ യേശു അമ്മയപ്പനെ പ്രതീക്ഷിച്ചു. രണ്ടാമത് യേശു ക്രിസ്തുവിനെ കാണാൻ വന്നില്ലേ അമ്മയും സഹോദരന്മാരും? ആ റിലേഷൻ യേശു കാണിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ അമ്മയും സഹോദരന്മാർ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്. കാനാവിൻ കല്യാണത്തിൽ വെച്ച് അമ്മയെന്നുള്ള അവകാശത്തോടെ യേശുവിൻ്റെ അടുത്ത് മോനെ പിരിഞ്ഞു തീർന്നുപോയി. യേശു സ്ത്രീ എനിക്ക് നിനക്കും തമ്മിൽ ഞാൻ വന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളുള്ള ബന്ധമല്ല. മറിയയിൽ കൂടെ യേശു ക്രിസ്തു ജനിച്ചെന്നുള്ളൊരു നല്ലൊരു പരിപാലനമായ കാര്യമുണ്ട്. അതിനുള്ള യോഗ്യത അവർക്ക് കൊണ്ടുതാണ്. സ്ത്രീകളെ നീ വാഴ്ത്തപ്പെടും, ഒക്കെ ശരിയാ, അതിനൊരു കുറവില്ല. പക്ഷേ യേശു ക്രിസ്തുവിനെ നിയന്ത്രിച്ച് നടത്താൻ മാതാവിന് ഇല്ല. എന്ന് പറഞ്ഞു, സ്ത്രീ എനിക്ക് നിനക്കും എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. കാരണം എൻ്റെ സമയം പിതാവിൻ്റെ സമയമാണ്. അങ്ങനെ റിലേഷൻഷിപ്പല്ല യേശു പ്രതീക്ഷിച്ചു. ഇനി ക്രൂശിൽ വെച്ച് നോക്കുക. ക്രൂശിൽ വെച്ച് യേശു യോഹന്നാനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ. അതെന്താ യോഹന്നാനെ വിളിക്കാൻ കാരണം?
യേശു നോട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് യോഹന്നാൻ്റെ അമ്മ പുതിയതായിട്ട് നെയ്യപ്പം ചുട്ട് വരും, അല്ല ഉണ്ണിയപ്പം ചുട്ടിട്ട് വരും മക്കൾ കൊടുക്കാൻ. മക്കളുടെ സ്നേഹം വിടുന്നില്ല. യാക്കോബിനോടും യോഹന്നാനുള്ള അമിത സ്നേഹത്തിൽ അമ്മ പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് വരും. യോഹന്നാൻ അമ്മയെന്ന് പറഞ്ഞ ജീവനായിരുന്നു, യാക്കോബിനെ കത്തയില്ല, ഇളയ മോനല്ലേ. അപ്പൊ ഈ സ്നേഹബന്ധം യോഹന്നാൻ വിട്ടിട്ടില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് യോഹന്നാനെ തന്നെ വിളിച്ചു പറഞ്ഞത്, അതല്ല നിന്റെ അമ്മ, സബദിയുടെ ഭാര്യയല്ല നിന്റെ അമ്മ, ഇതാണ് നിന്റെ അമ്മ, ഇതാണ് ഈ ശുശ്രൂഷയുടെ മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളും ഈ വേലയെക്കുറിച്ച് ദർശനമുള്ള ഒരു വീട് പ്രതീക്ഷിച്ച് വരുന്നതിൻ്റെ കാരണം. രണ്ടാമത് മറിയ എത്രയാലും പ്രസവിച്ച അമ്മയല്ലേ, അവർക്ക് ആ വേദന കാണും. പക്ഷെ യേശു പറഞ്ഞു, ഞാനല്ല നിന്റെ മകൻ, ഇതാ നിന്റെ മകൻ. അങ്ങനെ മകനില്ലാത്തവരെ മകനും അമ്മയില്ലാത്തവരെ അമ്മയുമാക്കി തീർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ മാർഗം. അതുകൊണ്ടാണ് തീമോഥെയോസ് പറഞ്ഞത്, മുതിർന്ന സ്ത്രീകളെ അമ്മയെപ്പോലെയും സാധാരണ സ്ത്രീകളെ പ്രായം കുറഞ്ഞ സഹോദരിമാരും പോലും കൈക്കണം. ആ ഒരു ബന്ധത്തെ സ്ഥാപിച്ച മിഷനാണ് ആദിമസഭയിൽ. നിങ്ങൾ വായിച്ചു നോക്കി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ ആദിമസഭയിൽ ഇതേ ഫെയ്ത്ത് ഹോമിൽ റൂൾ ഉണ്ടായിരുന്നു. ഒരു ഫെയ്ത്ത് ഹോമിൽ ഉപദേശിയും സഹോദരിമാരും ഒന്നിച്ച് ജീവിച്ച കാലഘട്ടം 1-ാം നൂറ്റാണ്ടുണ്ടായിരുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം വായിച്ച് 2-ാം വാക്യം 4:2. ഇപ്പൊ നമ്മുടെ സമയത്ത് തന്നെ എത്രയോ സഹോദരിമാർ വരുന്നു, ഞങ്ങളെപ്പോലെ വരുന്നു, വന്ന് യുബായിട്ടുകൊണ്ട് പൂർണ്ണമാകും. 40 വർഷമായിട്ട് പൂർണ്ണമാകുന്നില്ല. അപ്പൊ അവരുടേതായ തനിഗുണങ്ങൾ കാണിക്കും, വഴക്കുണ്ടാക്കും, ബഹളമുണ്ടാക്കും, തമ്മിൽ തല്ലും. ഏതാ കൈകൊണ്ട് തല്ലിയാൽ വിവരം അറിയാവുന്നതുകൊണ്ട് പിന്നെ അതില്ല. അപ്പൊ ഇതെല്ലാം നടക്കും. ഇതെല്ലാം 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിയോടും സുന്ദരിയോടും പ്രബോധിപ്പിക്കുന്നു. വായിച്ചേ. സാക്ഷാൽ ഇണയാളി, അത് ഉപദേശി. ഉപദേശിയോട് സെൻട്രൽ പാർട്ടിൽ ചീഫ് പാർട്ടി പറയുകയാണ്, നീ അവർക്ക് സഹായിക്കണം. അവർ സാധാരണ സൗകര്യമാരല്ല. 2 പേര് 2 റൂട്ടിൽ കൂടെ വേല ചെയ്ത സമയത്തിൽ ഇവർ 2 സ്ഥലത്ത് വേല ചെയ്തവരായിരുന്നു. പക്ഷേ ഇന്ന് 2 കൂടെ ഒന്നിച്ചൊരു പെയ്ത്തോടെ വന്നു. 2നെയും മാറ്റി നിർത്താൻ ഒക്കത്തില്ല. 2 തുല്യ ശക്തികളാണ്, തുല്യ കൃപയുള്ളവരാണ്. അവളിപ്പോൾ ആരാർ കീഴ്പ്പെട്ട് പോകുന്നുള്ളതായ ഒരു പോരാട്ടം. ഒരുപക്ഷെ അവരുടെ സ്വയത്തെ ഉടയ്ക്കാൻ വേണ്ടി ഈ ട്രാൻസ്ഫർ വിട്ടതായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് ഏകചിന്തയോട് ഇരിപ്പാൻ യുവതികളോടും വൈകാം. അത് ആ ഉപദേശിയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഫെയ്ത്ത് ഹോമിൽ ഇതേ സെറ്റിൽമെന്റിൽ ഇതേമാതിരി ക്രമീകരണം ഉണ്ടായിരുന്നു. അത് തെറ്റല്ല. അവൾ പാപത്തിൽ വീഴുന്നു പോട്ടെ, ജയം പ്രാപിക്കുന്നവനെ ഉള്ളു ഇവിടെ. ഏതാ ജയിക്കുന്നവന്, അവിടെ ജയിക്കുന്നവനെ കൂട്ടുരാത്തല്ല. ഒരേ ഫെയ്ത്ത് ഹോമിൽ പല സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് ജീവിച്ച് അവരെ ജയിക്കണം. ഏതാ ജാതിയെ ജയിക്കണം, ഭാഷയെ ജയിക്കണം, ജഡത്തെ ജയിക്കണം. അങ്ങനെ ആരെങ്കിലും ജയിച്ചാൽ, ജയിക്കുന്നവരുണ്ടല്ലോ, ആ ജയിച്ചവരുടെ സംഘമാണ് 144,000. അത് TPM മാത്രമല്ല, വെളിയിലുണ്ട്. ഇതേ റേഞ്ചിൽ ജീവിക്കുന്ന വെളിയിലുള്ളവരുണ്ടല്ലോ, മറ്റു സഭ കാണുമായിരിക്കും, അവർക്ക് ആ സ്ഥാനത്ത് വരും. അങ്ങനെ 144 എന്ന് പറഞ്ഞത് TPMകാരുടെ ഉപദേശമല്ല, അത് ബൈബിളിൻ്റെ ഉപദേശമാണ്. എങ്ങനെ അറിയാം? അതാണ് മൽക്കീസേദെക്കിന്റെ ക്രമത്തിലും ഈ ശുശ്രൂഷയും കറക്റ്റാണ്. 144,000 വെളിപ്പാട് 14-ാം അധ്യായത്തിൽ കാണുന്നത് സത്യമാണ്. അത് പുതിയ സഭയിലെ വിശുദ്ധന്മാരാണ്. അത് TPMകാർ മാത്രമാണെന്ന് പറയുന്നത് തെറ്റാണ്. എങ്ങനെ അറിയാം? വായിച്ച് വെളിപ്പാട് 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നോക്കണം. സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ അവന്റെ നാമവും പിതാവിന്റെ നാമവും. അതിന്റെ അർത്ഥം എന്താ? ഇവർ ഡബിൾ ആക്ഷാണ്. ഒന്ന്, അവർ കുമാരനെ പോലെ അനുസരണമുള്ളവരുമാണ്, പിതാവിനെ പോലെ സഭയ്ക്ക് പിതാക്കന്മാരായി ജീവിക്കുന്നവരും കൂടിയാണ്. അടുത്തത് മതി. അടുത്തത് അടുത്തത് അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്ക് മധ്യേ പാട്ടുപാടി. കാരണം എന്താ? അത് അവരുടെ അനുഭവ സാക്ഷ്യമാണ്. ഇപ്പൊ ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ വേറെ പറയാൻ ഒക്കത്തില്ലല്ലോ. അതാണ് അവരുടെ പാട്ട്. ലൈഫ് ഇസ് ദെയർ സോങ്. അവരുടെ അനുഭവം തന്നെ ഒരു പാട്ടാണ്. നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങളുടെ അനുഭവം നിങ്ങൾ പറയുമ്പോൾ വേറെ ആർക്കെങ്കിലും അത് പറയാൻ ഒക്കുമോ? ഇല്ല. അതാണ് ആ പാട്ടെന്ന് പറയുന്നത്. അതിന് അടുത്ത് വായിക്കാം. കന്യകയുടെ മനസ്സ്. പൗലോസ് പറഞ്ഞില്ലേ, ക്രിസ്തുവിന്റെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു പോകാതിരിക്കുന്നത് കന്യകയുടെ മനസ്സായി. കന്യകയുടെ മനസ്സിലെന്താ? കന്യകയുടെ മനസ്സ് വേറൊന്നുമില്ല, താൻ വിവാഹം ചെയ്യപ്പെടുന്ന എക്സ്പോസ്ഡ് ഹസ്ബൻഡിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. കുഞ്ഞാളിൽ കർത്താവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു.
അങ്ങനെയുള്ളവരെ ആ സ്ഥാനത്ത് എത്തത്തുള്ളൂ. പിന്നെ നമുക്കൊരു രസത്തിന് പറയാം, നമ്മളെല്ലാം പോകുന്നു. ആരും പോകത്തില്ല, സ്വർഗത്തിൽ പോകും. പക്ഷെ പുതിയ യെരൂശലേമിൽ പോകണമെങ്കിൽ ഇതേ റേഞ്ചിൽ ഞാനോ നിങ്ങളോ ആയിത്തീരുന്നില്ലെങ്കിൽ സൂര്യയുടെ വിലക്കാരനായി ഞാനും പോകത്തില്ല. അതിപ്പം രക്തസാക്ഷിയായിത്തീരി രോഗശാന്തിക്ക് വേണ്ടി പിടിച്ചിരിക്കുകയാണെങ്കിൽ പുതിയ ആകാശത്തിൽ പോകും. രക്ഷ നഷ്ടപ്പെടാതിരുന്നാൽ പുതിയ ഭൂമിയിൽ പോകും. പക്ഷെ പുതിയ യെരൂശലേം എന്ന് പറയുന്നത് ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന ഞാൻ കണ്ടു. അതിന് താഴോട്ട് വായിച്ച്, കന്യകമാര്, അവരുടെ മനസ്സ് കന്യകത്വമായിരിക്കണം. അടുത്ത് സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്ത്രീയോട് വ്യഭിചാരം ചെയ്ത് മാത്രമല്ല, ഈ ലോകത്തെ സ്ത്രീയോട് ഉപമിച്ചിട്ടുണ്ട്. ലോകസ്നേഹം ദൈവത്തിന് ശത്രുത്വം, വ്യഭിചാരിണിയായുള്ളവരെ, ഇസബേൽ എന്ന സ്ത്രീയെ, അങ്ങനെയുള്ള ആത്മാവ് നമ്മളെ ജയിക്കുന്നവനായി തീരുമ്പോഴാണ് സ്ത്രീകളോടുകൂടി മാലിന്യപ്പെട്ട. ഓരോ സ്ത്രീയോടും പാപം ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ല, പാപം ചെയ്യാൻ പാടില്ല. വ്യത്യസ്തമായ ആത്മ, നിങ്ങൾ കാണുന്നില്ല ഓരോ ഫെയ്ത്തോടേക്ക് വരുമ്പോൾ സ്ത്രീയിലും പുരുഷനും ഉണ്ടാകുന്ന സ്പിരിറ്റുകൾ, സ്വയത്തിൻ്റെ നീളത്തിൻ്റെ തന്നെ ദാസ്യവും, അതിന് കീഴ്പ്പെട്ടു പോകരുത്, അതിന് അടിയറ വയ്ക്കരുത്, അതിനെ ജയിക്കണം. അങ്ങനെ ജയിച്ച് ജയാളികളായി തീരുന്ന ഉപദേശമാണ് അവർ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ. പിന്നെ അവർക്കൊരു പ്ലാൻ ഇല്ല. പത്രോസ് പറഞ്ഞ പോലെ വേർത്തതിന്റെ അരകെട്ടും പരിശുദ്ധാത്മാവിന്റെ അരകെട്ടി ആ പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടുന്ന ഒരു അനുഭവത്തിൽ എത്തുന്നവർ മാത്രമാണ് ഈ അനുഭവത്തിൽ കാണുന്നത്. അടുത്ത് ആദ്യഫലം, 3 ആദ്യഫലമാണ്. ഒന്നാം ക്രിസ്തു, ഓരോരുത്തരും 15-ാം തീയതി ക്രിസ്തു ആദ്യഫലം. യാക്കോബിലെ 1:18 വായിക്കുമ്പോൾ സഭ ആദ്യഫലം, ഇവിടെ കർത്താവിന്റെ വേലക്കാർ ആദ്യഫലം. 3 ആദ്യഫലമാണ്. ഈ രണ്ടുപേരും ചേർന്നാണ് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. അവിടെ വേലക്കാർക്ക് വിശ്വാസത്തിൽ 2 നഗരമല്ല, ഒരൊറ്റ നഗരം. വായിച്ച് 21-10 വാക്യം. വെളിപ്പാട് പുസ്തകം 21-ന്റെ ഇതാണ് പുതിയ യെരൂശലേം, പുതിയ ദിവസം മണവാട്ടി, ക്രിസ്തുവിന്റെ കാന്ത മണവാട്ടി. ഈ മണവാട്ടിയെ കുറിച്ച് ഉത്തമഗീതം 7:1 അല്ലെങ്കിൽ 6 അവസാനം പറയുമ്പോൾ, കർത്താവിന്റെ വരവിൽ സഭ എടുക്കപ്പെടുമ്പോൾ ഇവിടെ ശേഷിക്കുന്ന വിശ്വാസികളും വേലക്കാരും അല്ലെ നാട്ടുകാരോട് കണ്ടു, അവരുടനെ ഇത് കണ്ട് അന്തം വിട്ടുപോയി. ഈ കർത്താവിന്റെ വരവിൽ സഭ എടുക്കപ്പെടുമ്പോൾ ഇതിൽ മാറ്റമായി, ചേഞ്ചായി, അന്തരീക്ഷം മാറി, മനുഷ്യന്റെ സ്വഭാവങ്ങളിൽ മാറ്റം വരുന്നു. അതുകൊണ്ട് അവർ നിലവിളിക്കുക, സൂര്യപത്തിയെ നീ മടങ്ങി വാ, നീ വന്നെങ്കിലേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുള്ളൂ. വായിച്ചു, തിരുമ്പി വാ, മടങ്ങി വരിക സൂര്യപത്തിയെ, ഞങ്ങൾ നിന്നെ പാർക്കും പഠിക്കുക കാണാൻ വേണ്ടി. അപ്പൊ അവർ ചോദിക്കുക, നിങ്ങൾക്ക് എന്താ അതിനകത്ത് കാണാൻ കഴിയുന്നത്? ഈ സൂര്യപത്തിയിൽ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന രഹസ്യം എന്താണ്? അപ്പോൾ എന്താ പറയുന്നത്? വായിച്ചേ, 2 സേനയ്ക്ക് സമമാണ് അവൾ. പുതിയ നിയമസഭയിൽ ഇത്രയുണ്ട്, 2 സൈന്യങ്ങൾ അടങ്ങിയ ഒരു കോമ്പിനേഷനാണ് സഭയെന്ന് പറയുന്നത്. മനസ്സിലാവുന്നത് ചെറിയ കാര്യമല്ല. അവിടെ നമ്മുടെ പാട്ടി പറയുന്നത്, 2 സേനയ്ക്ക് സമാനമാണവൾ, പെന്തക്കോസ്തിൽ നാളിൽ ജനിച്ചുവല്ലോ. 2 സേനയ്ക്ക് സമാനമാണവൾ, പെന്തക്കോസ്തിൽ നാളിൽ ജനിച്ചുവല്ലോ. രണ്ടപ്പമായ സിയോനും ശാലേനും സ്വർഗ്ഗം ചേരുന്ന നാളടുത്തേ. രണ്ടപ്പമായ സിയോനും ശാലേനും സ്വർഗ്ഗം ചേർന്നിടും നാളടുത്തേ. അത്ഭുതവാന യേശുരാജൻ വേഗത്തിൽ വെളിപ്പെടുമേ, വാനം വേഗത്തിൽ ചേർത്തിടുമേ. അത്ഭുതവാന യേശുരാജൻ വേഗത്തിൽ വെളിപ്പെടുമേ, വാനം വേഗത്തിൽ ചേരുമ്പോൾ 2 സേനയ്ക്ക് സമം. അതാണ് സഭ എന്ന് പറയുന്നത്. ഏതാണ് ഈ 2 സേന? 2 സേന എന്ന് പറഞ്ഞാൽ അതൊക്കെയാ. വായിച്ച് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, യാക്കോബ് മടങ്ങി വരുമ്പോൾ അവൻ സൈന്യങ്ങളുടെ കൂട്ടങ്ങളെ കാണും. ദൂതന്മാർ എന്ന് പറയുന്ന സൈന്യങ്ങൾ ഇറങ്ങി അവൻ എതിരേൽക്കാൻ വരുന്നവർ കാണുകയാണ്. മഹനീയം, മഹനീയം എന്ന് പറഞ്ഞാൽ സൈന്യങ്ങളുടെ താവളം എന്നതിൻ്റെ അർത്ഥം. സൈന്യങ്ങൾ പ്രത്യക്ഷപ്പെട്ട സ്ഥലം.
ആ സൈന്യത്തിന്റെ പ്രത്യക്ഷപ്പെടലാണ്, അതല്ല പുതിയ നിയമസഭയുടെ പ്രത്യക്ഷപ്പെടലാണ് മണവാട്ടി സഭ എന്ന് പറയുന്നത്. അതാണ് രണ്ട് സൈന്യത്തിന് തുല്യമായ സഭ എന്ന് പറയുന്നത്. അതെങ്ങനെ രണ്ട് സൈന്യം? ഇനി മലയാളത്തിൽ വായിക്കുമ്പോൾ മഹനീയമിലെ നൃത്തത്തെ പോലെ എന്നാണ് വായിക്കുന്നത് അല്ലേ? വായിച്ച് പുതുമയത്തിൽ വായിക്കുമ്പോൾ അവൾ മഹനീയമിലെ നൃത്തം പോലെ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിലും തമിഴിലും ആ സിറ്റി പറഞ്ഞ കമ്പനി ഓഫ് ടു ആർമീസ്. വായിച്ച മലയാളം മഹനീയമിലെ നൃത്തം എന്ന് പറഞ്ഞാൽ ഈ മഹനീയം യാക്കോബിന്റെ കാലത്തിൽ സൈന്യങ്ങൾ വെളിപ്പെട്ട സ്ഥലമായതുകൊണ്ട് ദാവീദിന്റെയും സലോമോന്റെയും കാലത്തിൽ ആ മഹനീയം എന്ന് പറയുന്ന സ്ഥലം സൈന്യ താവളം, പോലീസ് ക്യാമ്പ് എന്ന് പറഞ്ഞ പോലെ, പട്ടാള ക്യാമ്പ് എന്ന് പറഞ്ഞ പോലെ ഈ സ്ഥലം ദാവീദിന്റെ സൈന്യത്തിന്റെയും പോലീസിന്റെയും ക്യാമ്പാക്കി മാറ്റിയ സ്ഥലമാണ്. ഇപ്പൊ തിരുവനന്തപുരം പോലീസ് അക്കാദമി എന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ മഹനീയം എന്ന് പറയുന്നത് ഈ ആർമിയെ, പട്ടാളക്കാരെയും പോലീസുകാരുടെയും താവളമായിരുന്നു. ഇവര് വർഷത്തിലൊരിക്കൽ അവർക്ക് പരേഡ് ഉണ്ട്, അല്ലെങ്കിൽ ആർമി ഡേ. അപ്പൊ ആർമി ദിവസത്തിൽ ഈ രണ്ട് സൈന്യങ്ങളും നൃത്തം ചെയ്യും. പരേഡുകൾ പുതിയ നമ്മൾ കാണുന്നത് ആർമി ഡേ, നേവൽ ഡേ, എയർഫോഴ്സ് ഡേ, ഇങ്ങനെയുള്ള അവരുടെ ഫെസ്റ്റിവൽ വരുമ്പോൾ അവർ പുതിയ പുതിയ കാര്യങ്ങൾ കാണിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ, നൃത്തങ്ങൾ. ആ നൃത്തത്തെയാണ് സലോമൻ പറയുന്നത് നൃത്തം പോലെ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ അത് രണ്ട് കമ്പനികൾ ചേർന്ന രണ്ട് സൈന്യമാണ്. അപ്പൊ കമ്പനികൾ ചേർന്ന രണ്ട് സൈന്യങ്ങളുടെ നൃത്തത്തെയാണ് അവിടെ വ്യാഖ്യാനിക്കുന്നത്. അതാണ് സിയോനും യെരൂശലേമും. ആ രണ്ട് സൈന്യം എന്ന് പറയുന്നത് മറ്റൊരു ഭാഷ പറഞ്ഞ രണ്ടപ്പം. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ സഭ, അതിന്റെ ആരംഭം 10-ാം വാക്യം പോലെ യേശുക്രിസ്തുവിന്റെ കുഞ്ഞാടിന്റെ ബലിയും പെസഹ കുഞ്ഞാടിനെ ബലിയായി അർപ്പിച്ച് ക്രൂശിക്കപ്പെട്ടതിന് ശേഷം 50-ാം ദിവസം സഭ ഭൂമിയിലുണ്ടായി. വായിച്ചേ ലേവ്യ പുസ്തകം 23-13-15-ാം വാക്യം മുതൽ. ശബത്തിന്റെ നിങ്ങൾ നിരാകരണത്തിന്റെ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ ഏഴാമത്തെ ശബത്തിന്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം വേണ്ടി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. അടുത്തത് നീരാജനത്തിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നീരാജന അർപ്പണത്തിന് രണ്ടിടങ്ങിരി, അല്ലെങ്കിൽ തമിഴ് വായിക്കുമ്പോൾ ഒരു മരക്കാലിൽ 2 പങ്ക്. അവിടെ ഒരു മരക്കാൽ എന്ന് പറഞ്ഞാൽ രണ്ടിടങ്ങരി ഉള്ള ഒരു മരക്കാലാണ് തമിഴ്നാട്ടിൽ, നമ്മൾ ഇടങ്ങരി എന്ന് പറയും. അപ്പൊ ഒരു മരക്കാലിൽ കൊള്ളുന്ന ഈ മാവിനെ 2 അപ്പമാക്കി മാറ്റണം. അതിൻ്റെ അർത്ഥം ഒരപ്പത്തിന് ഒരിടങ്ങരി മാവായിരിക്കണം, ചെറിയ അപ്പമൊന്നുമല്ല. അങ്ങനെ 2 അപ്പം ഒരു മരക്കാലിൽ കൊള്ളുന്ന മാവ് കൊണ്ട് 2 അപ്പത്തിൽ ഉണ്ടാക്കി ദൈവത്തിന് ആദ്യ ഫലമായിട്ട് അർപ്പിക്കണം. വായിക്കാം. നോക്കണം, നേരിയ മാവ്. അതാരാ? നാം വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും അല്ലെങ്കിൽ മാസത്തവരും അങ്ങനെ ആക്കി തീർക്കുന്ന അനുഭവം, വിശദീകരണം. വായിക്കാം. കുളിപ്പിക്കാന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നാം ശുദ്ധീകരിക്കും. ജാതികളുടെ വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് പ്രസാദമായി തീരുന്ന അവസ്ഥ. ഇതൊക്കെ സഭയിലുണ്ടാകുന്ന പ്രോസസ്സാണ്. അടുത്തത് ഇതാണ്. അപ്പൊ ആ കാണുന്ന 23-ാം അധ്യായത്തിൽ 7 ഉത്സവങ്ങളെ പറ്റി പറയുന്നു. അതിൽ പെസഹ, കർത്താവിന്റെ ഉയർപ്പ്, പിന്നെ ഈ പറഞ്ഞ പോലെ സഭ. ഈ പറഞ്ഞ വാക്യം പുതിയ നിയമസഭയാണ്, 2 അപ്പം. അതെന്നാണ് ഈ നീരാജനക്കറ്റ അർപ്പിച്ചത്. നീരാജനക്കറ്റ എന്ന് പറഞ്ഞാൽ പണ്ട് പള്ളികളൊക്കെ എത്തുന്ന കാലം അച്ഛന്മാർ കുർബാനയുടെ സമയത്ത് ഈ കതിർക്കറ്റ പോലെയുള്ളതായ അർളിക്ക എടുത്തിങ്ങനെ ആകാശത്ത് ഭൂമിക്ക് ഉയർത്തി സൈഡിലേക്ക് ഉയർത്തും. അതായത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് സകല മനുഷ്യൻ രക്ഷയ്ക്കായിട്ടാണ് വെളിപ്പെടുത്തുന്നതാണ് ഈ അർളിക്ക. നിങ്ങൾ കാണിച്ചപ്പം ഈ കതിർക്കറ്റ പോലെയുള്ള അർളിക്ക അച്ഛൻ ടവലിട്ട് പിടിക്കും വിശുദ്ധമായതുകൊണ്ട്. അതിങ്ങനെ കുർബാന സമയത്ത് 4 സ്ഥലത്തേക്ക് കാണിക്കും. അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചു ഉയർത്തുന്നേറ്റവും. അങ്ങനെ ഉയർത്തുന്നതിൻ്റെ ദിവസം മുതൽ 7 ശബത്ത് കഴിയണം. 7 ശബത്ത് എന്ന് പറഞ്ഞാൽ 7-7-49. പിറ്റേ ദിവസം ഞായറാഴ്ച 50-ാം ദിവസം. ആ 50-ാം ദിവസം എന്ത് ചെയ്യണം? വാസസ്ഥലത്തു നിന്ന് 2 അപ്പം പുളിപ്പിച്ചിട്ട് കൊടുക്കണം. ഇതാണ് യഹൂദൻ. അതിനെ ആഘോഷിക്കാൻ യഹോഷം വന്നപ്പോഴാണ് പെന്തക്കോസ്ത് നാളിൽ നോക്കണം, ആ 50-ാം ദിവസം 120 പേർ കൂടിയിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കുളിപ്പിച്ച് ചുട്ടു. അന്യഭാഷ എല്ലാവരും ഓടിക്കൂടി. ആ 120 പേര് 2 ഗ്രൂപ്പായിട്ട് മാറി. 12 അപ്പോസ്തലന്മാർ എഴുന്നേറ്റു, 108 പേര് ഇരുന്നു. 108 വിശ്വാസികളും അല്ലെങ്കിൽ ശിഷ്യന്മാരും 108 അപ്പോസ്തലന്മാരും. 12 അപ്പോസ്തലന്മാർ.
അങ്ങനെയല്ല വായിക്കുന്നത്. പെന്തക്കോസ്താണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 120 പേരുടെ സംഘം ഇരുന്ന് അഭിഷേകം പ്രാപിച്ചപ്പോൾ പത്രോസിനോട് 11 പേര് എഴുന്നേറ്റ്. അതിൻ്റെ അർത്ഥം അവർ ഒരേ ആത്മാവാണ്. എല്ലാവരും ആത്മാവ് ഒന്നാണെങ്കിലും കോളിങ്ങിന് വ്യത്യാസം. ഇപ്പൊ 12 അപ്പോസ്തലന്മാർ 108 വിശ്വാസികൾ. ഇതാണ് ആരംഭിച്ചത്. ആ 108 വിശ്വാസികളുടെ കണ്ടിന്യൂഷനും 12 അപ്പോസ്തലന്മാരുടെ കണ്ടിന്യൂഷനുമാണ് സഭയെന്ന് പറയുന്നത്. അതാണ് പിന്നീട് കാണുന്നത് സിയോനും യെരൂശലേമും. 102-ാം സങ്കീർത്തനം 15-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷമാകും. വായിച്ചേ. അതുപോലെ തന്നെ 147 വായിക്കുമ്പോൾ കർത്താവ് യെരൂശലേമിനെ പണിയുന്നു ചെയ്യും. പിന്നെ 147 യഹോവ യെരൂശലേമിനെ പണിയുന്നു. റോമാലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ ജാതികളുടെ പൂർണ്ണസംഖ്യ തികവോളം ഇസ്രായേലിൽ കാണുന്നു. അതാണ് സഭയുടെ പൂർണ്ണത. ആ പൂർണ്ണതയാണ് മീഖായുടെ പുസ്തകം 5-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, എന്താ, പ്രസവിപ്പാനുള്ളവൻ പ്രസവിക്കുമ്പോൾ. വായിച്ചേ. മീഖ 5:3. അപ്പൊ പ്രസവിച്ചവൾ അല്ലെങ്കിൽ പ്രസവിക്കാനുള്ള പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഇസ്രായേലിന് യഥാസ്ഥാനപ്പെടാൻ ഒക്കുന്നത്. അതാണ് സഭയുടെ എടുത്തുകൊള്ളപ്പെടുന്നത്. ആ എടുത്തുകൊള്ളപ്പെടുന്നതിനെയാണ് പ്രസവിക്കുന്ന ആ പ്രസവത്തെ കുറിച്ച് വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ അടയാളം കാണായ സ്ത്രീ. ആ സ്ത്രീ 5-ാം വാക്യം വായിച്ചേ. 12:5. സകലജാതികളെയും ഇരുമ്പ് കൊണ്ട്. സകലജാതികളെ ഇരുമ്പുകോൽ എന്ന് പറഞ്ഞാൽ നിയമം ശക്തമായിരിക്കും. ഇപ്പൊ വിദേശങ്ങളൊക്കെ നിയമം ശക്തമല്ലേ, പക്ഷെ മനുഷ്യർക്കത് പ്രശ്നമില്ല. ആ ശക്തമായ നിയമത്തിന് കീഴിൽ പോകുമ്പോൾ എല്ലാവരും തുല്യമാണ്. അതാണ് ഇരുമ്പുകോൽ കൊണ്ട് വേയിക്കും. അപ്പം അങ്ങനെ ശക്തമായൊരു ഭരണം ഭൂമിയിലുണ്ട്. അതിനുവേണ്ടിയാണ് ഈ സഭ തിരിച്ചു വരുന്നത്. ആൺകുട്ടി സകല ജാതികളെയും അവന്റെ സിംഹാസനത്തിലേക്കും. അപ്പൊ സഭ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് സഭ. അതിന് ഡിനോമിനേഷൻ ഒന്നുമില്ല. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരുടെ സംഘമാണ് ഈ കാണപ്പെടുന്ന സ്ത്രീ അല്ലെങ്കിൽ സഭ. അതിൽ നിന്ന് കർത്താവ് വരുമ്പോൾ ഒരു കൂട്ടർ എടുക്കപ്പെടും. ആ എടുക്കപ്പെടുന്നവരാണ് ആൺകുട്ടി. ആൺകുട്ടി എന്ന് പറഞ്ഞാൽ വെളിപ്പാട് 3:21 ജയം പ്രാപിച്ചവർ, ഈ ലോകത്തെ ജയിച്ചവർ, പാപത്തെ ജയിച്ചവർ. അല്ലാതെ ചുമ്മാ കൈതട്ടി എന്തെങ്കിലും കാട്ടിയെന്ന് കർത്താവിന് ഒരു മൂത്തില്ല. നമ്മളതിനെ ആഗ്രഹിക്കണം, പാപത്തെ വിട്ടൊഴിയണം, ശേഷിക്കുന്ന സമയമെങ്കിലും വിശുദ്ധരായി ജീവിപ്പാൻ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിക്കുന്നവർക്ക് ദൈവം കൃപ തരും. ആ കൃപയോടുകൂടി നമ്മൾ ജീവിച്ച് പൂർണ്ണപ്പെട്ടു കഴിഞ്ഞാൽ കാഹളം ധരിക്കുമ്പോൾ ഈ സ്ത്രീ പ്രസവിക്കും. സഭയിൽ നിന്ന് ഒരാൺകുട്ടിയെ പ്രസവിക്കും. അതാണ് സഭയെന്ന് പറഞ്ഞത്. വെളിപ്പാട് 12-ാമത്തെ പുതിയ നിയമസഭയുടെ കാര്യമാണ്. അങ്ങനെ ആൺകുട്ടി പ്രസവിക്കും. അവൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. ആ ആൺകുട്ടി 2 ഗ്രൂപ്പുണ്ട്. അതാണ് 2 സൈന്യങ്ങൾ, സിയോനും യെരൂശലേമും. രണ്ടും കൂടെ ചേർന്ന് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. അതിൽ വിശ്വാസികളും വേലക്കാരും അപ്പോസ്തലന്മാരും എല്ലാവരും ഉണ്ടാകും. അവരോട് റേഞ്ചിനെത്തോണം. ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തികൾക്ക് തന്നാണ്. അല്ല, എല്ലാവരും ഒരുപോലെ അല്ല. ബൈബിൾ എന്താ പറയുന്നത്? അവൻ്റെ തേജസ്സിന് വ്യത്യാസം വരും. ഓരോരുത്തർക്കും അവൻ്റെ പ്രവൃത്തികൾക്കൊത്തവണ്ണം പ്രതിഫലം തരുന്നതാണ്. അതുകൊണ്ട് കർത്താവ് വേഗം വരാൻ പോകുന്ന നമുക്ക് ഒരുക്കിക്കോണം. വേഗം വരുന്ന യേശുവിനെ കറയും ചുളുക്കവും പാട്ടും മാലിന്യം ഒന്നുമില്ല ശുദ്ധയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആ സൈന്യങ്ങൾ, അതാണ് യെശയ്യാ 53 വായിക്കുമ്പോൾ അവൻ സന്തതിയെ കണ്ട് ദീർഘായുസ് പ്രാപിച്ചു. ക്രൂശിൽ വെച്ച് താൻ തകർക്കപ്പെടുമ്പോൾ ഒരു സ്ത്രീ പ്രസവിക്കുന്ന സമയത്തിൽ കഠിന വേദനയാണെങ്കിലും ആ പ്രസവിച്ച കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മുടെ ദുഃഖം മറന്നു പോകുന്ന പോലെ കർത്താവായ ക്രൂശിൽ വെച്ച് വേദന അനുഭവിച്ചപ്പോഴും തനിക്ക് പിന്മേ വരുന്നൊരു സന്തതിയെ താൻ കണ്ടു. വായിച്ച് 53-ന്റെ 10. സന്തതിയെ കാണുകയും ആ സന്തതിയാണ് 110-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞ് പോലെയുള്ള യുവാക്കൾ നിനക്ക് വരും. വായിക്കാം. 110-ന്റെ ഉഷസ്സിന്റെ യുവാക്കളായ മഞ്ഞ് നിനക്ക് വരും. മഞ്ഞെന്ന് പറഞ്ഞ വിശുദ്ധ സന്തതികൾ. അവർ നിനക്ക് നിന്റെ സേനാ ദിവസത്തിൽ വായിച്ചേ നിനക്ക് സുമേധാദാനമായിരിക്കും. ആ സേനാ ദിവസം പറഞ്ഞ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ, കർത്താവ് വെളിപ്പെടുന്ന ദിവസത്തിൽ ഈ വിശ്വാസികളും വേലക്കാരും ചേർന്ന പുതിയ യെരൂശലേം എന്ന സഭ, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ സഭ കർത്താവിന് സ്വന്തമായി തീരും. നിനക്ക് തന്നെ വേറെ ആർക്കോട് അവകാശപ്പെടാൻ അതിനുവേണ്ടി ജീവൻ കൊടുത്തതും അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതെല്ലാം കർത്താവാണ്. കർത്താവിന്റെ സഭ, കർത്താവിന്റെ രാജ്യം. അപ്പൊ ആ സഭയാണ് ഇന്ന് ഭൂമിയിൽ കാണപ്പെടുന്നത്. അത് GPM കാണും, ചിലപ്പോൾ വേറെയും കാണും. നമുക്ക് പറയാൻ പറ്റില്ല.
ഇത് കൂടാത്ത വേറെ ആളുകൾ ഇരിക്കുന്ന ദേശം പറഞ്ഞു. അത് നിങ്ങൾ മാത്രമാണെന്നും അഹങ്കരിക്കാൻ പോകേണ്ട, ഒരിക്കലും അഹങ്കാരികൾ ആരും അവിടെ പ്രവേശിക്കത്തുമില്ല. അവിടെ താഴ്മയും വിനയം ചെയ്ത് ദൈവഭയത്തോടും താഴ്മയോടും വിശുദ്ധിയോടും ജീവിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽക്കാൻ സംഭവിക്കണം. വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞ് പോലെയുള്ള യുവാക്കൾ നോക്കണം. ആ മഞ്ഞ് നോക്കി വിശുദ്ധിയെ കാണിക്കുക. അങ്ങനെ വിശുദ്ധരും നിഷ്കളങ്കരുമായി നാം കാണപ്പെട്ട് വേഗം വരുന്ന യേശുവിന്റെ വരവിൽ നാം എടുക്കപ്പെടുവാൻ ഉപയോഗിക്കണം. കർത്താവ് വരുന്നു. അതിനായിട്ട് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 1 Thessalonians 5-ാം അധ്യായം 23-24 വായിക്കുമ്പോൾ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാണനന്ദിയും ആത്മാവശേഷം പൈസയും മുഴുവനും വിശുദ്ധീകരിക്കട്ടെ. അടുത്തത് ദേഹം, ദേഹി, ആത്മാവ് മുഴുവനും കാക്കപ്പെടുമാറാകട്ടെ. അത് പ്രസ്താവനയാണ് കേട്ടോ, അത് പ്രസ്താവനയാണ്. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. കർത്താവ് നിങ്ങളെ വിശുദ്ധരാക്കി തീർക്കും. നമ്മളെ കൊണ്ടൊക്കില്ല. അതിനെന്ത് ചെയ്യണം? ശരിയായ വിശ്വാസമുള്ളവരായിരിക്കണം, വിശ്വസ്തരാകണം. വിശ്വസ്തരെ മാത്രമേ വിശുദ്ധരാകത്തു. ദൈവം മുമ്പാകെ മനുഷ്യർക്ക് നമ്മൾ വിശ്വസ്തരായി ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ പ്രസാദിക്കും, ഇവനെ വിശുദ്ധനാക്കാം. അല്ല നമ്മുടെ പരിശ്രമം കൊണ്ട് വിശുദ്ധനാകത്തില്ല. നമുക്ക് ചെയ്യാവുന്ന ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തരായി ജീവിക്കുക. അങ്ങനെ വിശ്വസ്തരെ ദൈവം വിശുദ്ധരാക്കി മാറ്റും. ആ വിശുദ്ധരുടെ സംഘമാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 11-ഉം 14-ഉം വായിക്കാം. 11-ാം വാക്യം വായിക്കാം, 14-ഉം വായിക്കാം. 19 വെളിപ്പാട് പുസ്തകം 19-ന്റെ 11-ഉം 14-ഉം. സ്വർഗത്തിലെ സൈന്യം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 19 വരുന്നൊക്കെ വായിച്ചു. 11-ാം വാക്യം ഉണ്ട്. സ്വർഗത്തിലെ സൈന്യം ശുദ്ധവും വെള്ള കുതിരകളുമേൽ യേശുവിനെ പിൻപറ്റി. ഇതാണ് ആ സൈന്യം. ഇത് പുതിയ ദിന സഭയാണ്. ഇത് ദൂതന്മാരല്ല. മഹരീമിനെ കണ്ട സൈന്യം ദൂതന്മാരാണെങ്കിൽ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരായ വിശ്വാസികളും വേലക്കാരും ചേർന്ന് കർത്താവായ യേശുവിനോടുകൂടി 7 വർഷം കഴിഞ്ഞ് 1000 വർഷ ഭരണത്തിലേക്ക് ഒരു മലയിൽ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. മലയാളത്തിൽ വായിച്ച്. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്തിൽ ഇവിടെ ഭയങ്കര പരിപാടികളൊക്കെ നടക്കും. അതിന് വേറെ ശ്രദ്ധിക്കാം. യെരുശലേമിന് വേണ്ടി യുദ്ധം ഉണ്ടാകും, ഇസ്രായേലിന് പീഡനം ഉണ്ടാകും, എതിർ ക്രിസ്തുവായിട്ട് യുദ്ധം നടക്കും. ഇന്ത്യ, ചൈന, ജപ്പാൻ മുതലായ രാജ്യങ്ങൾ യെരുശലേമിൽ വരും, റഷ്യ അതുവഴി വരും. ഇങ്ങനെ രാജ്യങ്ങളെല്ലാം കൂടെ വന്ന് ഭയങ്കര തകരാറ് പരിപാടികളൊക്കെ ഉണ്ട്. അത് വേറെ ലക്ഷം കാണിക്കാം. അങ്ങനെ വരുമ്പോൾ യേശു ക്രിസ്തു വിശുദ്ധന്മാരും കൂടെ ഒരു മൂല കൂടെ ഇറങ്ങി വരുമ്പോൾ എതിർ ക്രിസ്തു വിചാരിക്കുക തന്നെ ഇത് അമേരിക്ക സഖ്യകക്ഷികള് സൈന്യങ്ങളെ ഇറക്കി വരികയാണ്, അപ്പോൾ അവരോട് പ്രതികരിക്കണം. അങ്ങനെ ഒരു മൂലയിൽ ചെല്ലും. 14-ാം വാക്യം വായിച്ച്. 14 14 വായില്. 14ആണോ? എന്നാ 11 വായില്. കണ്ടു. വിശ്വസ്തനും സത്യവാനും. ഈ 2 കാര്യം നമുക്കുണ്ടാകണം. നമ്മൾ വിശ്വസ്തരായി ജീവിക്കണം, സത്യവാന്മാരായി ജീവിക്കണം. അല്ലാതെ ഒരെണ്ണം ഉറങ്ങും പോകത്തില്ല. ഇവിടെ കിടന്ന് കൈയടിച്ച് കിടക്കാമെന്നുള്ള വേലക്കാരായാലും വിശ്വാസികളായാലും പാർട്ടിലായാലും തണ്ടപ്പാറിലായാലും അതിൻ്റെ അപ്പുറത്തുള്ള പുള്ളികളായാലും ശരി, ഒരു കാര്യം ഓർത്തോണം, വിശ്വസ്തന്മാരും സത്യവാന്മാർക്കും മാത്രമേ ഈ സേനകളിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. വായിക്കാം. അവൻ നീതിയോടെ വിധിക്കുകയും, അത് നമ്മുടെ അനുകാരി ജീവിതത്തിൽ കാണണം. പെയ്ത്തോലൊക്കെ താമസിക്കുമ്പോഴേ നീതിയോടെ സംസാരിക്കാറുള്ളൂ. പക്ഷം ചേരരുത്. ആ പക്ഷം ഈ പക്ഷം ഇങ്ങനെ പക്ഷം ചേരുന്നവരെല്ലാം അന്തിക്രിസ്തുവിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർ സമാധാനമില്ലാതെ ഇവിടുന്ന് ഓടുന്നത്. പലരും ഇവിടുന്ന് മരിക്കുന്നു പോകുന്നതിനാണ്. അപ്പോൾ പക്ഷപാതമില്ലാതെ സത്യസന്ധവും നീതിയോട് ജീവിക്കണം. അടുത്ത് നീതിയോടെ വിധിക്കണം. നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും എന്നാണ് യെശയ്യാ-15 വായിക്കുന്നത് കേട്ടോ. അങ്ങനെ നാം ഈ നാളുകൾ നമ്മളെ ഒരുക്കിയെടുക്കും. തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കുന്നവരായി തീരണം. അങ്ങനെ ഒരുക്കി വേഗം വരുന്ന യേശുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ കോരിന്ത്യലേഖനത്തിൽ വായിക്കുമ്പോൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി നമുക്ക് അവൻ്റെ മുമ്പാകെ കാണപ്പെടുന്നു. അതാണ് കഴിഞ്ഞ ദിവസം റോയ് മാത്യു ബാംഗ്ലൂരുകാരൻ പറഞ്ഞ പോലെ എസ്തേറിൻ്റെ പുസ്തകം എനിക്ക് വലിയ ഇഷ്ടമുള്ള പുസ്തകമാണ്. അതിൽ മണവാട്ടി എങ്ങനെയായിരിക്കണം. ആ മണവാട്ടി നോക്കണം. എസ്തേർ വസ്തിയെ തള്ളി. വസ്തി ആരാ? മുൻപുണ്ടായിരുന്ന നെബൂഖദ്നേസറിന്റെ മകൻ ബെൽശസ്സറിന്റെ മകളാണ് വസ്തി. അവൾക്ക് ആ ബാബിലോണിയ ഒരു പ്രതാപ ശക്തി തന്നെ ഉണ്ട്. പക്ഷെ താഴ്മയില്ലാതെ പോയതുകൊണ്ട് അവളെ തള്ളി
എസ്തേറിനെ ആ സ്ഥാനത്ത് വിട്ടു. എസ്തേറിനെ രാജ്ഞിയാക്കാൻ 4 വർഷം എടുത്തുന്നാവുക. 4 വർഷം കൊണ്ടാണ് രാജാവിന് ബോധിച്ച ഒരു പെണ്ണാക്കി മാറ്റിയത്. ആദ്യത്തെ 1 വർഷം തന്നെ അവളുടെ ഷേപ്പ് മാറ്റി. കാരണം മറ്റൊരു കുളത്തിൽ തോന്നോണ്ടേ രാജാവിന് പ്രിയപ്പെട്ട സ്ത്രീയായി മാറ്റാൻ ആദ്യത്തെ അടുത്തത് തൈലം. 6 മാസം ആ തൈലം 6 മാസം എന്താ മണമൊക്കെ പോകണം ഇല്ലേ? ഓരോ ജാതിക്കും ഓരോ മണമില്ലേ? യഹൂദനൊരു മണം. ഞാനൊരു ദിവസം ഒരു പെയ്ത്തോണി കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി ഒരു മുറിയിലിരുന്നുകൊണ്ട് തയ്ക്കുക. പാസയിലുള്ളൊരു മുറിയില്ല, തയ്ച്ചിട്ടത് പോയി, തയ്ച്ചു പോയി. ഞാൻ ആ മുറിയിലോട്ട് നോക്കിയപ്പോൾ പൂച്ചയുടെ മണം. സത്യം, പൂച്ചയുടെ ഭയങ്കര മണം. ഞാൻ വിചാരിച്ചതെന്താ? അപ്പോൾ ആ സഹോദരിയുടെ വേർപ്പൊരു പൂച്ചയുടെ മണം. വേറെ ചിലക്ക് ചേറിൻ്റെ മണമാണ്, വേറെ ചിലക്ക് ആ മണം, ഈ മണം, മരത്തിൻ്റെ മണം, അങ്ങനെ പല മണവും. അതുകൊണ്ടാണ് നിന്റെ മണമെല്ലാം മാറണം. മോവാബിൻ്റെ മണം ബാല്യം മുതൽ മട്ടിന്മേൽ തെളിഞ്ഞിരിക്കുകയാണ്. അവൻ്റെ സ്വാദ് പെന്തക്കോസ്ത് വരുമ്പോൾ വിശ്വാസികൾക്കും വേലക്കാർക്കും ഒക്കെ പല സ്വാദ്. വെള്ള ഡ്രസ്സാണെങ്കിലും സ്വാദ് മാറത്തില്ല. ആ സ്വാദൊക്കെ മാറുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഈ മിഷനിലിട്ട് ഉരുവാക്കിയെടുക്കും. അത് പിടികൊടുക്കത്തില്ല. അങ്ങനെ പിടികൊടുക്കാതെ പോകുന്നവരാരും ഈ മാർഗത്തിൽ കാണത്തില്ല, അവസാനം എത്തത്തില്ല. അതുകൊണ്ട് ഉടയട്ടെ, ഉടഞ്ഞ മിഷനിൽ പരുവായിട്ടെടുത്ത് വിശുദ്ധരും നിഷ്കളങ്കരമായി വേഗം വരുന്ന യേശുവിനേക്ക് നമുക്ക് എതിരേൽക്കാൻ പ്രതീക്ഷ കൊണ്ട് മരിക്കുക. കർത്താവ് എന്നെ നീ വിശുദ്ധനാക്കി തീർക്കണമേ, താഴ്മയുള്ളവനാക്കി തീർക്കണമേ, ദൈവഭയത്തോടെ ജീവിപ്പാനേക്ക് തരണമേ. ജോസഫിനെ പോലെ പാവം വിട്ടോടി. ഹല്ലേലൂയ. ആ ഒരേ നാളിൽ സ്വർഗീയ നഗരം